ഹായ്, ഞാൻ അൻഫാസ് അഹമ്മദ്. എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഈ അടുത്തായിട്ട് നമ്മുടെ ചാനലിൽ ഏറ്റവും കൂടുതൽ വന്ന കമന്റും അതുപോലെ തന്നെ ഈ അടുത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ വന്ന മെസ്സേജ് വരുന്നു, സാറേ കമ്പനി ബോർഡ് LGSന് വേണ്ടിയിട്ട് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് തൊട്ട് നമ്മുടെ കമ്പനി ബോർഡ് LGSന് വേണ്ടി നമ്മൾ പവർ ക്യാപ്സ്യൂൾ എന്നൊരു സീരീസ് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ ഇന്ന് തൊട്ട് തന്നെ നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇന്ന് തൊട്ട് തന്നെ നമുക്ക് പഠിച്ച് പെർഫെക്റ്റ് ആയി പോകാം. നിങ്ങൾക്ക് ജസ്റ്റ് പറഞ്ഞു തരില്ല, പഠിപ്പിച്ച് തന്നെ വിടാം. അപ്പോൾ ഇന്ന് തൊട്ട് തന്നെ കൂടെ കൂടിക്കോ, നന്നായി പഠിച്ച് പോകാൻ. അതായത് ഈ എക്സാമിൽ ഞാൻ എന്തായാലും ലിസ്റ്റിൽ ഉണ്ടാവും എന്ന ഉറപ്പോട് കൂടി പഠിക്കുന്ന ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും കൂടെ കൂടിക്കോ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലൊരു റാങ്ക് തന്നെ നേടാൻ സാധിക്കും. ഇനി അതല്ല, എക്സാം ഒന്ന് എഴുതി നോക്കട്ടെ, ചിലപ്പോൾ കിട്ടിയാലോ, ഇങ്ങനെയൊക്കെ പഠിക്കുന്ന ആളുകളാണെങ്കിൽ കൂടെ കൂടണ്ട, നിങ്ങൾ വെറുതെ സമയം കളയാണ്. കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു പൂർണ്ണ വിശ്വാസമല്ലാതെ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടാൻ സാധ്യത വളരെ കുറവാണ്. നിങ്ങൾ പൂർണ്ണ വിശ്വാസത്തോടു കൂടെ ഞാൻ എന്തായാലും ഈ വർഷത്തെ ലിസ്റ്റിൽ, ഈ വർഷത്തെ കമ്പനി ബോർഡ് LGSന്റെ ലിസ്റ്റിൽ ഞാൻ എന്തായാലും ഉണ്ടാവും, ആദ്യത്തെ 100 റാങ്കിൽ ഞാനും ഉണ്ടാവും എന്ന വിശ്വാസത്തോടെ, നല്ല ആത്മവിശ്വാസത്തോടു കൂടെ പഠിക്കുന്ന ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലൊരു റാങ്ക് തന്നെ നേടിയെടുക്കാൻ സാധിക്കും. അല്ലാതെ അവിടെ ഇവിടെയും ജസ്റ്റ് ഇങ്ങനെ വായിച്ച് നോക്കി ഒന്ന് എക്സാം അറ്റൻഡ് ചെയ്ത് നോക്കാം, ചിലപ്പോൾ കിട്ടിയാലോ, ഇങ്ങനെയൊക്കെ ഒരു വിശ്വാസത്തിൽ പഠിച്ചു പോകരുത്. ആദ്യം നിങ്ങൾക്ക് നിങ്ങളോട് നല്ലൊരു പൂർണ്ണ വിശ്വാസം ഉണ്ടാവണം. നിങ്ങൾക്ക് നിങ്ങളെപ്പറ്റി നല്ലൊരു വിശ്വാസം ഉണ്ടാവും. കാരണം നിങ്ങൾ കറക്റ്റ് വേയിലാണ്, അതായത് കറക്റ്റ് വഴിയിലൂടെയാണ് നിങ്ങൾ പോകുന്നത് എന്നുള്ള വിശ്വാസം നിങ്ങൾക്ക് വേണം. അതായത് അവർ ഇവിടെയും പഠിക്കല്ലാതെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു പോയി, ഏറ്റവും വേണ്ട കാര്യങ്ങൾ, അതായത് സിലബസിൽ കൊടുത്തിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ കവർ ചെയ്ത് പോയി, സിലബസ് കംപ്ലീറ്റ് ചെയ്ത് പോയി, അതിനുശേഷം പുറത്തുനിന്നുള്ള കാര്യങ്ങളും കംപ്ലീറ്റ് ചെയ്ത് പോകാനുള്ള ഒരു മനസ്സ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ, നന്നായി പഠിക്കാം എന്നൊരു വിശ്വാസം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഇനി ഞാനൊരു വീട്ടമ്മയാണ്, അതുപോലെ എനിക്ക് സമയമല്ല, ഞാൻ ജോലിക്കിടയിലാണ് പഠിക്കുന്നത്, ഇങ്ങനെയുള്ള നെഗറ്റീവുകളൊക്കെ മാറ്റി നിർത്തിക്കും. ഇതൊക്കെ ഒരു നെഗറ്റീവാണ്. പക്ഷേ ഇതിനൊന്നും ഒരു നെഗറ്റീവായി കാണാതെ ഇതിൻ്റെ ഇടയിലും ഞാൻ എന്തായാലും പഠിച്ച് നേടും എന്ന വിശ്വാസത്തോടു കൂടെ പഠിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കിട്ടും. ആദ്യം വേണ്ടത് നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു വിശ്വാസമാണ്. ആ വിശ്വാസത്തോടു കൂടെ തന്നെ എന്തിൻ്റെയൊക്കെ ഇടയിൽ, എന്തൊക്കെ പ്രശ്നങ്ങളുടെ ഇടയിലാണെങ്കിലും തീർച്ചയായിട്ടും പഠിച്ചു പോവുക. ഇനി വീട്ടമ്മമാരാണെങ്കിലും കുഴപ്പമില്ല, നമ്മുടെ ക്ലാസ് കാണുമ്പോൾ ഇവിടെ നിന്ന് തന്നെ നിങ്ങൾ പഠിച്ചു പോയിക്കോളും. വീട്ടമ്മമാരാണെങ്കിൽ അധികം ആളുകളും ഹെഡ്സെറ്റ് ഒക്കെ വെച്ച് ഓരോ ജോലിക്കിടയിലാവും ക്ലാസ് കേൾക്കുന്നുണ്ടാവുക. ഞാൻ പൂർണ്ണ വിശ്വാസത്തോടു കൂടെ പറയാം, ഈ ക്ലാസ് നിങ്ങൾക്ക് ഈ കേൾവിയിലൂടെ തന്നെ നിങ്ങൾക്ക് കേട്ടുകൊണ്ട് തന്നെ പഠിക്കാൻ പറ്റും. നിങ്ങൾ ആദ്യം ഇന്നത്തെ ക്ലാസ് കണ്ടു നോക്ക്. ആദ്യമായിട്ടാണ് എൻ്റെ ക്ലാസ് കാണുന്നതെങ്കിൽ ഇന്നത്തെ ക്ലാസ് നിങ്ങൾ കണ്ടു നോക്ക്. അതിനുശേഷം നിങ്ങൾക്ക് ഇത് പഠിച്ച് മനസ്സിലാവുന്നുണ്ട്, നിങ്ങൾ ഹെഡ്സെറ്റ് വെച്ച് കേട്ടിട്ടാണെങ്കിൽ ഇനി ക്ലാസ് നോക്കി തന്നെ പഠിക്കണമെന്നൊന്നുമില്ല, കേട്ട് പഠിച്ചാലും മതി, കേട്ടിട്ടായാലും നിങ്ങൾ പഠിക്കും. ആ ഒരു ഉറപ്പ് ഞാൻ നിങ്ങൾക്ക് തരാം. അപ്പോൾ ഈ നെഗറ്റീവുകളൊക്കെ ആദ്യം ഒന്ന് മനസ്സിൽ നിന്ന് മാറ്റി നിർത്തിയിട്ട് നല്ല വിശ്വാസത്തോടു കൂടെ, നല്ല ആത്മവിശ്വാസത്തോടു കൂടെ നല്ല രീതിയിൽ തന്നെ തുടങ്ങുക. ആദ്യം നെഗറ്റീവുകളെ ഫുള്ള് മനസ്സിൽ നിന്ന് കളയും. നെഗറ്റീവുകൾ എത്രത്തോളം മനസ്സിൽ കയറുന്നു അത്രത്തോളം പഠനം ഇങ്ങനെ താഴ്ന്നു പോയിക്കൊണ്ടിരിക്കും. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് ഈ ചെറിയ കാര്യങ്ങളിലും വിശ്വാസം ഉണ്ടെങ്കിൽ, അതായത് ഈ കുറച്ച് സമയം കൊണ്ടും എനിക്ക് നേടാൻ പറ്റും എന്ന വിശ്വാസം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ആ കുറച്ച് സമയത്തിന് നിങ്ങൾ വേണ്ട രീതിയിൽ യൂട്ടിലൈസ് ചെയ്യും. അപ്പോൾ അതിന് ആദ്യം എന്ത് വേണം, നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിലൊരു വിശ്വാസം വേണം. അപ്പോൾ നിങ്ങൾ ആ സമയത്തെ അതിനനുസരിച്ച് നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ നിങ്ങളെ കൊണ്ട് പറ്റും. ഏതൊക്കെ സമയം എങ്ങനെയൊക്കെ കിട്ടുമ്പോൾ എങ്ങനെയൊക്കെ അതിലേക്ക് ഞാൻ കൊടുക്കണം, അതായത് ആ സമയത്തൊക്കെ ഞാൻ എന്തൊക്കെ ചെയ്യണം എന്ന തീരുമാനങ്ങൾ നിങ്ങളെടുക്കും. നിങ്ങൾക്ക് ആരുടെയും ഗൈഡൻസ് ഒന്നും ആവശ്യം ഉണ്ടാവില്ല. നിങ്ങളായിട്ട് നിങ്ങൾക്ക് വേണ്ടിയുള്ള തീരുമാനങ്ങൾ എടുക്കും. നിങ്ങളായിട്ട് നിങ്ങൾക്ക് വേണ്ടി പഠിക്കേണ്ട ഭാഗങ്ങൾ നിങ്ങൾ കണ്ടുപിടിക്കും. ഏതൊക്കെ ഭാഗങ്ങൾ എങ്ങനെയൊക്കെ പഠിച്ചാൽ നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും, നിങ്ങൾ തന്നെ നിങ്ങളെ പറ്റി മനസ്സിലാക്കും. അപ്പോൾ അതിന് ആദ്യം എന്ത് വേണം, നിങ്ങൾക്ക് നിങ്ങളെ പറ്റി നല്ലൊരു വിശ്വാസം വേണം. അപ്പോൾ നല്ല ആത്മവിശ്വാസത്തോടു കൂടെ തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നല്ല രീതിയിൽ തന്നെ ഇവിടെ നിന്ന് കേട്ട് തന്നെ പഠിച്ചു പോകാം. ഞാൻ റിപ്പീറ്റ് ചെയ്യാൻ പറയുമ്പോൾ കൂടെ തന്നെ റിപ്പീറ്റ് ചെയ്തൊന്ന് പറയുകയൊക്കെ ചെയ്യാം. നന്നായിട്ട് ഇവിടെ നിന്ന് തന്നെ നമുക്ക് പഠിച്ചു പോകും. അതാകുമ്പോൾ നിങ്ങൾക്ക് ഇത് കഴിഞ്ഞ് ക്ലാസ് കണ്ട ശേഷം പിന്നെയും ഒന്ന് പഠിക്കാൻ ഇരിക്കേണ്ടി വരില്ല. നമ്മുടെ ക്ലാസ്സിൽ നിങ്ങൾ ഇവിടെ നിന്ന് തന്നെ പഠിച്ചു പോകും. ആ കോൺഫിഡൻസ് എനിക്കുണ്ട്. പഠിക്കും എന്ന കോൺഫിഡൻസ് നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നല്ല അടിപൊളിയായിട്ട് റാങ്ക് സ്കോർ ചെയ്യാൻ പറ്റും. നല്ല റാങ്കിൽ, ആദ്യത്തെ 10 റാങ്കിൻ്റെ ഉള്ളിൽ ഓരോരുത്തരും ഉണ്ടാവട്ടെ. അപ്പോൾ നന്നായി തന്നെ പഠിച്ചു പോകാം. നല്ല ആത്മവിശ്വാസത്തോടു കൂടെ പഠിക്കുക. പഠിക്കുന്ന കാര്യങ്ങൾ പെർഫെക്റ്റ് ആക്കി പഠിക്കുക എപ്പോഴും. അല്ലാതെ അറ്റവും മൂലം മാത്രം അറിഞ്ഞു വെച്ച്, അതായത് ഈ അറ്റവും ആ അറ്റവും മാത്രം അറിഞ്ഞാൽ പോരെ, ഇടയിലുള്ള മുഴുവൻ കാര്യങ്ങളും, പഠിക്കുന്ന മുഴുവൻ കാര്യങ്ങളും പെർഫെക്റ്റ് ആയിട്ട് തന്നെ അറിയണം. പഠിച്ച കാര്യങ്ങൾ റിവിഷൻ ചെയ്യണം. ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും റിവിഷന് വേണ്ടി മാറ്റി വെക്കണം. ഇപ്പോൾ തുടങ്ങിയാൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. നിങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ വിശ്വാസം വെച്ചോ, നിങ്ങൾക്ക് പറ്റും, നിങ്ങളെ കൊണ്ട് കഴിയും. ഓക്കെ, നിങ്ങൾ എന്തൊക്കെ പ്രശ്നത്തിൻ്റെ ഇടയിലാണെങ്കിലും നിങ്ങൾ അതിനുവേണ്ടി മാറ്റിവെക്കുന്ന സമയം, ഓക്കെ, ആ മാറ്റിവെക്കുന്ന സമയം നല്ല രീതിയിലാണ് യൂട്ടിലൈസ് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ കൊണ്ട് പറ്റും. നല്ല ഒരു റാങ്ക് നിങ്ങൾ എന്തായാലും സ്കോർ ചെയ്യും. ഓക്കെ, അത് നിങ്ങൾ വീട്ടമ്മയാണെങ്കിലും കുഴപ്പമില്ല, ഏത് ജോലിക്കിടയിൽ പഠിക്കുന്ന ആളാണെങ്കിലും ഒന്നും വിഷയമല്ല. പക്ഷേ കൊടുക്കുന്ന സമയം നല്ല രീതിയിൽ കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കിട്ടും. നല്ല രീതിയിൽ സ്റ്റാർട്ട് ചെയ്യുക, നല്ല ആത്മവിശ്വാസത്തോടു കൂടെ സ്റ്റാർട്ട് ചെയ്യുക. പിന്നെയും പറയുകയാണ്, എപ്പോഴും ഒരു ആത്മവിശ്വാസം ഉള്ളിലുണ്ടാവണം. ഇപ്രാവശ്യത്തെ ലിസ്റ്റിൽ, ഈ കമ്പനി ബോർഡ് LGSന്റെ ലിസ്റ്റിൽ ഞാൻ എന്തായാലും റാങ്ക് ലിസ്റ്റിൽ ഉണ്ടാവും എന്ന വിശ്വാസം. അതായത് നിങ്ങളെ പറ്റി ചിന്തിക്കുക, ബാക്കിയുള്ളവരെ കാര്യം നോക്കണ്ട. അവരങ്ങനെ പറഞ്ഞു, ചിലപ്പോൾ കിട്ടില്ല എന്ന് പറഞ്ഞു, അവസാന അറ്റംപ്റ്റ് അല്ല, ഇങ്ങനെ പലതും പല സൈഡിൽ നിന്നും കേൾക്കും. അതായത് ഇവരൊന്നും നിങ്ങൾക്ക് എന്ത് ചെയ്യണം എന്നുള്ളത് പറഞ്ഞു തരില്ല. ഇവർ ഈ നെഗറ്റീവ് പറയുന്നതിൻ്റെ ഒപ്പം ഇങ്ങനെ ചെയ്താൽ ചിലപ്പോൾ നന്നായിരിക്കും എന്ന് പറഞ്ഞു തരുന്ന ആളുകൾ കുറവാകും. അങ്ങനെ പറയുന്ന ആളുകൾ ഉണ്ടാവും കൂടെ. അവരെ കൂട്ടിപ്പിടിച്ച് നിർത്തുക, അവർ പറയുന്നത് കേൾക്ക്. ഓക്കെ, അപ്പോൾ ഇവർ ഈ നെഗറ്റീവ് പറയുന്നത് അത് എടുത്തു വെച്ച് ഈ നെഗറ്റീവ് മാത്രം ചിന്തിച്ചിരിക്കുക, അതൊന്നും വേണ്ട. എന്തൊക്കെ നെഗറ്റീവുകൾ വരുന്നു ആ നെഗറ്റീവുകളൊക്കെ തട്ടിക്കളയുക. നമ്മുടെ ഉള്ളിൽ ഒരു പോസിറ്റീവ് എനർജി ഉണ്ട്. ഞാൻ എന്തിനു വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നു, ഞാൻ എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നു, എനിക്ക് എങ്ങനെ നേടാൻ പറ്റും ഒക്കെ നിങ്ങൾക്കറിയാം. ബാക്കിയുള്ളവർക്ക്
ചിലർക്ക് ഇതിനെപ്പറ്റി ഒന്നും അറിയില്ല. അപ്പോൾ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ തന്നെ വെച്ച് നല്ല പോസിറ്റീവ് എനർജിയോട് കൂടെ നല്ല രീതിയിൽ തന്നെ പഠിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് റാങ്ക് സ്കോർ ചെയ്യാൻ പറ്റും. പഠിക്കുന്ന ഓരോ കാര്യങ്ങളും ഇപ്പോഴും പറയുന്നു പെർഫെക്റ്റ് ആക്കി വെക്കുക. ആഴ്ചയിൽ ഒരു ദിവസം എപ്പോഴും റിവിഷനായി മാറ്റി വെക്കുക. ഇപ്പോൾ നമുക്ക് ഒരുപാട് സമയം മുമ്പിലുണ്ട്. ആ എക്സാമിന് മുമ്പുള്ള ഒരുപാട് സമയം നമ്മുടെ മുമ്പിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ തന്നെ സ്റ്റാർട്ട് ചെയ്യുക. ഇനി എക്സാം എടുക്കുന്നതിൻ്റെ 1 മാസം മുമ്പ് അല്ലെങ്കിൽ 2 മാസം മുമ്പ് സ്റ്റാർട്ട് ചെയ്യുക. ആ സമയത്ത് ഞാൻ നല്ല റഷായി പഠിക്കാം, നല്ല ഒരുപാട് സമയം കൊടുത്ത് തന്നെ പഠിക്കാം, അങ്ങനെ ഒന്നും വിചാരിക്കേണ്ട. ഇപ്പോൾ തന്നെ പഠിച്ച് എക്സാമിനോട് കുറേ മുമ്പ് തന്നെ നമ്മൾ ഏകദേശം സിലബസ് ഒക്കെ കവർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ ഒരുപാട് റിവിഷൻ ചെയ്യാൻ സമയം കിട്ടും. ഈ റിവിഷനാണ് നിങ്ങളെ കൂടുതൽ ഏറ്റവും മുന്നിലേക്ക് എത്തിക്കുന്നത്. റിവിഷൻ ചെയ്ത് നിങ്ങൾ എത്രത്തോളം പെർഫെക്റ്റ് ആക്കുന്നോ അതാണ് നിങ്ങളെ മുമ്പിൽ എത്തിക്കുന്നത്. അപ്പോൾ മുമ്പിലെത്താൻ ശ്രമിക്കുക. ഓക്കെ, ജസ്റ്റ് റാങ്ക് ലിസ്റ്റിൽ വന്നാൽ പോരാ, മുമ്പിലുണ്ടാവണം. ആദ്യത്തെ റാങ്കുകളിൽ നിങ്ങൾ ഉണ്ടാവണം. അതിന് നിങ്ങൾക്ക് നിങ്ങളോട് വിശ്വാസം വേണം. അതിന് നിങ്ങൾ പ്രയത്നിക്കണം. ഓക്കെ, നിങ്ങൾക്ക് കിട്ടുന്ന ഓരോ ചെറിയ സമയവും ഇതിനു വേണ്ടി മാറ്റി വെക്കാൻ പറ്റണം. ഓക്കെ, അപ്പോൾ ചെറിയ ചെറിയ സമയമാണെങ്കിൽ ചിലപ്പോൾ 1 മിനിറ്റ് ആവും കിട്ടുന്നത്. ആ 1 മിനിറ്റിൽ നമുക്കുണ്ട് 5 പോയിന്റ് പഠിക്കാനുള്ള സമയമുണ്ട്. സിമ്പിളായിട്ട് നമുക്ക് പഠിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നല്ല രീതിയിൽ തന്നെ പഠിച്ചു പോവുക. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഇന്ന് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് പുതിയതായിട്ട് കാണുന്ന ആളുകളാണെങ്കിൽ കണ്ട ശേഷം, അതായത് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് ഉറപ്പായി കഴിഞ്ഞാൽ, ഈ ക്ലാസ് കണ്ടിട്ട് നിങ്ങൾക്ക് ഉപകരിക്കുന്നുണ്ട് എന്ന് നിങ്ങൾ ഉറപ്പായ മാത്രം ഇതിൽ കണ്ടിന്യൂ ചെയ്യുക. അതല്ല നിങ്ങൾക്ക് വേറെ ക്ലാസ്സാണ് നല്ല രീതിയിൽ, എൻ്റെ ക്ലാസ് അല്ലാതെ വേറെ നല്ല ക്ലാസ്സുകൾ ആപ്റ്റ് ആവുന്നുണ്ടെങ്കിൽ അതിലാണ് നിങ്ങൾ കണ്ടിന്യൂ ചെയ്യേണ്ടത്. നിങ്ങൾക്ക് ഏറ്റവും നന്നായിട്ട് ഏതാണോ കിട്ടുന്നത്, ഏറ്റവും നന്നായിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും, അതായത് പഠിക്കുന്നത് മനസ്സിലാവുന്നുണ്ട്, പഠിപ്പിക്കുന്നത് മനസ്സിലാവുന്നുണ്ട്, ഇത് പറഞ്ഞു തരുന്നത് എനിക്ക് എടുക്കാൻ പറ്റുന്നുണ്ട്, അതായത് എൻ്റെ തലയിൽ കയറുന്നുണ്ട്, എനിക്ക് ഇവിടെ നിന്ന് തന്നെ പഠിച്ചു പോകാൻ പറ്റുന്നുണ്ട്. അത് എൻ്റെ ക്ലാസ്സിൽ തന്നെ ചിലപ്പോൾ തോന്നണമെന്നില്ല. ഇവിടെ തോന്നുന്ന ആളുകളുണ്ട്, പക്ഷെ ഇവിടെ അങ്ങനെ നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഈ ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്ത് പോവുക. പഠിപ്പിക്കുന്ന കാര്യങ്ങൾ നല്ല രീതിയിൽ തന്നെ പഠിച്ചു പോവുക. ഇനി ഈ ക്ലാസ് നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ വേറെ നല്ല ചാനലുകൾ കണ്ടുപിടിക്കുക. നല്ല രീതിയിൽ തന്നെ ഇപ്പോൾ തന്നെ പഠിച്ചു പോവുക. ആ സമയത്ത് തുടങ്ങാന്ന് പറഞ്ഞിരിക്കരുത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. നല്ല രീതിയിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നല്ല പ്രാർത്ഥനയോടുകൂടെ തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവർക്കും വേണ്ടി ഞാൻ എന്തായാലും പ്രാർത്ഥിക്കും. നല്ല മാർക്ക് എല്ലാവർക്കും സ്കോർ ചെയ്യാൻ സാധിക്കട്ടെ. ഒരുപാട് കഷ്ടപ്പാടുള്ള ഒരുപാട് ആളുകളുണ്ട്, എനിക്കറിയാം. ഒരുപാട് കഥകൾ ഞാൻ കേൾക്കുന്നതാണ്. ഒരുപാട് ആളുകൾ മെസ്സേജ് അയച്ച് പറയാറുണ്ട്, സാറേ ഒരുപാട് ബുദ്ധിമുട്ടുകൾ പറയാറുണ്ട്. ആ ബുദ്ധിമുട്ടുകളൊന്നും നമുക്ക് മറ്റുള്ളവരുമായി ഷെയർ ചെയ്യാൻ പറ്റില്ല. പക്ഷേ കേട്ടാൽ നല്ല സങ്കടം തോന്നിപ്പോകും. അപ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾക്കിടയിലാണ് പലരും പഠിക്കുന്നത്. നമ്മൾ മാത്രമല്ല, ഒരുപാട് ആളുകൾ അങ്ങനെയാണ് പഠിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഈ പ്രശ്നങ്ങൾ നിങ്ങൾക്ക്, അതായത് ഈ പ്രശ്നങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് മറികടക്കണമെങ്കിൽ, ഈ പ്രശ്നങ്ങൾക്ക് ഒരു സൊല്യൂഷൻ ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ ഈ ജോലി ഉണ്ട്. അതായത് ഈ ജോലി നേടിക്കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങൾക്കുള്ള സൊല്യൂഷൻ ആവും. നിങ്ങളുടെ ഫാമിലിയെ നിങ്ങൾക്കൊന്ന് പിടിച്ചു നിർത്താൻ ചിലപ്പോൾ ഇതുകൊണ്ട് പറ്റും. ഒരുപാട് പൈസയുടെ പ്രശ്നമായാലും മറ്റ് പല പ്രശ്നങ്ങളായാലും ഈ ജോലി നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾക്ക് അതൊരു മറയാവും. ഓക്കെ, അപ്പോൾ ഒരു ഷീൽഡായിട്ട് ഈ ജോലിയെ ഒപ്പം തന്നെ കൊണ്ടുപിടിക്കണം. അപ്പോൾ ഈ ജോലി എന്തായാലും നേടുമെന്ന വിശ്വാസം നിങ്ങൾക്ക് ഉണ്ടാവണം. അപ്പോൾ നന്നായി തന്നെ പഠിച്ചു തുടങ്ങുക. അപ്പോൾ അധികം ഒന്നും പറയുന്നില്ല, നമുക്ക് നേരെ നമ്മുടെ ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് 5 തെങ്ങ് കലാപത്തിനെ പറ്റി നോക്കാം. എപ്പോഴും ഇതുപോലത്തെ എക്സാമുകൾക്കൊക്കെ എപ്പോഴും കാണുന്ന ഒരു ഭാഗമാണ്. ഒന്നല്ലെങ്കിൽ 5 തെങ്ങ് കലാപം, അല്ലെങ്കിൽ ആറ്റിങ്ങൽ കലാപം, അല്ലെങ്കിൽ ആരുണ്ടാവും പഴശ്ശി കലാപം. ഇവരെ 3 ആളിൽ ഒരാളെ എപ്പോഴും പ്രതീക്ഷിച്ചിട്ട് പോകണം. അപ്പൊ 5 തെങ്ങ് കലാപം, ആറ്റിങ്ങൽ ഉമയമ്മ റാണി. ആരാണ് ഈ ആറ്റിങ്ങൽ ഉമയമ്മ റാണി? എന്താണ് 5 തെങ്ങ് കലാപം? 5 തെങ്ങ് കലാപം എന്താണ്? കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യ കലാപം ഏതാന്ന് ചോദിച്ചാൽ അത് 5 തെങ്ങ് കലാപമാണ്. ആദ്യ കലാപം. എന്നാൽ ആദ്യ സംഘടിത കലാപമാണ് ചോദ്യം വരുന്നതെങ്കിൽ അതാണ് ആറ്റിങ്ങൽ കലാപം. അപ്പൊ ശ്രദ്ധിച്ചു പഠിക്കുക. കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യ കലാപമാണ് 5 തെങ്ങ് കലാപം. ആദ്യ കലാപം 5 തെങ്ങ് കലാപം. 5 തെങ്ങ് കലാപം നടന്ന വർഷം എപ്പോഴാണ്? 1697 5 തെങ്ങ് കലാപം നടന്നത്. അപ്പൊ എപ്പോഴാണ്? 1697 5 തെങ്ങ് കലാപം നടന്നത്. കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യ കലാപമാണ് 5 തെങ്ങ് കലാപം. നടന്ന വർഷം 1697. 1697 5 തെങ്ങ് കലാപം നടന്നത്. വർഷങ്ങളുടെ കാര്യമൊന്നും നിങ്ങൾ പേടിക്കണ്ട കേട്ടോ. വർഷങ്ങളൊക്കെ നമുക്ക് നല്ല സിമ്പിൾ ആയിട്ട് തന്നെ സെറ്റ് ആക്കിയിട്ട് പോവാം. നമ്മൾ വർഷങ്ങളുടെ, കേരള ചരിത്രത്തിലെ വർഷങ്ങളുടെ ഒരു ക്ലാസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ആ ക്ലാസ് നിങ്ങൾ ജസ്റ്റ് കേട്ടിരുന്നാൽ മതി. അവിടെ നോട്ടുകളോ കാര്യങ്ങളോ ഒന്നുമില്ല. ജസ്റ്റ് കേട്ടിരുന്നാൽ തന്നെ നിങ്ങൾ പഠിച്ചു പോയിക്കോളും. അപ്പോൾ ആ ക്ലാസ് കാണാത്തവരാണെങ്കിൽ തീർച്ചയായും കാണുക. നമ്മുടെ ചാനൽ സെർച്ച് ചെയ്താൽ കിട്ടും. അപ്പോൾ വർഷങ്ങളുടെ ക്ലാസ് ജസ്റ്റ് ഹെഡ്സെറ്റ് വെച്ച് കേൾക്കുക, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കണ്ടിരുന്നാൽ തന്നെ നിങ്ങൾ അവിടെ നിന്ന് തന്നെ പഠിച്ചു പോകും. ആ ഒരു ഉറപ്പ് ഞാൻ നിങ്ങൾക്ക് തരാം. അപ്പോൾ വർഷങ്ങളുടെ കാര്യത്തിലൊന്നും ടെൻഷൻ അടിക്കണ്ട, നമ്മൾ ഇവിടുന്ന് തന്നെ പഠിച്ചു പോകും. അപ്പോൾ 5 തെങ്ങ് കലാപം നടന്ന വർഷം എപ്പോഴാന്ന് ചോദിച്ചാൽ 1697. 5 തെങ്ങ് കലാപം നടന്ന വർഷം 1697. ഇതാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് ഇവിടെ പഠിക്കാനുള്ള വർഷം, 1697. ആരാണ് ഈ ആറ്റിങ്ങൽ ഉമയമ്മ റാണി? ആറ്റിങ്ങൽ ഉമയമ്മ റാണി ആരാണ്?
5 തെങ്ങിൽ കോട്ട പണിയാൻ ബ്രിട്ടീഷുകാർക്ക് അനുമതി നൽകിയത് ആരാന്ന് ചോദ്യം വരും. ശ്രദ്ധിച്ചു പഠിച്ചോ. 5 തെങ്ങിൽ കോട്ട പണിയാൻ ബ്രിട്ടീഷുകാർക്ക് അനുമതി നൽകിയത് ആരാന്ന് ചോദിച്ചാൽ അതാരാണ്? ആറ്റിങ്ങൽ റാണി അല്ലെങ്കിൽ ആറ്റിങ്ങൽ ഉമയമ്മ റാണിയാണ്. ആറ്റിങ്ങൽ ഉമയമ്മ റാണിയാണ് 5 തെങ്ങിൽ കോട്ട പണിയാൻ ബ്രിട്ടീഷുകാർക്ക് അനുമതി നൽകിയത്. ഫാക്ടറി പണിയാൻ അനുമതി നൽകിയത് എപ്പോഴാന്ന് ചോദിച്ചാൽ 1684 എന്നാൽ കോട്ട പണിയാൻ അനുമതി നൽകിയത് 90-ലാണ്. ഓക്കെ, 90-ലാണ്. 5 തെങ്ങിൽ കോട്ട പണിയാൻ അനുമതി നൽകിയത് എപ്പോഴാന്ന് ചോദിച്ചാൽ 1690-ലാണ്. കോട്ട നിർമ്മാണം പൂർത്തിയായത് എപ്പോഴാന്ന് ചോദിച്ചാൽ 95-ലാണ്. ഇത് ഞാൻ കഥ പോലെ പറഞ്ഞുതരാം, സിമ്പിൾ ആയിട്ട് തന്നെ പറഞ്ഞുതരാം. ഒന്ന് ആലോചിച്ച് നോക്ക്. ബ്രിട്ടീഷുകാർ ഇവിടെ നമ്മുടെ സ്ഥലത്ത് വന്നിട്ട് ബ്രിട്ടീഷുകാർ സ്ഥാപിക്കണം, അതായത് ഒരു കോട്ട സ്ഥാപിക്കുകയാണ്. ഈ കോട്ട സ്ഥാപിക്കുന്നത് തന്നെ എന്ത് പറ്റില്ല, ഈ നാട്ടുകാർക്ക് അത്ര പറ്റില്ല. കാരണം എന്താ, അവർ സ്ഥിരമായിട്ട് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വഴിയിലാണ് ഇവർ വന്നിട്ട് കോട്ട പണിതത്. സ്വാഭാവികമായിട്ടും ഈ കോട്ടയുടെ മുമ്പിൽ ആരുണ്ടാവും? കാവൽക്കാരുണ്ടാവും. അപ്പൊ എന്തുണ്ടാവും? സഞ്ചാരത്തിനൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. സഞ്ചാര സ്വാതന്ത്ര്യം ഇവരുടെ നഷ്ടപ്പെടുകയാണ്. അപ്പൊ തന്നെ അതന്നെ ഇവരെ എന്താക്കും? ഇവരെ രോഷാകുല ആരെ? നാട്ടുകാരെ രോഷാകുലരാക്കും. ഓക്കെ, അപ്പോ 1690 ആരാണ് അതിന് അനുമതി നൽകിയത്? ആറ്റിങ്ങൽ റാണിയാണ്. ആറ്റിങ്ങൽ റാണി അതിന് അനുമതി നൽകിയത് നാട്ടുകാർക്ക് അത്ര പറ്റിയിട്ടൊന്നുമില്ല. കാരണം ബ്രിട്ടീഷുകാർക്ക് അവിടെ ഒരു കോട്ട പണിയാനുള്ള അനുമതി നൽകുകയാണ്. അപ്പൊ അതെന്താ, നാട്ടുകാർക്ക് അത്ര പറ്റിയിട്ടൊന്നുമില്ല. പിന്നെ അതിനുശേഷം കുരുമുളകിന്റെ വ്യാപാര കുത്തക ബ്രിട്ടീഷുകാർ പിടിച്ചെടുക്കുകയാണ്. കുരുമുളകിന്റെ വ്യാപാര കുത്തക. അപ്പൊ ചോദ്യം വരും, 5 തെങ്ങ് കലാപത്തിന്റെ പ്രധാന കാരണം എന്താന്ന് ചോദിച്ചാൽ കുരുമുളകിന്റെ വ്യാപാര കുത്തക ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തതാണ്. കുരുമുളകിന്റെ വ്യാപാര കുത്തക ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തതിനെ തുടർന്നാണ് 5 തെങ്ങ് കലാപം ഉണ്ടായത്. ഓക്കെ, അപ്പൊ നാട്ടുകാർ ഫാക്ടറി ആക്രമണം നടത്തിയത് എപ്പോഴാണ്? 1697. 1697-ലാണ്. അപ്പൊ 5 തെങ്ങ് കലാപം നടന്ന വർഷമാണ് 1697. അപ്പൊ ആദ്യം തന്നെ സഞ്ചാര സ്വാതന്ത്ര്യം നഷ്ടപ്പെടുന്നുണ്ട്. സഞ്ചാര സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടാൽ തന്നെ നാട്ടുകാർ എന്താവും? രോഷാകുലരാവും. പിന്നെ അവർക്ക് എന്താ വേണ്ടത്? നല്ലൊരു കാരണം വേണം. പിന്നെയും ഒരു നല്ലൊരു കാരണത്തിന് വേണ്ടി ഇവർ കാത്തിരിക്കുകയാണ്. ആ സമയത്താണ് എന്ത് ചെയ്യുന്നത്? കുരുമുളകിന്റെ വ്യാപാര കുത്തക ബ്രിട്ടീഷുകാർ പിടിച്ചെടുക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും? നാട്ടുകാര് അതിലിടപെടും, നാട്ടുകാര് ആക്രമണം നടത്തും. ഓക്കെ, അങ്ങനെയാണ് 5 തെങ്ങ് കലാപം ഉണ്ടായത്. നമ്മൾ ഇവിടെ എന്തൊക്കെ പഠിക്കണം? ഒന്ന്, 5 തെങ്ങിൽ കോട്ട പണിയാനുള്ള അനുമതി നൽകിയത് ആരാണ്? ആറ്റിങ്ങൽ ഉമയമ്മ റാണി. 5 തെങ്ങിൽ കോട്ട പണിയാനുള്ള അനുമതി നൽകിയത് അല്ലേ? 5 തെങ്ങ് കലാപത്തിന് കാരണമായ 5 തെങ്ങിൽ കോട്ട പണിയാനുള്ള അനുമതി നൽകിയത് ആരാന്ന് ചോദിച്ചാൽ ആറ്റിങ്ങൽ ഉമയമ്മ റാണിയാണ്. കോട്ട പണിയാൻ അനുമതി നൽകിയ വർഷം 1690-ഉം കോട്ട പണി കഴിപ്പിച്ച 1695-ലുമാണ്. 5 തെങ്ങിലാണ് കോട്ട. അപ്പൊ 5 വർഷം എടുത്തു. ഓക്കെ, 5 തെങ്ങിലെ കോട്ട 5 വർഷം കൊണ്ടാണ് പണിതത്. 1695-ലാണ് കോട്ട പണി കഴിപ്പിച്ചത്. 1697-ലാണ് കലാപം ഉണ്ടായത്, 5 തെങ്ങ് കലാപം. അതായത് നാട്ടുകാർ ആക്രമിച്ചത് എപ്പോഴാന്ന് ചോദിച്ചാൽ 1697-ലാണ്. ഇപ്പൊ എന്തൊക്കെ പഠിച്ചു? 5 തെങ്ങിൽ കോട്ട പണിയാനുള്ള അനുമതി നൽകിയത് ആറ്റിങ്ങൽ ഉമയമ്മ റാണി. ഫാക്ടറി പണിയാൻ അനുമതി നൽകിയ വർഷം 1684. എപ്പോഴാണ് ഫാക്ടറി പണിയാൻ അനുമതി നൽകിയത്? 1684. 5 തെങ്ങിൽ ഫാക്ടറി പണിയാൻ അനുമതി നൽകിയത് 1684-ലാണ്. 5 തെങ്ങിൽ കോട്ട പണിയാൻ അനുമതി നൽകിയത് 1690-ലാണ്. 1690-ലാണ് 5 തെങ്ങിൽ കോട്ട പണിയാനുള്ള അനുമതി നൽകിയത്. 1690-ലാണ് 5 തെങ്ങിൽ കോട്ട പണിയാനുള്ള അനുമതി നൽകിയത്. ഈ കോട്ട എപ്പോഴാണ് പണി കഴിപ്പിച്ചത്? എപ്പോഴാണ്? 1695-ലാണ്. 1695. എന്നിട്ട് അതിനെ തുടർന്ന് ആക്രമണം നടത്തിയത്, നാട്ടുകാർ ആക്രമിച്ചത് എപ്പോഴാണ്? 1697. പ്രദേശവാസികൾ ഫാക്ടറി ആക്രമിച്ചത് എപ്പോഴാണ്? 1697. പ്രധാന കാരണം എന്തെന്ന് ചോദ്യം വന്നാൽ അതെന്താണ്? പ്രധാന കാരണം കുരുമുളകിന്റെ വ്യാപാര കുത്തക ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തു. 5 തെങ്ങ് കലാപത്തിന്റെ പ്രധാനപ്പെട്ട കാരണം എന്താന്ന് ചോദിച്ചാൽ കുരുമുളകിന്റെ വ്യാപാര കുത്തക ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തു. ഓക്കെ, അടുത്തത് ആറ്റിങ്ങൽ കലാപം. അപ്പൊ 5 തെങ്ങ് കലാപം ഏകദേശം ഒരു ഐഡിയ കിട്ടില്ല. ആദ്യം നമ്മൾ എന്ത് പഠിക്കണം? കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യ കലാപമാണ് 5 തെങ്ങ് കലാപം. കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യ കലാപമാണ് 5 തെങ്ങ് കലാപം. ഓക്കെ, 5 തെങ്ങ് എവിടെയാണ്? ഏത് ജില്ലയിലാണെന്നൊക്കെ ചോദ്യം വന്നാലോ? 5 തെങ്ങ് ഏത് ജില്ലയിലാണ്? എത്ര ആളുകൾക്ക് അറിയാം 5 തെങ്ങ് ഏത് ജില്ലയിലാണെന്ന്? ഗാന്ധിജി നിത്യഹരിത നഗരം എന്ന് വിശേഷിപ്പിച്ച ഒരു ജില്ല ഉണ്ടല്ലോ, ഏതാണ്? ഗാന്ധിജി നിത്യഹരിത നഗരം എന്ന് വിശേഷിപ്പിച്ച ആ ജില്ല ഏതാണ്? പ്രതിമകളുടെ നഗരം എന്നറിയപ്പെടുന്നത്, പ്രതിമകളുടെ നഗരം എന്നറിയപ്പെടുന്ന ജില്ല ഏതാണ്? രണ്ടും തിരുവനന്തപുരമാണ് കേട്ടോ. അപ്പൊ എന്തൊക്കെ പഠിച്ചു? പ്രതിമകളുടെ നഗരം എന്നറിയപ്പെടുന്നു, ഗാന്ധിജി നിത്യഹരിത നഗരം എന്ന് വിശേഷിപ്പിച്ചതുമായ തിരുവനന്തപുരം അല്ലെ, നമ്മുടെ കേരളത്തിന്റെ തലസ്ഥാനമായ തിരുവനന്തപുരം. അപ്പൊ തിരുവനന്തപുരത്താണ് എന്ത് സ്ഥിതി ചെയ്യുന്നത്? 5 തെങ്ങ് സ്ഥിതി ചെയ്യുന്നത്. 5 തെങ്ങിൽ ഫാക്ടറി പണിയാൻ അനുമതി നൽകിയ വർഷം ഒന്നാലോചിച്ച് നോക്ക്, കിട്ടിയില്ലേ? 1684. കൂടെ പറഞ്ഞു പോയിക്കോ, 1684-ലാണ് ഫാക്ടറി പണിയാൻ അനുമതി
നൽകിയത്? കോട്ട പണിയാൻ അനുമതി നൽകിയത് 1690-ലാണ്. അനുമതി നൽകിയത് ആരാണ്? ആറ്റിങ്ങൽ ഉമയമ്മ റാണിയാണ്. ഇനി കോട്ട പണി കഴിപ്പിച്ച വർഷമാണ് ചോദ്യം വരുന്നതെങ്കിലോ 1695-ലാണ്. 1695-ലാണ്. ഇനി എപ്പോഴാണ് അഞ്ചുതെങ്ങ് കലാപം നടന്നത് എന്നൊരു ചോദ്യം വന്ന 1697-ലാണ്. 1697-ലാണ് അഞ്ചുതെങ്ങ് കലാപം. കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യ കലാപമാണ് അഞ്ചുതെങ്ങ് കലാപം. ഇതൊരു സംഘടിത കലാപമല്ല, സംഘടിച്ച് നടത്തിയതൊന്നല്ല, കുറച്ച് ആളുകൾ നടത്തിയതാണ്. ഓക്കെ, അപ്പൊ സംഘടിച്ച് എല്ലാവരും കൂടെ ചേർന്ന് അങ്ങനെ നടത്തിയത് സംഘടിത കലാപമല്ല. അപ്പൊ ആദ്യ കലാപം ഏതാന്ന് ചോദിച്ചാൽ അഞ്ചുതെങ്ങ് കലാപം 1697. ഇനി നമുക്ക് പഠിക്കാനുള്ളതാണ് ആറ്റിങ്ങൽ കലാപം. എന്താണ് ആറ്റിങ്ങൽ കലാപം? കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യ സംഘടിത കലാപമാണ് ആറ്റിങ്ങൽ കലാപം. സംഘടിച്ച് നടക്കുന്നതാണ്. ഒരുപാട് ആളുകൾ കൂടിച്ചേർന്ന് സംഘടിച്ച് എല്ലാവരും ഒത്തൊരുമയോടെ നടത്തിയ ഒന്നാണ്. അപ്പൊ അങ്ങനെ ആലോചിക്കുക, സംഘടിച്ച് നമ്മൾ എങ്ങനെ സംഘടിച്ചുകൊണ്ടാണ് ആറ്റിലേക്ക് കുളിക്കാൻ പോകുക അല്ലെ? നമ്മൾ ചെറുപ്പത്തിലൊക്കെ ആറ്റിലേക്ക് കുളിക്കാൻ പോകുന്നത് ആലോചിച്ചാൽ മതി. ചെറുപ്പം എപ്പോൾ പോകുന്നതാണെങ്കിലും സംഘടിച്ചിട്ട് ഒറ്റക്ക് പോയി കുളിക്കൊന്നുമില്ല. അപ്പൊ ആറ്റിലേക്ക് കുളിക്കാൻ പോകുന്നത് സംഘടിച്ചുകൊണ്ടാണ് ആറ്റിലേക്ക് കുളിക്കാൻ പോവുക. അപ്പൊ കിട്ടുമല്ലോ. ആദ്യ സംഘടിത കലാപം ഏതാന്ന് ചോദിച്ചാൽ ഏതാണ്? ആറ്റിങ്ങൽ കലാപം. വേണാട് ഭരണാധികാരി ചോദ്യം വരും. ആറ്റിങ്ങൽ കലാപ സമയത്തെ വേണാട് ഭരണാധികാരി ആരെന്ന് ചോദ്യം വന്നാൽ അത് ആദിത്യവർമ്മയാണ്. ആറ്റിങ്ങൽ കലാപ സമയത്തെ വേണാട് ഭരണാധികാരി. ആറ്റിങ്ങൽ ആദിത്യൻ. കണക്ട് ചെയ്തോ? ആറ്റിങ്ങൽ കലാപ സമയത്തെ വേണാട് ഭരണാധികാരി ആരാണ്? ആദിത്യവർമ്മ. ആറ്റിങ്ങൽ റാണി ഇവിടെ കണക്റ്റഡ് അല്ല. ആറ്റിങ്ങൽ കലാപവുമായിട്ട് ആറ്റിങ്ങൽ റാണി ഇപ്പോ കണക്റ്റഡ് അല്ല. ഓക്കെ, ആറ്റിങ്ങൽ റാണി കണക്റ്റഡ് ആണ്. പക്ഷെ വേണാട് ഭരണാധികാരി ആറ്റിങ്ങൽ റാണിയുടെ പറഞ്ഞുതരാം. വേണാട് ഭരണാധികാരി ആരെന്ന് ചോദ്യം വന്ന അതാരാണ്? ആദിത്യവർമ്മ. ആറ്റിങ്ങൽ റാണിയെ നമുക്ക് പ്രധാനമായിട്ടും എവിടെയാണ് പഠിക്കാനുള്ളത്? അത് അഞ്ചുതെങ്ങിൽ കോട്ട പണിയാനുള്ള അനുമതി നൽകിയത്. അപ്പോ അടുത്തത് നോക്കാം. ബ്രിട്ടീഷുകാർ റാണിക്കുള്ള സമ്മാനങ്ങളുമായി പോകവേ നാട്ടുകാർ അവരെ ആക്രമിച്ചത്. അതായത് എന്താണ് ഈ ആറ്റിങ്ങൽ കലാപം? ഓൾറെഡി അഞ്ചുതെങ്ങ് കലാപം നടന്നിട്ട് ഏകദേശം ഒരു നാട്ടുകാരൊന്നും, അതായത് പ്രദേശവാസികളൊന്നും അത്ര നല്ല രസത്തിലല്ലാതെ ഇരിക്കുന്ന ഒരു സമയമാണ്. ഈ സമയത്താണ് ബ്രിട്ടീഷുകാർ എന്ത് ചെയ്യുന്നത്? റാണിയുമായിട്ട് നല്ല സൗഹൃദത്തിലായി കൊണ്ടിരിക്കുകയാണ്. റാണിക്കുള്ള പാരിതോഷികങ്ങൾ എപ്പോഴും സമ്മാനങ്ങളുമായിട്ട് ഇങ്ങനെ അങ്ങോട്ട് പോവുക. അപ്പൊ ഇതൊന്നും ആർക്ക് പറ്റുന്നില്ല? പ്രദേശവാസികൾക്ക് ഇത് അത്ര ദഹിക്കണില്ല. അപ്പൊ പ്രദേശവാസികൾ സ്വാഭാവികമായിട്ടും ഇതിൽ ഇടപെട്ട് പറയാണ്, അവരോട് ചെന്ന് പറയാണ്, ഇനി റാണിക്കുള്ള എന്തെങ്കിലും കൊടുക്കാനുണ്ടെങ്കിൽ ഞങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചാൽ മതി, ഞങ്ങൾ കൊണ്ടുപോയി കൊടുത്തോളാം. ഇത് ആരാണ് പറയുന്നത്? അതായത് ഈ ആറ്റിങ്ങൽ കലാപം നമ്മൾ പറഞ്ഞു സംഘടിത കലാപമാണെന്ന് നമ്മൾ പറഞ്ഞു. ഇങ്ങനെ ഒരു സംഘടിത കലാപം നടക്കണമെങ്കിൽ അതിനൊരു നേതാവ് ഉണ്ടാവും അല്ലേ? ആരായിരുന്നു ആ നേതാക്കൾ ഉണ്ടായിരുന്നത്? എട്ടുവീട്ടിൽ പിള്ളമാരാണ് ആറ്റിങ്ങൽ കലാപത്തിന് നേതൃത്വം നൽകിയത്. ഈ എട്ടുവീട്ടിൽ പിള്ളമാരുടെ നേതാവ് ആരെന്ന് ചോദ്യം വരാറുണ്ട്. അതാണ് കുടമൻ പിള്ള. എട്ടുവീട്ടിൽ പിള്ളമാരുടെ നേതാവാണ് കുടമൻ പിള്ള. എട്ടുവീട്ടിൽ പിള്ളമാരുടെ നേതാവ് ആരാണ്? കുടമൻ പിള്ള. എട്ടുവീട്ടിൽ പിള്ളമാരുടെ നേതാവാണ് കുടമൻ പിള്ള. ആറ്റിങ്ങൽ കലാപത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? എട്ടുവീട്ടിൽ പിള്ളമാർ. എട്ടുവീട്ടിൽ പിള്ളമാരാണ് ആറ്റിങ്ങൽ കലാപത്തിന് നേതൃത്വം നൽകിയത്. ആരാണ് ആറ്റിങ്ങൽ കലാപത്തിന് നേതൃത്വം നൽകിയത്? എട്ടുവീട്ടിൽ പിള്ളമാരാണ്. എട്ടുവീട്ടിൽ പിള്ളമാർ. അങ്ങനെ ഇവര് റാണിക്കുള്ള പാരിതോഷികങ്ങളുമായിട്ട് പിന്നെ പോവാണ്. പിന്നെ ഇവര് നാട്ടുകാർ പറയുന്നു, അതായത് പ്രദേശവാസികൾ പറയുന്നൊന്നും കേൾക്കാതെ പിന്നെ ഇവര് ആർക്കുള്ള റാണിക്കുള്ള സമ്മാനങ്ങളുമായിട്ട് പോവാണ്. എത്ര ആളുകളാണ് പോയത്? 140 ആളുകളും അതിന്റെ ഒരു നേതാവ് ഉണ്ടായിരുന്നു. ഒരു നേതാവിനെ നമുക്ക് പഠിക്കാണ്ട്. ആരാണ്? ഗിഫോർഡ്. ഈ പേര് പഠിച്ചു വെച്ചോ, നമുക്ക് പഠിക്കാണ്ട് പറഞ്ഞുതരാം. ഗിഫോർഡ്. ഓക്കെ, 140+1 141 ആളുകളാണ് ടോട്ടൽ പോയത്. 141 ആളുകളാണ് ടോട്ടൽ എങ്ങോട്ട് പോയത്? റാണിക്കുള്ള പാരിതോഷികങ്ങളുമായിട്ട് പോയത്. ഓക്കെ, അപ്പോൾ ബ്രിട്ടീഷുകാർ റാണിക്കുള്ള സമ്മാനങ്ങളുമായി പോകവേ നാട്ടുകാർ അവരെ ആക്രമിച്ചത്. നാട്ടുകാർ എന്ത് ചെയ്യാണ്? ആക്രമിക്കുകയാണ്. അങ്ങനെ എല്ലാവരെയും വധിക്കുകയാണ് കേട്ടോ, എല്ലാവരെയും കൊന്നുകളയാണ്. 1721 ഏപ്രിൽ 15. ഡേറ്റ് പഠിച്ചു വെച്ചോ. ആറ്റിങ്ങൽ കലാപം ഏതാണ് വർഷം? 1721. എപ്പോഴാണ്? 1721 ആറ്റിങ്ങൽ കലാപം. 1721 ഏപ്രിൽ 15 അറ്റാക്ക് ഉണ്ടായത്. അതായത് ആക്രമണം നടത്തിയത് എപ്പോഴാണ്? 1721 ഏപ്രിൽ 15. ആറ്റിങ്ങൽ കലാപം എന്നാണ്? 1721 ഏപ്രിൽ 15. അഞ്ചുതെങ്ങ് കലാപം എപ്പോഴാണ്? 1697. അഞ്ചുതെങ്ങ് കലാപം 1697. ആറ്റിങ്ങൽ കലാപം 1721. അഞ്ചുതെങ്ങിൽ കോട്ട പണി കഴിപ്പിച്ചത് എപ്പോഴാണ്? കോട്ടയുടെ പണി കഴിഞ്ഞത് എപ്പോഴാണ്? 1695. കോട്ട പണിയാനുള്ള അനുമതി നൽകിയത് എപ്പോഴാണ്? 1690.
ഫാക്ടറി പണിയാനുള്ള അനുമതി നൽകിയത് എപ്പോഴാണ്? 1684. ഇത്ര കാര്യങ്ങൾ സെറ്റ് ആയില്ലേ? ആരാണ് കോട്ട പണിയാനുള്ള അനുമതി നൽകിയത്? ആറ്റിങ്ങൽ ഉമയം റാണി. അങ്ങനെ ഈ ആറ്റിങ്ങൽ ഉമയം റാണിക്ക് സമ്മാനങ്ങളുമായിട്ട്, റാണിനെ എപ്പോഴും ഇങ്ങനെ സോപ്പിട്ട് നിർത്തണം, അപ്പൊ അതിന് വേണ്ടിയിട്ട് സമ്മാനങ്ങളുമായിട്ട് പോവുകയാണ്. അപ്പോൾ ആ പോകുന്നതിനിടയിലാണ് എന്ത് നടന്നത്? ആക്രമണം നടന്നത്. അങ്ങനെ ഈ 141 ആളുകളെയും വധിക്കാണ്. 141 ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥത, 140 ഇംഗ്ലീഷ് കച്ചവടക്കാരും അവരുടെ നേതാവ് ഗിഫോർഡും കൊല്ലപ്പെട്ടു. എല്ലാവരെയും കൊന്നുകളയാണ്. ശേഷം അവരെ വാമനപുരം നദിയിലേക്ക് അവരുടെ ജഡങ്ങൾ എറിയാണ്. അപ്പൊ അതും ജസ്റ്റ് ഒന്ന് എക്സ്ട്രാ പോയിന്റ് ആയിട്ട് പഠിച്ചു വെച്ചോ. ചിലപ്പോൾ കേട്ടിട്ടൊന്നും ഉണ്ടാവില്ല, പലരും ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും. വാമനപുരം നദിയിലേക്കാണ് ഇവരുടെയൊക്കെ ജഡങ്ങൾ എടുത്ത് എറിഞ്ഞത്. ടോട്ടൽ എത്ര ആളുകളുണ്ട്? 141 ആളുകളുണ്ട്. 141 ഇംഗ്ലീഷ് 140 ഇംഗ്ലീഷ് കച്ചവടക്കാരും അവരുടെ നേതാവായ ഗിഫോർഡും. ഈ പേര് എപ്പോഴും ചോദ്യം വരും. ആറ്റിങ്ങൽ കലാപത്തിൽ വധിക്കപ്പെട്ട ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ ആരാണ്? ആറ്റിങ്ങൽ കലാപത്തിൽ വധിക്കപ്പെട്ട ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ ഗിഫോർഡ് ആണ്. ഗിഫോർഡ് ആറ്റിങ്ങൽ കലാപത്തിൽ വധിക്കപ്പെട്ട ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാണ് ഗിഫോർഡ്. ആറ്റിങ്ങൽ കലാപത്തിൽ വധിക്കപ്പെട്ട ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാണ് ഗിഫോർഡ്. ഇപ്പൊ കുറച്ച് കൺഫ്യൂഷൻ ഒക്കെ വന്നു. ഞാൻ സെറ്റാക്കി തരട്ടെ. നമ്മൾ എന്തൊക്കെ പേരുകൾ ഇപ്പൊ പഠിച്ചു? അതായത് 5 തെങ്ങിൽ കോട്ട പണിയാനുള്ള അനുമതി നൽകിയത് ആരാണ്? ആറ്റിങ്ങൽ ഉമയമ്മ റാണിയാണ് അല്ലെ? ആറ്റിങ്ങൽ റാണിയാണ് 5 തെങ്ങിൽ കോട്ട പണിയാനുള്ള അനുമതി നൽകിയത്. പിന്നെ നമ്മൾ എന്ത് പഠിച്ചു? ആറ്റിങ്ങൽ കലാപം 1721 നടന്ന ആറ്റിങ്ങൽ കലാപ സമയത്തെ വേണാട് ഭരണാധികാരി നമുക്ക് പഠിക്കാണ്ട് ആദിത്യവർമ്മ. ആരാണ്? ആദിത്യവർമ്മ. എവിടെ? ആദിത്യവർമ്മയാണ് വേണാട് ഭരണാധികാരി. പിന്നെ നമ്മൾ ഏത് പേര് പഠിച്ചു? ഈ കലാപത്തിന്, ആറ്റിങ്ങൽ കലാപത്തിന് നാട്ടുകാരുടെ നേതാക്കൾ ആരായിരുന്നു? 8 വീട്ടിൽ പിള്ളമാരായിരുന്നു. ഓക്കെ, സംഘടിച്ച് നടത്തുകയാണ്. അപ്പൊ സംഘടിക്കണമെങ്കിൽ അവരെ സംഘടിപ്പിക്കാൻ ഒരാൾ വേണം. അപ്പൊ 8 വീട്ടിൽ പിള്ളമാരാണ്. ഈ 8 വീട്ടിൽ പിള്ളമാരുടെ നേതാവായിരുന്നു ആര്? കുടമൻ പിള്ള. 8 വീട്ടിൽ പിള്ളമാരുടെ നേതാവാണ് കുടമൻ പിള്ള. 8 വീട്ടിൽ പിള്ളമാരുടെ നേതാവാണ് കുടമൻ പിള്ള. പഠിച്ചു വെച്ചോ. 8 വീട്ടിൽ പിള്ളമാരുടെ നേതാവാണ് കുടമൻ പിള്ള. എക്സ്ട്രാ പോയിന്റ് ആണ്, ചിലപ്പോൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, ബാക്കിയുള്ളവർക്ക് കിട്ടാത്തൊരു മാർക്ക് നിങ്ങൾക്ക് ചിലപ്പോൾ കിട്ടും. അപ്പോൾ 8 വീട്ടിൽ പിള്ളമാരുടെ നേതാവാരാണ്? കുടമൻ പിള്ള. ആറ്റിങ്ങൽ കലാപ സമയത്തെ വേണാട് ഭരണാധികാരി ആരെന്ന് ചോദ്യം വന്ന ആരാണ്? ആദിത്യവർമ്മ. ആദിത്യവർമ്മ. പിന്നെ ആർക്കുള്ള പാരിതോഷികങ്ങളുമായിട്ട്, ആർക്കുള്ള സമ്മാനങ്ങളുമായിട്ടാണ് ഇവർ പോയിരുന്നത്? ആർക്കാണ്? ആറ്റിങ്ങൽ റാണി അല്ലെ? റാണിക്കുള്ള സമ്മാനങ്ങളുമായിട്ട് പോകവേ എന്നാണ് ആക്രമണം നടന്നത്? 1721 ഏപ്രിൽ 15. വർഷങ്ങളൊക്കെ സിമ്പിൾ അല്ലേ? 1721 ആറ്റിങ്ങൽ കലാപം. 1697 5 തെങ്ങ് കലാപം. കോട്ട പണി കഴിപ്പിച്ചത് 95. കോട്ട പണിയാൻ അനുമതി നൽകിയത് 90. ഫാക്ടറി പണിയാൻ അനുമതി നൽകിയത് 84. ഇത്രയും വർഷങ്ങൾ ഇപ്പൊ പെർഫെക്റ്റ് ആയില്ലേ? ഓക്കെ അല്ലേ? അപ്പോൾ ഗിഫോർഡ് ആറ്റിങ്ങൽ കലാപത്തിൽ വധിക്കപ്പെട്ട ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാണ് ഗിഫോർഡ്. അങ്ങനെ കൊന്നുകളഞ്ഞ് ഇവരുടെയൊക്കെ ജഡം എങ്ങോട്ടാണ് വലിച്ചെറിഞ്ഞത്? വാമനപുരം നദി. എവിടെയാണ്? വാമനപുരം നദി. വാമനപുരം നദിയിലേക്കാണ് വലിച്ചെറിഞ്ഞത്. ഇത്രയും കാര്യങ്ങൾ പെർഫെക്റ്റ് ആയോ? ക്ലിയർ ആയോ? ഓക്കെ. അപ്പോൾ കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന, ഈ ചോദ്യം പ്രതീക്ഷിച്ചിട്ട് പോയിക്കോ, കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യ സംഘടിത കലാപം ഏതാണ്? ആറ്റിങ്ങൽ കലാപം. നമ്മൾ എങ്ങനെയാണ് ആറ്റിലേക്ക് കുളിക്കാൻ പോവുക? സംഘടിച്ചുകൊണ്ടാണ് ആറ്റിലേക്ക് കുളിക്കാൻ പോവുക. ഓക്കെ, സംഘടിച്ചുകൊണ്ട് ആറ്റിലേക്ക് കുളിക്കാൻ പോവുക. ഓക്കെ, അടുത്തത് നമുക്ക് പഴശ്ശി കലാപങ്ങൾ നോക്കാണ്ട്. അപ്പൊ ഇതുവരെ പഠിച്ച വർഷങ്ങളൊക്കെ ക്ലിയർ ആയില്ലേ? ഇനി പഴശ്ശി കലാപങ്ങളും കൂടെ ഞാൻ ഒന്ന് പറഞ്ഞു തന്നിട്ട് വർഷങ്ങളും പേരുകളും ഒക്കെ ഞാൻ സെറ്റാക്കി തരാം. ഓക്കെ, ഒന്നാം പഴശ്ശി കലാപം. ഈ പഴശ്ശി കലാപങ്ങൾ 2 ഘട്ടങ്ങളിലായിട്ടാണ് നടന്നിട്ടുള്ളത്. 1ാം ഘട്ടം, 2ാം ഘട്ടം, അങ്ങനെ 2 ഘട്ടങ്ങളിലാണ്. 1793 മുതൽ 97 വരെയാണ് 1ാം പഴശ്ശി കലാപത്തിന്റെ കാലഘട്ടം. നമ്മൾ നേരത്തെ ഒരു മിനിറ്റ് ഒരു കാര്യം കൂടെ പറഞ്ഞു തരട്ടെ. നേരത്തെ നമ്മൾ ആറ്റിങ്ങൽ കലാപം പഠിച്ചു. ഈ ആറ്റിങ്ങൽ കലാപവുമായി ബന്ധപ്പെട്ട ഒരു ഉടമ്പടി ഉണ്ട്. ആറ്റിങ്ങൽ കലാപവുമായി ബന്ധപ്പെട്ട് ഒപ്പുവെച്ച ഉടമ്പടി ഏതാന്ന് ചോദിച്ചാൽ അത് വേണാട് ഉടമ്പടിയാണ്. 1723 വേണാട് ഉടമ്പടി. വേണാട് ഉടമ്പടി. വേണാട് ഉടമ്പടി. ഇത് ചോദ്യം വരാറുണ്ട്, അതുകൊണ്ടാണ് ഞാൻ മിസ്സാക്കാതിരുന്നത്. വേണാട് ഉടമ്പടിയാണ് 1723. 1721 ആറ്റിങ്ങൽ കലാപം. അതുമായി ബന്ധപ്പെട്ട് ഒപ്പുവെച്ച ഉടമ്പടിയാണ് വേണാട് ഉടമ്പടി. ചോദ്യം കിട്ടിയോ? ആറ്റിങ്ങൽ കലാപവുമായി ബന്ധപ്പെട്ട് ഒപ്പുവെച്ച ഉടമ്പടി ഏതാണ്? വേണാട് ഉടമ്പടി. വേണാട് ഉടമ്പടി. ആറ്റിങ്ങൽ കലാപവുമായി ബന്ധപ്പെട്ട് വേണാട് ഉടമ്പടി. ആരൊക്കെ തമ്മിലാണ് വേണാട് ഉടമ്പടി ഒപ്പുവെച്ചത്? നെയ്യാറ്റിൻകരയുടെ രാജകുമാരൻ എന്ന പേരിൽ ഞാൻ എപ്പോഴും പറഞ്ഞു തരാറുണ്ട്. നെയ്യാറ്റിൻകരയുടെ രാജകുമാരൻ എന്ന് സ്വയം വിശേഷിപ്പിച്ച ഒരു ഭരണാധികാരി ഉണ്ട്. ആരാണ്? ആധുനിക തിരുവിതാംകൂറിന്റെ ശില്പി എന്നറിയപ്പെടുന്ന, ആധുനിക അശോകൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ആരാണ്? ആധുനിക അശോകൻ, ആധുനിക തിരുവിതാംകൂറിന്റെ ശില്പി, ആധുനിക തിരുവിതാംകൂറിലെ ഉരുക്കു മനുഷ്യൻ എന്നൊക്കെ അറിയപ്പെടുന്നത് ആരാണ്? മാർത്താണ്ഡവർമ്മ. ഈ മാർത്താണ്ഡവർമ്മയാണ് വേണാട് ഉടമ്പടിയിൽ ഒപ്പുവെച്ചത്. എന്ത് പേരിലാണ് ഒപ്പുവെച്ചത്? നെയ്യാറ്റിൻകരയുടെ രാജകുമാരൻ എന്ന പേരിൽ വേണാട് ഉടമ്പടിയിൽ ഒപ്പുവെച്ചത് മാർത്താണ്ഡവർമ്മ. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭാഗത്ത് നിന്നും ഒപ്പുവെച്ചത് അലക്സാണ്ടർ ഓം. അലക്സാണ്ടർ ഓം ആണ്. പഠിച്ചു വെച്ചോ, അലക്സാണ്ടർ ഓം.
അലക്സാണ്ടർ ഓം. അലക്സാണ്ടർ ഓം ആണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭാഗത്തു നിന്നും വേണാട് ഉടമ്പടിയിൽ ഒപ്പുവെച്ചത്. അപ്പൊ ആറ്റിങ്ങൽ കലാപവുമായി ബന്ധപ്പെട്ട് ഒപ്പുവെച്ച ഉടമ്പടി ഏതാണ്? വേണാട് ഉടമ്പടി. ഏതാണ്? വേണാട് ഉടമ്പടി. ആറ്റിങ്ങൽ കലാപവുമായി ബന്ധപ്പെട്ട് ഒപ്പുവെച്ച ഉടമ്പടിയാണ് വേണാട് ഉടമ്പടി. വേണാട് ഉടമ്പടിയിൽ ഒപ്പുവെച്ചത് ആരാണ്? ഇങ്ങനെയാണ് ചോദ്യം വരിക. നെയ്യാറ്റിൻകരയുടെ രാജകുമാരൻ എന്ന പേരിൽ വേണാട് ഉടമ്പടിയിൽ ഒപ്പുവെച്ചത് ആരാണ്? മാർത്താണ്ഡവർമ്മയാണ്. അല്ലെങ്കിൽ നെയ്യാറ്റിൻകരയുടെ രാജകുമാരൻ എന്ന് സ്വയം വിശേഷിപ്പിച്ചത് ആരാണ്? മാർത്താണ്ഡവർമ്മയാണ്. ആധുനിക തിരുവിതാംകൂറിന്റെ ശില്പി എന്നും തിരുവിതാംകൂറിലെ അശോകൻ എന്നും തിരുവിതാംകൂറിലെ ഉരുക്കു മനുഷ്യൻ എന്നും ഒക്കെ അറിയപ്പെടുന്ന ആരാണ്? മാർത്താണ്ഡവർമ്മയാണ് കേട്ടോ. ആരാണ്? മാർത്താണ്ഡവർമ്മ. ഓക്കെ. അപ്പൊ ആറ്റിങ്ങൽ കലാപം എപ്പോഴാണ്? ഇനി വർഷങ്ങളൊന്നും ഞാൻ പറഞ്ഞു തരട്ടെ, പെട്ടെന്നൊന്ന് പറഞ്ഞുതരാം. ആദ്യം അഞ്ചുതെങ്ങിൽ ഫാക്ടറി പണിയാൻ അനുമതി നൽകിയത് 1684. നിങ്ങൾ കൂടെ പറയോ? അഞ്ചുതെങ്ങിൽ ഫാക്ടറി പണിയാൻ അനുമതി നൽകിയത് 84. അപ്പൊ എപ്പോഴാണ് കോട്ട പണിയാൻ അനുമതി നൽകിയത്? പഠിച്ചില്ലേ? കോട്ട പണിയാൻ അനുമതി നൽകിയത് കിട്ടിയില്ലേ? 1690. സിമ്പിൾ ആയിട്ട് പഠിക്കാൻ പറ്റിയില്ലേ? ഇനി 5 വർഷം കഴിഞ്ഞിട്ടാണെന്ന് ഞാൻ പറഞ്ഞു. കോട്ട പണി കഴിപ്പിച്ചത് 5 തെങ്ങിലാണ് കോട്ട. അപ്പൊ 5 വർഷം എടുത്തു. അപ്പൊ എപ്പോഴാണ് കോട്ട പണി കഴിപ്പിച്ചത്? എപ്പോഴാണ്? കിട്ടിയില്ലേ? 1695. ഇനി എപ്പോഴാണ് ആക്രമണം നടന്നത്? അതായത് 5 തെങ്ങ് കലാപം നടന്ന വർഷം ചോദിച്ചാൽ എപ്പോഴാണ്? 1697. 1697. എപ്പോഴാണ് ആറ്റിങ്ങൽ കലാപം നടന്നത്? 1721. 1721 ഏപ്രിൽ 15. ഡേറ്റ് ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചോ. 1721 ഏത് നടന്നത്? ആറ്റിങ്ങൽ കലാപം നടന്നത്. ഇനി ആറ്റിങ്ങൽ കലാപവുമായി ബന്ധപ്പെട്ട് ഒപ്പുവെച്ച ഉടമ്പടി ഏതാണ്? വേണാട് ഉടമ്പടി. വേണാട് ഉടമ്പടി. എപ്പോഴാണ് വേണാട് ഉടമ്പടി ഒപ്പുവെച്ചത്? 1723. 1723. ഇത്രയും വർഷം ഇപ്പൊ സെറ്റായില്ലേ? ഓക്കെ അല്ലേ? അപ്പൊ 1723 വേണാട് ഉടമ്പടി. വേണാട് ഉടമ്പടിയിൽ ഒപ്പുവെച്ചവരെ പഠിക്കണം. മാർത്താണ്ഡവർമ്മയും അലക്സാണ്ടർ ഓമും. മാർത്താണ്ഡവർമ്മ, അലക്സാണ്ടർ ഓം. മാർത്താണ്ഡവർമ്മ, അലക്സാണ്ടർ ഓം വേണാട് ഉടമ്പടിയിൽ ഒപ്പുവെച്ചത്. മാർത്താണ്ഡവർമ്മ എന്ത് പേരിലാണ് ഒപ്പുവെച്ചത്? മാർത്താണ്ഡവർമ്മ സ്വയം എന്തോ വിശേഷിപ്പിച്ചിട്ടാണ് അതിൽ ഒപ്പുവെച്ചത്. എന്താണ് വിശേഷിപ്പിച്ചത്? നെയ്യാറ്റിൻകരയുടെ രാജകുമാരൻ എന്ന് സ്വയം വിശേഷിപ്പിച്ച് അതിൽ പോയി ഒപ്പുവെച്ചതാണ് മാർത്താണ്ഡവർമ്മ. ഇത് ചോദ്യം വരും കേട്ടോ. വേണാട് ഉടമ്പടി ഏത് വർഷമാണെന്ന് ചോദ്യം വരും. വേണാട് ഉടമ്പടി താഴെ തന്നിരിക്കുന്നതിൽ ഏത് വർഷമാണെന്ന് ചോദിച്ചാൽ 1723. കണക്ട് ആറ്റിങ്ങൽ കലാപവുമായി ബന്ധപ്പെട്ടിട്ടാണ്. അപ്പൊ 21 ആറ്റിങ്ങൽ കലാപം, 23 വേണാട് ഉടമ്പടി. ഇതുവരെയുള്ള വർഷങ്ങൾ സെറ്റ് ആയില്ലേ? ഓക്കെ അല്ലേ? ഇനി നമുക്ക് പഴശ്ശി കലാപങ്ങൾ നോക്കാം. പഴശ്ശിരാജ, കേരള സിംഹം എന്നറിയപ്പെടുന്ന പഴശ്ശിരാജ. ഞാൻ പറഞ്ഞു പഴശ്ശി കലാപങ്ങൾ 2 കാലഘട്ടങ്ങളിലായിട്ടാണ്, 2 ഘട്ടങ്ങളായിട്ടാണ് നടന്നിട്ടുള്ളത്. ഒന്ന് 1793 മുതൽ 1797 വരെയും, രണ്ടാമത്തെ 1800 മുതൽ 1805 വരെയും. 1805 വരെ രണ്ടാം പഴശ്ശി കലാപം. 1800 മുതൽ 1805 വരെ. അപ്പൊ ഒന്നാം പഴശ്ശി കലാപത്തിന്റെ കാലവും കിട്ടി, രണ്ടാം പഴശ്ശി കലാപത്തിന്റെ കാലഘട്ടവും കിട്ടി. ഓക്കെ. ഇനി പോയിന്റ്സ് നോക്കാം. ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയം എന്താണ്? ഒന്നാം പഴശ്ശി കലാപത്തിന്റെ പ്രധാന കാരണം എന്താന്ന് ചോദിച്ചാൽ എന്താണ്? ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയം. ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയമാണ് ഒന്നാം പഴശ്ശി കലാപത്തിന്റെ പ്രധാന കാരണം. ഓക്കെ. അപ്പൊ ചിലപ്പോൾ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വരും, ഒന്നാം പഴശ്ശി കലാപത്തിന്റെ കാരണമായിരുന്നു ബ്രിട്ടീഷുകാർ വയനാട് പിടിച്ചെടുക്കാൻ ശ്രമിച്ചത്. അതെന്താണ്? രണ്ടാം പഴശ്ശി കലാപത്തിന്റെ കാരണമാണ്. അപ്പൊ ആദ്യം നടന്നത് എന്താണ്? ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയമാണ് ആദ്യത്തെ കാരണം. പിന്നീട് രണ്ടാം പഴശ്ശി കലാപം നടന്നതാണ് ബ്രിട്ടീഷുകാർ വയനാട് പിടിച്ചെടുക്കാൻ ശ്രമിച്ചതിനെ തുടർന്നാണ് രണ്ടാം പഴശ്ശി കലാപം. ഓക്കെ. അപ്പൊ വർഷം ശ്രദ്ധിക്കണം. 93 മുതൽ 97 വരെയാണ് ഒന്നാം പഴശ്ശി കലാപം. പഴശ്ശി കലാപം. പഴശ്ശിരാജയെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? സ്ഥിരം ചോദ്യമാണ്. പഴശ്ശിരാജയെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചത് ആര്? അല്ലെങ്കിൽ പഴശ്ശിരാജയെ, അതായത് കേരള സിംഹം എന്ന ചരിത്ര നോവൽ രചിച്ചത് ആരാണ്? സർദാർ KM പണിക്കറാണ്. ഇത് പഠിച്ചു വെച്ചോട്ടോ. സർദാർ KM പണിക്കർ. സർദാർ KM പണിക്കർ. സർദാർ KM പണിക്കറാണ് പഴശ്ശിരാജയെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചത്. പഴശ്ശിരാജയെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? പഴശ്ശിരാജയെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചത് സർദാർ KM പണിക്കർ. പഠിച്ചു വെച്ചോ. പഴശ്ശിരാജയെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചത് ആരെന്ന് ചോദിച്ചാലും, കേരള സിംഹം എന്ന ചരിത്ര നോവൽ രചിച്ചത് ആരെന്ന് ചോദിച്ചാലും ആരാണ്? സർദാർ KM പണിക്കർ. സർദാർ KM പണിക്കർ. സർദാർ KM പണിക്കർ. കിട്ടുമല്ലോ. സർദാർ KM പണിക്കറാണ് കേരള സിംഹം എന്ന പുസ്തകം രചിച്ചത്. ഓക്കെ. പ്രധാന കേന്ദ്രം ഏതായിരുന്നു? പുരളിമലയാണ്. പുരളിമലയാണ് ഒന്നാം പഴശ്ശി കലാപത്തിന്റെ പ്രധാന കേന്ദ്രം. ഇത് ചോദ്യം വരും. ഒന്നാം പഴശ്ശി കലാപത്തിന്റെ പ്രധാന കേന്ദ്രം ഏതായിരുന്നു എന്ന് ചോദിച്ചാൽ ഏതാണ്? പുരളിമല. പുരളിമല.
പുരളിശെമ്മൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് ആരാണ്? എന്നറിയപ്പെട്ടിരുന്നത് ആരാന്ന് ചോദിച്ചാൽ അത് പഴശ്ശിരാജാണ് കേട്ടോ. പുരളിശെമ്മൻ എന്നറിയപ്പെടുന്നത് ചിലപ്പോൾ ഇത് എക്സ്ട്രാ ആയിട്ട് പഠിക്കുന്നതാവും, പഠിച്ചു വെച്ചോ. പുരളിശെമ്മൻ എന്നറിയപ്പെട്ടിരുന്നത് ആരാണ്? പഴശ്ശിരാജ. കേരള സിംഹം എന്നറിയപ്പെടുന്നത് ആരാണ്? പഴശ്ശിരാജ. കേരള സിംഹം എന്ന് പഴശ്ശിയെ വിശേഷിപ്പിച്ചത് ആരെന്ന് ചോദിച്ചാലാണ് സർദാർ KM പണിക്കർ. അപ്പൊ കേരള സിംഹം എന്നറിയപ്പെടുന്നത് ആരാണ്? പഴശ്ശിരാജ. കേരള സിംഹം പഴശ്ശിരാജ. കേരള സിംഹം എന്ന ചരിത്ര നോവൽ രചിച്ചത് സർദാർ KM പണിക്കർ. സർദാർ KM പണിക്കറാണ് കേരള സിംഹം എന്ന നോവൽ രചിച്ചത്. ഒന്നാം പഴശ്ശി കലാപത്തിന്റെ കാലഘട്ടം 93 മുതൽ 97 വരെയാണ്. ഒന്നാം പഴശ്ശി കലാപത്തിന്റെ കാരണം എന്തായിരുന്നു? ഒന്നാം പഴശ്ശി കലാപത്തിന്റെ പ്രധാന കാരണം എന്താണ്? ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയം. അഞ്ചുതെങ്ങ് കലാപത്തിന്റെ പ്രധാന കാരണം എന്താണ്? കുരുമുളകിന്റെ വ്യാപാര കുത്തക ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തത്. ആറ്റിങ്ങൽ കലാപം എന്തിനെ തുടർന്നാണ് ഉണ്ടായത്? റാണിക്കുള്ള സമ്മാനങ്ങളുമായിട്ട് ബ്രിട്ടീഷുകാർ പോകവേ നാട്ടുകാർ ആക്രമിക്കുകയാണ്. അപ്പൊ അതൊക്കെ പഠിച്ചല്ലോ, സെറ്റായില്ലേ? ഓക്കെ. അപ്പൊ ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയമാണ് ഒന്നാം പഴശ്ശി കലാപത്തിന്റെ കാരണം. ഒന്നാം പഴശ്ശി കലാപത്തിന്റെ കേന്ദ്രമായിരുന്നു പുരളിമല. ഒന്നാം പഴശ്ശി കലാപത്തിന്റെ കേന്ദ്രമാണ് പുരളിമല. എവിടെയാണ്? പുരളിമല. അപ്പൊ അത് വെച്ച് കണക്ട് ചെയ്തോ. പുരളിശെമ്മൻ എന്നറിയപ്പെടുന്നത് പഴശ്ശിരാജയാണ്. പുരളിശെമ്മൻ. നികുതി പിരിവിനുള്ള അധികാരം നൽകിയത് പഴശ്ശിരാജയുടെ അമ്മാവനായ കുറുമ്പനാട്ട് രാജാവിന്. ഇത് പഠിച്ചോ. പഴശ്ശിയുടെ അമ്മാവനാണ് കുറുമ്പനാട്ട് രാജാവ്. നികുതി പിരിക്കുന്നതിന് തന്നെ ആരെതിരാണ്? പഴശ്ശിരാജ എതിരാണ്. പോരാത്തതിന് പഴശ്ശിയുടെ അമ്മാവനായ കുറുമ്പനാട്ട് രാജാവിനെ അത് ഏൽപ്പിക്കുകയാണ്. അപ്പൊ അത് പഠിച്ചു വെച്ചോ. ഓക്കെ. ആരെയാണ് ഏൽപ്പിച്ചതെന്ന് ചിലപ്പോൾ ചോദ്യം വരും. ആരെയാണ്? കുറുമ്പനാട്ട് രാജാവിനെ. കുറുമ്പനാട്ട് രാജാവിനെയാണ് നികുതി പിരിവ് ഏൽപ്പിച്ചത്. നികുതി പിരിവ് ആരെയാണ് ഏൽപ്പിച്ചത്? പഴശ്ശിയുടെ അമ്മാവനായ മാതുലനായ കുറുമ്പനാട്ട് രാജാവിനെ. കുറുമ്പനാട്ട് രാജാവ്. ഓക്കെ. ഇനി രണ്ടാം പഴശ്ശി കലാപം. അപ്പൊ ഒന്നാം പഴശ്ശി കലാപം പഠിച്ചല്ലോ. 93 മുതൽ 97 വരെയാണ് ഒന്നാം പഴശ്ശി കലാപം. രണ്ടാം പഴശ്ശി കലാപം 800 മുതൽ 805 വരെയാണ്. ഒന്നാം പഴശ്ശി കലാപത്തിന്റെ പ്രധാന കാരണം എന്താണ്? ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയമാണ്. ഒന്നാം പഴശ്ശി കലാപത്തിന്റെ പ്രധാന കേന്ദ്രം പുരളിമലയാണ്. അത്രയൊക്കെ ക്ലിയർ ആണ്. ഓക്കെ. രണ്ടാം പഴശ്ശി കലാപം നമ്മൾ പഠിച്ചു 800 മുതൽ 805 വരെയാണ്. ബ്രിട്ടീഷുകാർ വയനാട് പിടിച്ചെടുക്കാൻ ശ്രമിച്ചതിനെ തുടർന്നാണ് രണ്ടാം പഴശ്ശി കലാപം ഉണ്ടായത്. അപ്പൊ ശ്രദ്ധിച്ചു പഠിക്കുക. രണ്ടാം പഴശ്ശി കലാപമാണ് വയനാട് പിടിച്ചെടുക്കാൻ ശ്രമിച്ചതിനെ തുടർന്ന് ഉണ്ടായത്. ആദ്യം ഉണ്ടായത് എന്താണ്? നികുതി, അതായത് ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയമാണ് ആദ്യത്തെ കാരണം. രണ്ടാം പഴശ്ശി കലാപത്തിന്റെ കാരണമാണ് ബ്രിട്ടീഷുകാർ വയനാട് പിടിച്ചെടുക്കാൻ ശ്രമിച്ചതിനെ തുടർന്നുണ്ടായത്. കലാപത്തെ അടിച്ചമർത്തുന്നതിനായി 1800-ലാണ് ആർത്തർ വെല്ലസ്ലി. കേട്ടോ? ആർത്തർ വെല്ലസ്ലി. ചോദ്യം എങ്ങനെയാണ് വരിക? രണ്ടാം പഴശ്ശി കലാപ സമയത്തെ ബ്രിട്ടീഷ് പട്ടാള സൈന്യാധിപൻ ആരാന്ന് ചോദ്യം വരും. ആരാണ്? ആർത്തർ വെല്ലസ്ലി ആണ് കേട്ടോ. ആർത്തർ വെല്ലസ്ലി. ഇദ്ദേഹം 1200 പോലീസുകാരുടെ ഒരു സംഘത്തെ സജ്ജമാക്കി. കോൽക്കാർ എന്നാണ് ഇവർ അറിയപ്പെടുന്നത്. കോൽക്കാർ. അപ്പൊ കോൽക്കാർ ഏതുമായി ബന്ധപ്പെട്ടതാണ്? രണ്ടാം പഴശ്ശി കലാപവുമായി കോൽക്കാർ ബന്ധപ്പെട്ടിരിക്കുന്നു. കോൽക്കാർ പഠിച്ചു വെക്കുക. ഓക്കെ. അപ്പൊ ആർത്തർ വെല്ലസ്ലിയാണ് എന്ത്? രണ്ടാം പഴശ്ശി കലാപ സമയത്തെ ബ്രിട്ടീഷ് പട്ടാള സൈന്യാധിപൻ. ആരാണ്? ആർത്തർ വെല്ലസ്ലി. രണ്ടാം പഴശ്ശി കലാപ സമയത്തെ ബ്രിട്ടീഷ് പട്ടാള സൈന്യാധിപനാണ് ആർത്തർ വെല്ലസ്ലി. ഇനി എടച്ചേന കുങ്കൻ, തലക്കൽ ചന്തു എന്നിവർ പനമരം കോട്ട പിടിച്ചെടുത്തത് 1802-ലാണ്. ഓക്കെ. അപ്പൊ കോൽക്കാർ എന്ന സംഘത്തെ രൂപീകരിച്ചത് എപ്പോഴാണ്? 1800-ലാണ് കേട്ടോ. 1802-ലാണ് എടച്ചേന കുങ്കനും തലക്കൽ ചന്തവും ചേർന്ന് എന്ത് പിടിച്ചെടുത്തത്? പനമരം കോട്ട പിടിച്ചെടുത്തത്. 1802-ലാണ് പനമരം കോട്ട പിടിച്ചെടുത്തത്. 1802 ഇവിടെ പഠിക്കാനുള്ള ഒരു കാര്യം പറഞ്ഞുതരാം. ഒന്ന് ഈ തലക്കൽ ചന്തു ആരാണ്? രണ്ടാം പഴശ്ശി കലാപ സമയത്ത് പഴശ്ശിയെ സഹായിച്ച കുറിച്യരുടെ നേതാവ് ആരാന്ന് ചോദിക്കും. എന്താണ്? രണ്ടാം പഴശ്ശി കലാപ സമയത്ത് പഴശ്ശിയെ സഹായിച്ച കുറിച്യരുടെ നേതാവാണ് തലക്കൽ ചന്തു. രണ്ടാം പഴശ്ശി കലാപ സമയത്ത് പഴശ്ശിയെ സഹായിച്ച കുറിച്യരുടെ നേതാവാണ് തലക്കൽ ചന്തു. രണ്ടാം പഴശ്ശി കലാപ സമയത്ത് പഴശ്ശിയെ സഹായിച്ച കുറിച്യരുടെ നേതാവാണ് തലക്കൽ ചന്തുവാണ് രണ്ടാം പഴശ്ശി കലാപ സമയത്ത് പഴശ്ശിയെ സഹായിച്ച കുറിച്യരുടെ നേതാവ്. ഈ പഴശ്ശി കലാപവുമായി ബന്ധപ്പെട്ട് നമുക്ക് കുറച്ച് പേരുകൾ പഠിക്കാണ്ട് ഞാൻ പഠിപ്പിച്ചു തരാം. ഒന്ന് തലക്കൽ ചന്തു. എന്താണ് നമ്മൾ പഠിച്ചു? രണ്ടാം പഴശ്ശി കലാപ സമയത്ത് പഴശ്ശിയെ സഹായിച്ച കുറിച്യരുടെ നേതാവ്. ഇനി രണ്ടാം പഴശ്ശി കലാപ സമയത്തെ ബ്രിട്ടീഷ് പട്ടാള സൈന്യാധിപൻ ആരാണ്? ആർത്തർ വെല്ലസ്ലി. ഓക്കെ.
ആർത്തർ വെല്ലസ്ലിയാണ് ബ്രിട്ടീഷ് പട്ടാള സൈന്യാധിപൻ. രണ്ടാം പഴശ്ശി കലാപ സമയത്തെ ബ്രിട്ടീഷ് പട്ടാള സൈന്യാധിപനാണ് ആർത്തർ വെല്ലസ്ലി. ഇനി ഒരാളുടെ പേര് പഠിക്കാണ്ട്, TH ബാബർ. TH ബേബർ. ബേബർ എന്നാണ്. അപ്പൊ ബാബർ എന്ന് പഠിച്ചു വെക്കുക. അതിൽ ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. അതായത് രണ്ടാം പഴശ്ശി കലാപ സമയത്തെ തലശ്ശേരി സബ് കളക്ടറാണ് TH ബാബർ അല്ലെങ്കിൽ തോമസ് ഹാർവേ ബാബർ. ആരാണ്? രണ്ടാം പഴശ്ശി കലാപ സമയത്തെ തലശ്ശേരി സബ് കളക്ടർ. അപ്പൊ എന്താണ് ചോദ്യം വരിക? താഴെ തന്നിരിക്കുന്നതിൽ രണ്ടാം പഴശ്ശി കലാപ സമയത്തെ തലശ്ശേരി സബ് കളക്ടർ ആരാണ്? തോമസ് ഹാർവേ ബാബർ. തലശ്ശേരി സബ് കളക്ടറാണ്. തലശ്ശേരി, തലയിൽ മുടി ഉണ്ട്, മുടി വെട്ടാൻ ആര് വേണം? ബാർബർ വേണം. അപ്പൊ തലശ്ശേരി സബ് കളക്ടർ ആരാന്ന് ഇനി ചോദ്യം വന്ന തോമസ് ഹാർവേ ബാബർ. തോമസ് ഹാർവേ ബാബർ രണ്ടാം പഴശ്ശി കലാപ സമയത്തെ എന്താണ് ബ്രിട്ടീഷ് പട്ടാള സൈന്യാധിപൻ ആർത്തർ വെല്ലസ്ലി ആണ്. തലശ്ശേരി സബ് കളക്ടർ ആരാന്ന് ചോദിച്ചാൽ ആരാണ്? തോമസ് ഹാർവേ ബാബർ അല്ലെങ്കിൽ TH ബാബർ. TH ബാബർ. ഓക്കെ, TH ബാബർ. ഓക്കെ, TH ബാബർ ആണ് രണ്ടാം പഴശ്ശി കലാപ സമയത്തെ തലശ്ശേരി സബ് കളക്ടർ. ബ്രിട്ടീഷ് പട്ടാള സൈന്യാധിപൻ ആരാണ്? ആർത്തർ വെല്ലസ്ലി. ഈ ആർത്തർ വെല്ലസ്ലി മുമ്പ് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ആർത്തർ വെല്ലസ്ലി ഇദ്ദേഹമാണ് ഡ്യൂക്ക് ഓഫ് വെല്ലിംഗ്ടൺ എന്നറിയപ്പെടുന്നത്. ചോദ്യം വരും, ഡ്യൂക്ക് ഓഫ് വെല്ലിംഗ്ടൺ എന്നറിയപ്പെടുന്നത് ആര്? ഡ്യൂക്ക് ഓഫ് വെല്ലിംഗ്ടൺ എന്നറിയപ്പെടുന്നത് ആരെന്ന് ചോദ്യം വന്ന ആരാണ്? ആർത്തർ വെല്ലസ്ലി. വെല്ലിംഗ്ടൺ കണക്ട് ചെയ്തോ? വെല്ലിംഗ്ടൺ. ഡ്യൂക്ക് ഓഫ് വെല്ലിംഗ്ടൺ എന്നറിയപ്പെടുന്നത് ആർത്തർ വെല്ലസ്ലി ആണ്. 1815 ഒരു പ്രധാനപ്പെട്ട യുദ്ധം നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഏതാണ്? വാട്ടർലൂ യുദ്ധം. 1815 ഇതൊക്കെ ഇവിടുന്ന് തന്നെ പഠിച്ചിട്ട് പോയിക്കോ. 1815 വാട്ടർലൂ യുദ്ധം. എന്താണ്? നെപ്പോളിയന്റെ പരാജയത്തിന് കാരണമായ യുദ്ധമാണ്. അപ്പൊ 1815 വാട്ടർലൂ യുദ്ധത്തിൽ നെപ്പോളിയനെ പരാജയപ്പെടുത്തിയത് ആരെന്ന് ചോദിച്ചാലും ആർത്തർ വെല്ലസ്ലി ആണ്. 1815 വാട്ടർലൂ യുദ്ധത്തിൽ നെപ്പോളിയനെ പരാജയപ്പെടുത്തിയത് ആരാണ്? ആർത്തർ വെല്ലസ്ലി. അപ്പൊ ഡ്യൂക്ക് ഓഫ് വെല്ലിംഗ്ടൺ എന്നറിയപ്പെടുന്നത് ആർത്തർ വെല്ലസ്ലി ആണ്. രണ്ടാം പഴശ്ശി കലാപ സമയത്തെ തലശ്ശേരി സബ് കളക്ടർ TH ബാബർ ആണ്. TH ബാബർ കണക്ട് ചെയ്തല്ലോ, കിട്ടിയല്ലോ, ഓക്കെ ആണല്ലോ. ഓക്കെ, അപ്പൊ പഠിച്ചിട്ട് പോവാ. പിന്നെ രണ്ടാം പഴശ്ശി കലാപ സമയത്ത് പഴശ്ശിയെ സഹായിച്ച കുറിച്യരുടെ നേതാവാണ് തലക്കൽ ചന്തു. ആർത്തർ വെല്ലസ്ലി രൂപീകരിച്ച സജ്ജമാക്കിയ സംഘത്തിന്റെ പേരെന്താണ്? കോൽക്കാർ. പോലീസുകാരുടെ ഒരു സംഘത്തിന്റെ പേരാണ് കോൽക്കാർ. അപ്പൊ അതും പഠിച്ചു വെക്കുക. എപ്പോഴാണ് പനമരം കോട്ട പിടിച്ചെടുത്തത്? 1802 1802 എടച്ചേന കുങ്കനും തലക്കൽ ചന്തുവും ചേർന്ന് പനമരം കോട്ട പിടിച്ചെടുത്തത്. ഇത് അവിടെ കൊടുത്തിട്ടുണ്ട്. തലശ്ശേരി സബ് കളക്ടർ രണ്ടാം പഴശ്ശി കലാപ സമയത്തെ തലശ്ശേരി സബ് കളക്ടറാണ് TH ബാബർ. TH ബാബർ. തലയിൽ മുടിണ്ട്, മുടി വെട്ടാൻ. തലശ്ശേരി ബാബർ കണക്ട് ചെയ്തല്ലോ. ബാബർ കിട്ടുമല്ലോ. ഓക്കെ, ഇനി പഴശ്ശി കൊല്ലപ്പെട്ടത് ഈ ഡേറ്റ് പഠിച്ചു വെച്ചോ. 1805 രണ്ടാം പഴശ്ശി കലാപം അവസാനിച്ചത്. അതായത് 1805 ആ വർഷം നമ്മൾ പഠിച്ചു രണ്ടാം പഴശ്ശി കലാപം അവസാനിച്ചത്. അപ്പൊ ആ സമയത്ത് ആര് വധിക്കപ്പെടുന്ന, ആര് മരണപ്പെട്ടതെന്ന് പഠിച്ചാൽ മതി. കൊല്ലപ്പെട്ടത് എപ്പോഴാണ്? 1805 നവംബർ 30. 1805 നവംബർ 30 എപ്പോഴാണ്? 1805 നവംബർ 30. 1805 നവംബർ 30. 1805 നവംബർ 30. എന്താണ് പഴശ്ശിരാജ കൊല്ലപ്പെട്ടത്? 1805 നവംബർ 30. 1805 നവംബർ 30. ഇനി ഒന്ന് റിപ്പീറ്റ് ചെയ്തു പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് റിപ്പീറ്റ് ചെയ്തു. ആദ്യം നമ്മൾ എന്ത് പഠിച്ചു? ഫാക്ടറി അല്ലെ? ഫാക്ടറി നിർമ്മിക്കാൻ അനുമതി നൽകിയത് എപ്പോഴാണ്? അതായത് 5 തെങ്ങിൽ ഫാക്ടറി പണിയാൻ അനുമതി നൽകിയത് 1684. കോട്ട പണിയാൻ അനുമതി നൽകിയത് 90. കോട്ട പണി കഴിപ്പിച്ചത് 95. കലാപം നടന്നത് 97. ഏത് കലാപം? 5 തെങ്ങ് കലാപം നടന്നത് 97. ആറ്റിങ്ങൽ കലാപം നടന്നത് 1721 ഏപ്രിൽ 15. ആറ്റിങ്ങൽ കലാപവുമായി ബന്ധപ്പെട്ട് ഒപ്പുവെച്ച ഉടമ്പടിയാണ് വേണാട് ഉടമ്പടി 1723. അത്ര കാര്യങ്ങൾ ക്ലിയർ അല്ലേ? പിന്നെ 1793 മുതൽ 97 വരെ ഒന്നാം പഴശ്ശി കലാപം. അതിന്റെ പ്രധാന കേന്ദ്രമായിരുന്നു പുരളിമല. പിന്നെ രണ്ടാം പഴശ്ശി കലാപം 800 മുതൽ 805 വരെയാണ്. 802 പനമരം കോട്ട പിടിച്ചെടുത്തത്. ആര്? എടച്ചേന കുങ്കനും തലക്കൽ ചന്തുവും ചേർന്ന് പനമരം കോട്ട പിടിച്ചെടുത്തത് 1802. 1805 നവംബർ 30 പഴശ്ശിരാജ കൊല്ലപ്പെട്ടത്. ഓക്കെ ആണല്ലോ. കേരള സിംഹം എന്ന പുസ്തകം രചിച്ചത് ഇമ്പോർട്ടന്റ് ആണ്, മോസ്റ്റ് റിപ്പീറ്റിംഗ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഏതാണ്? KM പണിക്കരാണ്. കേരള സിംഹം എന്ന ചരിത്ര നോവൽ രചിച്ചത് ആരാന്ന് ചോദിച്ചാൽ KM പണിക്കർ.
പഴശ്ശി സമരങ്ങൾ ആരാണ്? KKN കുറുപ്പാണ് രചിച്ചത്. പഴശ്ശി സമരങ്ങൾ എന്ന പുസ്തകം രചിച്ചത് KKN കുറുപ്പ്. സിമ്പിൾ ആണ്. പഴശ്ശി സമരങ്ങൾ KKN കുറുപ്പ്. പഴശ്ശി സമരങ്ങൾ KKN കുറുപ്പ്. പഴശ്ശി സമരങ്ങൾ KKN കുറുപ്പ്. പഴശ്ശി സമരങ്ങൾ KKN കുറുപ്പ്. കേരള സിംഹം KM പണിക്കർ. കേരള സിംഹം KM പണിക്കർ. പഴശ്ശി സമരങ്ങൾ KKN കുറുപ്പ്. പഴശ്ശി സമരങ്ങൾ KKN കുറുപ്പ്. കേരള സിംഹം ആരാണ്? കേരള സിംഹം KM പണിക്കർ. ഓക്കെ. പഴശ്ശിരാജ എന്ന ചിത്രം സംവിധാനം ചെയ്തത് ആരാണ്? ഹരിഹരനാണ് കേട്ടോ. ഹരിഹരനാണ്. പഴശ്ശിരാജയായിട്ട് അഭിനയിച്ചത് ആരാന്ന് വെച്ചാൽ നമുക്കൊക്കെ അറിയാം, അത് മമ്മൂട്ടിയാണ്. മമ്മൂട്ടി. ഓക്കെ. പഴശ്ശി സ്മാരകം എവിടെയാണ്? മാനന്തവാടിയിലാണ് കേട്ടോ. ഇത് കൺഫ്യൂസിംഗ് ആണ്. പഴശ്ശി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് മാനന്തവാടി. പഴശ്ശി മ്യൂസിയം ഈസ്റ്റ് ഹിൽ എവിടെയാണ്? കോഴിക്കോടാണ്. കോഴിക്കോടാണ് പഴശ്ശി മ്യൂസിയം. പഴശ്ശി ഡാം എവിടെയാണ്? വളപട്ടണം പുഴ, കണ്ണൂർ വളപട്ടണം പുഴയിലാണ് പഴശ്ശി ഡാം. ഇത്ര കാര്യങ്ങൾ ക്ലിയർ ആയോ? അപ്പൊ പഴശ്ശി സ്മാരകം എവിടെയാണ്? മാനന്തവാടി. പഴശ്ശി മ്യൂസിയം ഈസ്റ്റ് ഹിൽ കോഴിക്കോടാണ്. പഴശ്ശി മ്യൂസിയം കോഴിക്കോടാണ്. പഴശ്ശി ഡാം എവിടെയെന്ന് വെച്ചാൽ കണ്ണൂർ വളപട്ടണം പുഴ. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പൊ പഴശ്ശി സമരങ്ങൾ അതായത് പഴശ്ശി കലാപങ്ങൾ ഏകദേശം ക്ലിയർ ആയോ? 2 ഘട്ടങ്ങളിലായിട്ടാണ് നടന്നത്. എന്നാണ് പഴശ്ശി കൊല്ലപ്പെട്ടത്? 1805 നവംബർ 30. 1805 നവംബർ 30. പനമരം കോട്ട പിടിച്ചെടുത്തത് 1802 പഴശ്ശിയെ സഹായിച്ച കുറിച്യരുടെ നേതാവാണ് തലക്കൽ ചന്തു. അതൊരു കൺഫ്യൂസിംഗ് ആണ്. പഴശ്ശിയെ സഹായിച്ച കുറിച്യരുടെ നേതാവ് ആരാന്ന് ചോദിച്ചാൽ തലക്കൽ ചന്തു ആണ്. കുറിച്യ കലാപം കേട്ടുണ്ടോ? കുറിച്യ കലാപം 1812 നടന്നതാണ്. കുറിച്യ കലാപം. കുറിച്യ കലാപത്തിന് നേതൃത്വം നൽകിയത് ആരാന്ന് ചോദിച്ചാൽ അത് തലക്കൽ ചന്തു അല്ല, അത് രാമനമ്പിയാണ്. രാമനമ്പിയാണ് കുറിച്യ കലാപത്തിന് നേതൃത്വം നൽകിയത്. ആരാണ് കുറിച്യ കലാപത്തിന് നേതൃത്വം നൽകിയത്? രാമനമ്പി, അല്ലെങ്കിൽ രാമൻ നമ്പി എന്നൊക്കെ വരും. കുറിച്യ കലാപത്തിന് നേതൃത്വം നൽകിയത് രാമനമ്പിയാണ്. ആരാണ് കുറിച്യ കലാപത്തിന് നേതൃത്വം നൽകിയത്? രാമനമ്പിയാണ്. കുറിച്യ കലാപം 1812 ഈ കുറിച്യ കലാപത്തിന് ഒരു മുദ്രാവാക്യം ഉണ്ട്, വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക. അല്ലെ, കേട്ടിട്ടുണ്ടല്ലോ. വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക എന്ന മുദ്രാവാക്യം ഏതുമായി ബന്ധപ്പെട്ടതാണെന്ന് ചോദിക്കും. ഏതാണ്? കുറിച്യ കലാപവുമായി ബന്ധപ്പെട്ടതാണ്. വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക എന്ന മുദ്രാവാക്യം ഏതാണ്? കുറിച്യ കലാപവുമായി ബന്ധപ്പെട്ടതാണ്. വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക കുറിച്യ കലാപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. കുറിച്യ കലാപം എങ്ങനെയാണ് ഉണ്ടായത്? എന്തായിരുന്നു കാരണം? ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയം. അതായത് ബ്രിട്ടീഷുകാര് കുറിച്യർക്കും കുറുമ്പർക്കും എന്താണ്? ടാക്സ് ഏർപ്പെടുത്തി, അതായത് നികുതി ഏർപ്പെടുത്തി. ആരാണ് ഏർപ്പെടുത്തിയത്? നികുതി ഏർപ്പെടുത്തിയ ഉദ്യോഗസ്ഥൻ ആരെന്ന് എപ്പോഴും ചോദ്യം വരാറുണ്ട്. അതായത് കുറിച്യ കലാപം പറഞ്ഞാൽ ഗോത്ര വിഭാഗങ്ങളാണ് കുറിച്യരും കുറുമ്പരും. കുറിച്യ കലാപത്തിൽ പങ്കെടുത്ത വിഭാഗങ്ങൾ ഏതൊക്കെയെന്ന് ചോദ്യം വരാറുണ്ട്. കുറിച്യരും കുറുമ്പരും. ഇവർക്കെതിരെ എന്താണ്? ടാക്സ് ഏർപ്പെടുത്താണ്. ഇവർക്ക് ടാക്സ് ഏർപ്പെടുത്തണം. ആരാണ് ഏർപ്പെടുത്തിയത്? ആരാണ്? പഠിച്ചു വെച്ചോ. തോമസ് വാർഡൻ. തോമസ് വാർഡൻ ആണ് ടാക്സ് ഏർപ്പെടുത്തിയത്. ആരാണ്? തോമസ് വാർഡൻ ആണ് ടാക്സ് ഏർപ്പെടുത്തിയത്. ആരാണ്? ടാക്സ് നികുതി ഏർപ്പെടുത്തിയ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ ആരാന്ന് ചോദ്യം വന്നാൽ തോമസ് വാർഡൻ. നമ്മൾ ഹോസ്റ്റലിലൊക്കെ പഠിക്കുമ്പോൾ ആരുണ്ടാവും? വാർഡൻ ഉണ്ടാവും. അവിടെ നമുക്കൊക്കെ ഫൈൻ ഉണ്ടാവില്ലേ? ചിലപ്പോൾ സ്കൂൾ ഹോസ്റ്റലുകളിലൊക്കെ പഠിക്കുമ്പോൾ അവിടെ ചില സാധനങ്ങളൊക്കെ കൊണ്ടുപോയാൽ അതിന് ഫൈൻ ഉണ്ടാവും. അപ്പൊ ആ ഫൈൻ ആരാണ് ഫൈൻ ഏർപ്പെടുത്തുക? വാർഡൻ ആണ്. അപ്പൊ ഫൈൻ വെച്ചിട്ട് ടാക്സിനെ കണക്ട് ചെയ്യുക. ടാക്സ് ഏർപ്പെടുത്തിയത് വാർഡൻ. നമ്മൾ നേരത്തെ എന്ത് പഠിച്ചു? തലയിൽ മുടി വെട്ടാൻ ആര് വേണം? ബാർബർ. അപ്പൊ തോമസ് ഹാർവേ ബാർബർ ആണ് തലശ്ശേരി സബ് കളക്ടർ. അപ്പൊ അത്രയും കാര്യങ്ങളൊക്കെ ഏകദേശം ക്ലിയർ അല്ലേ? ഇത് കൺഫ്യൂസിംഗ് ആണ്, പഠിച്ചു വെച്ചോ. പഴശ്ശി സ്മാരകം മാനന്തവാടി, പഴശ്ശി മ്യൂസിയം കോഴിക്കോട്, പഴശ്ശി ഡാം കണ്ണൂർ. ഓക്കെ, 3ഉം പഠിച്ചു വെച്ചോ. പഴശ്ശി സ്മാരകം എവിടെയാണ്? മാനന്തവാടി. പഴശ്ശി മ്യൂസിയം ഈസ്റ്റ് ഹിൽ കോഴിക്കോട്, പഴശ്ശി ഡാം കണ്ണൂർ, വളപട്ടണം പുഴ. 3ഉം ക്ലിയർ ആയി. ഓക്കെ. അപ്പോൾ പഴശ്ശി സമരങ്ങൾ ആരാണ് രചിച്ചത്? KKN കുറുപ്പ്. കേരള സിംഹം രചിച്ചത് സർദാർ KM പണിക്കർ. ഓക്കെ, വർഷങ്ങളൊക്കെ ക്ലിയർ ആയി. ഇതുവരെ പഠിച്ച പേരുകളൊക്കെ കിട്ടിയല്ലോ. അഞ്ചുതെങ്ങിൽ കോട്ട പണിയാനുള്ള അനുമതി നൽകിയത് ആറ്റിങ്ങൽ ഉമയം റാണി, അല്ലെങ്കിൽ ആറ്റിങ്ങൽ റാണിയാണ്. പിന്നെ ആറ്റിങ്ങൽ കലാപ സമയത്തെ വേണാട് ഭരണാധികാരി ആരാണ്? ആദിത്യവർമ്മ. ചോദ്യം വരാറുണ്ട് കേട്ടോ. ആദിത്യവർമ്മയാണ് ആറ്റിങ്ങൽ കലാപ സമയത്തെ വേണാട് ഭരണാധികാരി. ആറ്റിങ്ങൽ കലാപത്തിൽ വധിക്കപ്പെട്ട ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ ആരാണ്? ഗിഫോർഡ് ആണ്. ആരാണ്? ഗിഫോർഡ് ആണ്. ആറ്റിങ്ങൽ കലാപത്തിൽ വധിക്കപ്പെട്ട ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ. ആറ്റിങ്ങൽ കലാപത്തിന് നേതൃത്വം നൽകിയത് ആരൊക്കെയാണ്? 8 വീട്ടിൽ പിള്ളമാരാണ്. 8 വീട്ടിൽ പിള്ളമാർ. ഈ 8 വീട്ടിൽ പിള്ളമാരുടെ നേതാവാണ് ആര്? കുടമൻ പിള്ള. ഈ 8 വീട്ടിൽ പിള്ളമാരുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചൊല്ലുണ്ടല്ലോ, കുളം തോണ്ടുക ചൊല്ലല്ലോ. ഒരു വാക്യം നമ്മൾ പറയാറുണ്ട് അല്ലേ? കുളം തോണ്ടി എന്നൊക്കെ നമ്മൾ പറയാറില്ല. എന്താണ് ഈ കുളം തോണ്ടുക എന്ന് ആർക്കെങ്കിലും അറിയോ? കുളം തോണ്ടുക എന്നുള്ള ഈ ഇതെങ്ങനെയാണ് വന്നതെന്ന് ആർക്കെങ്കിലും അറിയോ? ഈ സംഭവം 8 വീട്ടിൽ പിള്ളമാർ ആരുടെ ഭരണകാലത്ത് ഉണ്ടായിരുന്നതാണ്? മാർത്താണ്ഡവർമ്മയുടെ ഭരണകാലത്ത് ഉണ്ടായിരുന്നതാണ് 8 വീട്ടിൽ പിള്ളമാര്. അപ്പൊ ഈ മാർത്താണ്ഡവർമ്മയുടെ
ഭരണത്തെ നല്ല രീതിയിൽ എതിർത്ത ആളുകളായിരുന്നു ആര്? 8 വീട്ടിൽ പിള്ളമാര്. അതായത് നാട്ടിൽ അത്യാവശ്യം പ്രമാണിമാരാണ്, അത്യാവശ്യം ജനപിന്തുണയ്ക്കുള്ള ആളുകളാണ് ഈ 8 വീട്ടിൽ പിള്ളമാര്. അപ്പൊ ഇവരെപ്പോഴും മാർത്താണ്ഡവർമ്മയുടെ ഭരണത്തെ എതിർക്കും. ഓക്കെ, അവരുടെ ഭരണപരിഷ്കാരങ്ങളെ ആരെ എതിർത്തിട്ടുണ്ടായിരുന്നു? 8 വീട്ടിൽ പിള്ളമാരെ എതിർത്തിട്ടുണ്ടായിരുന്നു. സ്വാഭാവികമായിട്ടും ഇത് ആർക്ക് പറ്റില്ല? മാർത്താണ്ഡവർമ്മക്ക് പറ്റില്ല. അങ്ങനെ മാർത്താണ്ഡവർമ്മ ഇവരെ ആക്രമിച്ച് ഇവരുടെ തറവാട് മുഴുവൻ അടിച്ചു നിരത്തി അവിടെ കുളം തോണ്ടി വെക്കുകയാണ്. അവിടെ ഒരു തറവാട് പോലും ഇല്ല എന്നുള്ളതാക്കി വെക്കുകയാണ്. തറവാട് അടിച്ചു നിരത്തി അവിടെ കുളം തോണ്ടി, അവിടെയൊക്കെ കുളമാക്കി വെച്ചു. ഓക്കെ, അതാണ് കുളം തോണ്ടുക, നശിപ്പിക്കുക എന്നാണ് അർത്ഥം. ഓക്കെ അല്ലേ, നമ്മൾ നശിപ്പിക്കുക എന്നൊക്കെ പറയുമ്പോഴാണ് കുളം തോണ്ടി എന്നൊക്കെ നമ്മൾ പറയില്ലേ, അപ്പൊ നശിപ്പിക്കുക. ഓക്കെ, അങ്ങനെ ഒരു സംഭവമേ അവിടെ ഇല്ലാത്ത പോലെ ആക്കി. അങ്ങനെ തറവാട് 8 വീട്ടിൽ പിള്ളമാരുടെ മുഴുവൻ തറവാടുകളും ഇടിച്ചു നിരത്തി അവിടെ കുളം തോണ്ടി വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് ഈ കുളം തോണ്ടുക എന്നുള്ള ഈ ശൈലി വന്നത്. അപ്പൊ അതും ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കുക, അതും 8 വീട്ടിൽ പിള്ളമാരുമായി ബന്ധപ്പെട്ടതാണ്. ഈ 8 വീട്ടിൽ പിള്ളമാരുടെ നേതാവ് ആരായിരുന്നു? കുടമൻ പിള്ള. 8 വീട്ടിൽ പിള്ളമാരുടെ നേതാവാണ് കുടമൻ പിള്ള. ഇത്ര കാര്യങ്ങൾ പെർഫെക്റ്റ് ആയി എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അത്രയും കാര്യങ്ങൾ ക്ലിയർ അല്ലേ? ഈ 3 കലാപങ്ങൾ ഇനി എങ്ങനെ വന്നാലും നിങ്ങൾക്ക് ഉത്തരം കിട്ടുമല്ലോ. ആദ്യ കലാപം ഏതാന്ന് ചോദിച്ചാൽ അഞ്ചുതെങ്ങ് കലാപമാണ്. ആദ്യ സംഘടിത കലാപം ഏതാന്ന് ചോദിച്ചാൽ ആറ്റിങ്ങൽ കലാപമാണ്. പിന്നെ ദക്ഷിണേന്ത്യയിൽ ഏറ്റവും പവർഫുൾ ആയ ഒരു കലാപം ചോദിക്കുകയാണെങ്കിൽ ഏറ്റവും സ്ട്രെങ്തൺ ആയ കലാപമായിരുന്നു ഏത്? പഴശ്ശി കലാപം അല്ലേ? ദക്ഷിണേന്ത്യയിലെ ഏറ്റവും പവർഫുൾ ആയ ഒരു കലാപം ഏതാന്ന് ചോദിച്ചാൽ അതേതാണ്? പഴശ്ശി കലാപമാണ് കേട്ടോ. ഓക്കെ, അപ്പൊ അതും ജസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കുക. അപ്പോൾ പഠിക്കണേ, പഴശ്ശി കലാപങ്ങൾ ഏകദേശം ക്ലിയർ ആയിട്ടുണ്ടാവും. ദക്ഷിണേന്ത്യയിൽ നടന്ന ഏറ്റവും ശക്തമായ ഏറ്റവും ശക്തമായ കലാപം ഏതാണെന്ന് ചോദിച്ചാൽ അതേതാണ്? പഴശ്ശി കലാപമാണ്. അവിടെ പേരുകൾ പഠിക്കണം. ഒന്ന് ആർത്തർ വെല്ലസ്ലി, ഇമ്പോർട്ടന്റ് ആയ ഒരു പേരാണ്. ബ്രിട്ടീഷ് പട്ടാള സൈന്യാധിപനാണ് ആർത്തർ വെല്ലസ്ലി. അദ്ദേഹമാണ് ഡ്യൂക്ക് ഓഫ് വെല്ലിംഗ്ടൺ എന്നറിയപ്പെടുന്നത് അല്ലേ? അദ്ദേഹമാണ് 1815 വാട്ടർലൂ യുദ്ധത്തിൽ നെപ്പോളിയനെ പരാജയപ്പെടുത്തിയത്. നെപ്പോളിയനാണ് ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ശിശു എന്നറിയപ്പെടുന്നത്. അതും ജസ്റ്റ് അറിഞ്ഞു വെച്ചോ. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ശിശു ആരാണ്? നെപ്പോളിയനാണ്. വിപ്ലവങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്ന വിപ്ലവമാണ് ഫ്രഞ്ച് വിപ്ലവം അല്ലെ? വിപ്ലവങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്ന വിപ്ലവം അല്ലെ ഫ്രഞ്ച് വിപ്ലവം. അപ്പൊ ഇന്ത്യയിൽ വിപ്ലവങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? മാഡം ഭിക്കാജി കാമയാണ് ഇന്ത്യയിൽ വിപ്ലവങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്നത്. ഇന്ത്യയുടെ മകൾ എന്നറിയപ്പെടുന്നതും മാഡം ഭിക്കാജി കാമയാണ്. മാഡം ഭിക്കാജി കാമയാണ് ഇന്ത്യയുടെ മകൾ എന്നറിയപ്പെടുന്നത്. ഈ മാഡം ഭിക്കാജി കാമയാണ് ഇന്ത്യയുടെ പതാക വിദേശത്ത് പോയിട്ട് ആദ്യമായിട്ട് ഉയർത്തിയത്. ഇന്ത്യയുടെ പതാക വിദേശത്ത് പോയി ആദ്യമായി ഉയർത്തിയത് മാഡം ഭിക്കാജി കാമയാണ്. അവരാണ് ഇന്ത്യയുടെ മകൾ എന്നറിയപ്പെടുന്നത്. ഇന്ത്യയുടെ മകൾ എന്നും പിന്നെ ഇന്ത്യയിൽ വിപ്ലവങ്ങളുടെ മാതാവ് എന്നും അറിയപ്പെടുന്നത് മാഡം ഭിക്കാജി കാമ. വിപ്ലവങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്ന വിപ്ലവം ഏതാന്ന് ചോദിച്ചാൽ ഫ്രഞ്ച് വിപ്ലവം. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ശിശു എന്നറിയപ്പെടുന്ന ആരാന്ന് ചോദിച്ചാൽ നെപ്പോളിയനാണ്. നെപ്പോളിയന്റെ വാക്കുകളാണ് നിങ്ങൾ എനിക്ക് നല്ല അമ്മമാരെ തരൂ, ഞാൻ നിങ്ങൾക്ക് നല്ല രാഷ്ട്രം തരാം. ആരുടെ വാക്കുകളാണ്? നെപ്പോളിയന്റെ വാക്കുകളാണ്. അപ്പോൾ ഫ്രഞ്ച് വിപ്ലവം ജസ്റ്റ് ഒന്ന് അറിഞ്ഞു നോക്കുക. എപ്പോഴാണ് ഫ്രഞ്ച് വിപ്ലവം? 1789 അല്ലേ? ഫ്രഞ്ച് വിപ്ലവം നടന്ന വർഷം 1789. വിപ്ലവങ്ങളുടെ മാതാവ് എന്നും ദേശീയതയുടെ ആവിർഭാവം എന്നൊക്കെ അറിയപ്പെടുന്ന വിപ്ലവമാണ് ഫ്രഞ്ച് വിപ്ലവം. ഓക്കെ, അപ്പൊ ഫ്രഞ്ച് വിപ്ലവം ഒന്ന് അറിഞ്ഞു വെക്കുക. നമുക്ക് ഫ്രഞ്ച് വിപ്ലവം, റഷ്യൻ വിപ്ലവം, പിന്നെ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം ഒക്കെ നമുക്ക് പഠിക്കാണ്ടില്ലേ? ലോക ചരിത്രത്തിലൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സുകളിലായിട്ട് നമുക്ക് ഇങ്ങനെ പഠിച്ചു പോവാം. ഇമ്പോർട്ടൻ്റ് അതൊക്കെ നമ്മൾ എന്തായാലും കവർ ചെയ്ത് പോകട്ടോ. ടെൻഷൻ ഒന്നും ആവണ്ട, നമുക്ക് ഇവിടെ തന്നെ പഠിച്ചു പോവാം. ഇങ്ങനെ കണക്ട് ചെയ്ത് എന്തൊക്കെ എനിക്ക് ഓർമ്മ വരുന്നോ അതൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. നിങ്ങൾ അതൊക്കെ ഓർത്തിരിക്കുക. അതായത് ഞാൻ പിന്നെയും പറയുന്നുണ്ടാവും, അപ്പോഴാണെങ്കിലും ഒന്ന് ഓർത്തിരിക്കുക. അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒക്കെ ഒന്ന് മാർക്ക് ചെയ്ത് വെച്ച് പിന്നെ ആയാലും ഒന്ന് നോക്കി പഠിക്കുക കേട്ടോ. നന്നായി തന്നെ പഠിക്കുക. നമുക്ക് അടുത്ത് നോക്കാം, വിറ്റാമിനുകളും രാസനാമങ്ങളും. ഓക്കെ, വിറ്റാമിനുകളും അവയുടെ രാസനാമങ്ങളും. പലർക്കും നല്ല കൺഫ്യൂഷൻ വരുന്നതാണ്. എങ്ങനെ ഇത് പഠിച്ചെടുക്കാൻ പറ്റില്ല എന്ന് ഭയങ്കര ടെൻഷനൊക്കെ ഉള്ളതാണ്. ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ സെറ്റാക്കി തരട്ടെ, പെർഫെക്റ്റ് ആക്കി തരട്ടോ. നമുക്ക് ഇവിടുന്ന് തന്നെ പഠിച്ചിട്ട് പോകാം. ആ ഒരു ഉറപ്പും കൂടെ ഞാൻ തരാം. ഇന്ന് ഇവിടെ നിന്ന് തന്നെ നിങ്ങൾ ഇതൊക്കെ പഠിച്ചു പോകും. വിറ്റാമിനുകളുടെ രാസനാമങ്ങൾ ഇന്ന് പെർഫെക്റ്റ് ആയിട്ട് ഒരു ഡൗട്ടും ഇല്ലാതെ ഓപ്ഷൻ കണ്ട കൃത്യമായിട്ട് കറുപ്പിക്കുന്ന പോലെ നിങ്ങൾ ഇന്ന് തന്നെ പഠിച്ചു പോകും. ആദ്യം വിറ്റാമിൻ എ. വിറ്റാമിൻ എയുടെ രാസനാമം എന്താണ്? റെറ്റിനോൾ എന്നാണ്. റെറ്റിനോൾ. വിറ്റാമിൻ എയുടെ രാസനാമമാണ് റെറ്റിനോൾ. ഒന്ന് ആലോചിച്ച് നോക്ക്, എന്താണ് വിറ്റാമിൻ എ? ഏത് അവയവത്തിന് ആവശ്യമായ വിറ്റാമിൻ ആണ് വിറ്റാമിൻ എ? അതായത് വിറ്റാമിൻ എയുടെ അപര്യാപ്തത മൂലം ഏത് സ്ഥലത്തിനാണ് എന്തുണ്ടാവുക? രോഗങ്ങൾ ഉണ്ടാവുക, അസുഖങ്ങൾ ബാധിക്കുക ഏത് അവയവത്തിനാണ്? വിറ്റാമിൻ എ. വിറ്റാമിൻ എ ഫോർ അന്ധൻ. ചോദ്യം വരാറുണ്ട്. എ ഫോർ അന്ധൻ എന്നല്ല ചോദ്യം വരാറുള്ളത്. വിറ്റാമിൻ, അതായത് കണ്ണിന് ആവശ്യമായ വിറ്റാമിൻ ഏത് എന്ന് ചോദ്യം വന്ന വിറ്റാമിൻ എ ആണ്. അപ്പൊ എ ഫോർ അന്ധൻ. എ ഫോർ ആപ്പിൾ അല്ല, എ ഫോർ അന്ധൻ ആണ്. ഓക്കെ, എ ഫോർ അന്ധൻ കിട്ടുമല്ലോ. അപ്പൊ കണ്ണിന് ആവശ്യമായ വിറ്റാമിൻ ആണ് വിറ്റാമിൻ എ. ഇനി ഒന്ന് ആലോചിച്ച് നോക്ക്, കണ്ണിലെ ഒരു ഭാഗമാണ്, നമ്മൾ കേട്ടിട്ടുണ്ട് റെറ്റിന അല്ലേ? കണ്ണിനെ കുറിച്ചൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കേട്ടിട്ടുണ്ടാവും. കണ്ണിലെ ഒരു ഭാഗമാണ് റെറ്റിന. അപ്പൊ വിറ്റാമിൻ എയുടെ രാസനാമം കണക്ട് ചെയ്യാലോ. വിറ്റാമിൻ എ കണ്ണിന് ആവശ്യമുള്ളതാണെന്ന് അറിയാം, കണ്ണിലെ ഒരു ഭാഗമാണ് റെറ്റിന എന്ന് നമുക്കറിയാം. അപ്പൊ എന്താണ്? റെറ്റിനോൾ കണക്ട് ചെയ്യാലോ. ഓക്കെ, കണ്ണിലെ ഒരു ഭാഗമാണ് റെറ്റിന. വിറ്റാമിൻ എ കണ്ണിന് ആവശ്യമായ വിറ്റാമിൻ ആണ്, കണ്ണിലെ ഒരു ഭാഗമാണ് റെറ്റിന. അത് വെച്ചിട്ട് റെറ്റിനോൾ നമുക്ക് കണക്ട് ചെയ്യാം. അപ്പൊ വിറ്റാമിൻ എയുടെ രാസനാമം എന്താണ്? ഇനി ചോദിച്ചാൽ കിട്ടുമല്ലോ, റെറ്റിനോൾ. വിറ്റാമിൻ എയുടെ രാസനാമമാണ്
റെറ്റിനോൾ. ഓക്കെ, ഈ വിറ്റാമിൻ എയുടെ അപര്യാപ്തത മൂലം ഉണ്ടാവുന്ന രോഗങ്ങൾ ചോദ്യം വരാറുണ്ട്. ഏതൊക്കെയാണ്? നിശാന്തത, ഒന്ന് നിശാന്തത, പിന്നൊന്ന് സിറോഫ്താൽമിയ. ഓക്കെ, ഇത് രണ്ടും ഒന്ന് ജസ്റ്റ് പഠിച്ചു വെച്ചോ. ഓക്കെ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. വിറ്റാമിൻ എയുടെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗങ്ങളാണ് സിറോഫ്താൽമിയ, നിശാന്തത. സിറോഫ്താൽമിയ, നിശാന്തത രണ്ടും കണ്ണിന് ബാധിക്കുന്ന രോഗങ്ങളാണ്. സിറോഫ്താൽമിയ, നിശാന്തത. സിറോഫ്താൽമിയ, നിശാന്തത രണ്ട് രോഗങ്ങളാണ് വിറ്റാമിൻ എയുടെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന പ്രധാന രോഗങ്ങൾ. ഇത് എന്തിൽ നിന്നൊക്കെ വിറ്റാമിൻ എ എന്തിൽ നിന്നൊക്കെ ലഭിക്കുന്നു ചിലപ്പോൾ ചോദ്യം വരും. ക്യാരറ്റ്, ഇലക്കറികളിൽ നമ്മളോട് പറയാറുണ്ട്, നമ്മളോട് അമ്മയൊക്കെ പറയാറില്ലേ, നല്ല ഇല കൂട്ടിക്കോ, നല്ല കാഴ്ച കിട്ടും എന്നൊക്കെ പറയാറുണ്ട് അല്ലേ. നല്ല ഇലക്കറികളൊക്കെ കഴിച്ചാൽ നല്ല കാഴ്ച കിട്ടും എന്ന് പറയാറുണ്ട്. ഓക്കെ, അപ്പൊ ക്യാരറ്റ്, ഇലക്കറി, പാല്, മുട്ട, ഗോൾഡൻ റൈസ്, ഇതൊക്കെ ഏതാണ്? വിറ്റാമിൻ എ. ഇതിൽ നിന്നൊക്കെ എന്ത് ലഭിക്കുന്നുണ്ട്? വിറ്റാമിൻ എ ലഭിക്കുന്നുണ്ട്. ഗോൾഡൻ റൈസ് സുവർണ അരിയാണ് കേട്ടോ, സുവർണ അരി. അപ്പൊ ചോദ്യം വരാറുണ്ട്, ഏത് അരിയിൽ നിന്നുമാണ് വൈറ്റമിൻ എ ലഭിക്കുന്നതെന്ന് ചോദ്യം വരാറുണ്ട്. ഏതാണ്? സുവർണ അരി, ഗോൾഡൻ റൈസ്, ഗോൾഡൻ റൈസ്, ഗോൾഡൻ റൈസ്. ഓക്കെ, ഗോൾഡൻ റൈസ് ആണ്. ഗോൾഡൻ റൈസ് പഠിച്ചു വെച്ചോ, ഗോൾഡൻ റൈസ്. ഓക്കെ, അപ്പൊ ക്യാരറ്റ്, ഇലക്കറികൾ, പാല്, മുട്ട, ഗോൾഡൻ റൈസ് എന്നിവയിൽ നിന്നൊക്കെ വിറ്റാമിൻ എ ലഭിക്കാറുണ്ട്. വിറ്റാമിൻ എയുടെ രാസനാമം എന്താണ്? റെറ്റിനോൾ. കണ്ണിലെ ഒരു ഭാഗമാണ് റെറ്റിന, എയുടെ രാസനാമം റെറ്റിനോൾ. ഓക്കെ, ഇനി വിറ്റാമിൻ ബിയുടെ രാസനാമം, അതായത് വിറ്റാമിൻ ബി എന്ന് പറയുന്നതും വിറ്റാമിൻ B1 എന്ന് പറയുന്നതും ഒന്നാണ്. ബിയും B1ഉം ഒന്നാണ്. പിന്നെ ബിന്റെ B2, B3 ഇതൊക്കെ B3 അങ്ങനെ തന്നെ എടുത്ത് തന്നെ ചോദിക്കും. അഥവാ ബി എന്ന് മാത്രമാണ് ചോദ്യം ഉള്ളതെങ്കിൽ അത് B1 ആണ്, B1. അപ്പൊ വിറ്റാമിൻ B1ന്റെ രാസനാമം ബി നമുക്ക് ഇങ്ങനെ എഴുതി നോക്കാം. ബി ഇങ്ങനെ എഴുതിയ ഇവിടെ ഒരു താ നമുക്ക് കിട്ടും അല്ലെ, ത. അപ്പൊ തയാമിൻ. ഓക്കെ, ഇത് വെച്ച് കണക്ട് ചെയ്യണേ. അപ്പൊ വിറ്റാമിൻ ബി എന്ന് മാത്രം കണ്ട ബി തിരിച്ചിട്ട് ത എന്നുള്ളത് ആലോചിക്കുക. ബി, തയാമിൻ. വിറ്റാമിൻ ബിയുടെ രാസനാമമാണ് തയാമിൻ. വിറ്റാമിൻ B1ന്റെ രാസനാമമാണ് തയാമിൻ. വിറ്റാമിൻ B1ന്റെ രാസനാമമാണ് തയാമിൻ. ഓക്കെ, അപ്പൊ ആദ്യം B1 നമ്മൾ പഠിച്ചു, തയാമിൻ. നമ്മൾ പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ആദ്യം ത കഴിഞ്ഞാൽ പിന്നെ ഏത് പഠിക്കും? റ, തറ എന്നല്ലേ പഠിക്കുക. തറ, പറ, പന, പദ. ഓക്കെ, അപ്പൊ തറ. ഓക്കെ, ത കഴിഞ്ഞാൽ റാ പഠിക്കണം. അപ്പൊ രണ്ടാമത്തെ B2ന്റെ രാസനാമം ചോദിച്ചാൽ ആലോചിച്ചോ, റാ വെച്ച് തുടങ്ങുന്നതാണ്. റൈബോഫ്ലേവിൻ, 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 റൈബോഫ്ലേവിൻ. അപ്പൊ വിറ്റാമിൻ B2ന്റെ രാസനാമം എന്താണ്? റൈബോഫ്ലേവിൻ, റൈബോഫ്ലേവിൻ. വിറ്റാമിൻ ബിയുടെ രാസനാമം ചോദിച്ചാൽ ബി ഇങ്ങനെ താ പോലെ ഇടുക. ബി, ബി, ബിയും B1ഉം ഒന്നാണ് പറഞ്ഞു. തയാമിൻ, തയാമിൻ. B2 റൈബോഫ്ലേവിൻ, B2 റൈബോഫ്ലേവിൻ. അപ്പൊ വിറ്റാമിൻ എയുടെ രാസനാമം കണ്ണിലെ ഒരു ഭാഗമാണ് റെറ്റിന, റെറ്റിന കണ്ണിലെ ഒരു ഭാഗമാണ്. നമുക്ക് ഓരോ വിറ്റാമിനെ പറ്റിയിട്ട് ഇങ്ങനെ രാസനാമങ്ങൾ ഇവിടെ നിന്ന് തന്നെ പഠിപ്പിച്ചു പോവാം. പിന്നെ ഞാൻ അതുമായി ബന്ധപ്പെട്ട് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് എന്തായാലും നിങ്ങൾ ഇവിടെ നിന്ന് തന്നെ പഠിപ്പിച്ചു വിടാം. എന്തായാലും എല്ലാ വിറ്റാമിനുകൾക്കും ഒരു ഇമ്പോർട്ടൻ്റ് ആയ പോയിന്റെങ്കിലും കാണും, അത് ഞാൻ എന്തായാലും പഠിപ്പിച്ചു പോവാം കേട്ടോ. ഓക്കെ, അപ്പോൾ എന്തൊക്കെ പഠിച്ചു? വിറ്റാമിൻ എയുടെ രാസനാമം റെറ്റിനോൾ, വിറ്റാമിൻ ബിയുടെ രാസനാമം തയാമിൻ. താ കഴിഞ്ഞാൽ നമ്മൾ തറ എന്നാണ് പറയുക. തറ, റ വെച്ചിട്ട് ഏതാണ്? റൈബോഫ്ലേവിൻ, വിറ്റാമിൻ B2ന്റെ രാസനാമം. ഇനി B3, വിറ്റാമിൻ B3യുടെ രാസനാമം 3. ഈ 3 എന്നുള്ളത് ഇങ്ങനെ ഇട്ട എന്താണ്? ന. അപ്പൊ 3 ഇങ്ങനെ ഇട്ട നായാണ് വിറ്റാമിൻ B3യുടെ രാസനാമം നിയാസിൻ. ഇനി ചോദ്യം വന്നാൽ കിട്ടുമല്ലോ, B3 എന്ന് കണ്ട ആലോചിച്ചോ, 3 ഇങ്ങനെ ഇടണം. നിങ്ങൾക്ക് വിറ്റാമിൻസിൽ വേറെ 3 പഠിക്കാമല്ലോ, B3 മാത്രമല്ലേ പഠിക്കാവുള്ളൂ. അപ്പൊ 3 നിയാസിൻ, അങ്ങനെ കണക്ട് ചെയ്യുക, നിയാസിൻ. ഓക്കെ, ഇപ്പൊ ഏതൊക്കെ പഠിച്ചു? നമുക്ക് ഓരോന്നും കഴിയുമ്പോൾ ഒന്നുകൂടെ ആദ്യം തൊട്ട് റിപ്പീറ്റ് ചെയ്ത് വരാം. അപ്പൊ ഇങ്ങനെ പെർഫെക്റ്റ് ആയി പോകും. അപ്പൊ വിറ്റാമിൻ എയുടെ രാസനാമം റെറ്റിനോൾ. കണ്ണിലെ ഒരു ഭാഗമാണ് റെറ്റിന അല്ലെ, കണ്ണിലെ ഒരു ഭാഗമാണ് റെറ്റിന എന്ന് വെച്ച് കണക്ട് ചെയ്യാൻ പറ്റും. വിറ്റാമിൻ ബിയുടെ രാസനാമം ബി ഇങ്ങനെ തയാമിൻ. ഓക്കെ, തയാമിൻ. താ കഴിഞ്ഞാൽ നമ്മൾ റാ പഠിക്കും. റൈബോഫ്ലേവിൻ, റൈബോഫ്ലേവിൻ, റൈബോഫ്ലേവിൻ. വിറ്റാമിൻ B3, വിറ്റാമിൻ ബി 3 ഇങ്ങനെ ഇട്ട നിയാസിൻ. നമ്മൾ എപ്പോഴും പറയും 3 തിരിച്ചിട്ട ന അല്ലെ, 3 ഇങ്ങനെ ഇട്ട നായാണ് നിയാസിൻ. ഇനി വിറ്റാമിൻ B4 ഇല്ല, വിറ്റാമിൻ B4 ഇല്ല. പിന്നുള്ളത് വിറ്റാമിൻ B5 ആണ്, വിറ്റാമിൻ B5. ഓക്കെ, അപ്പൊ B3 വരെ കിട്ടിയോ? വിറ്റാമിൻ എയുടെ രാസനാമം എന്താണ്? വിറ്റാമിൻ എ റെറ്റിനോൾ. വിറ്റാമിൻ ബി തയാമിൻ. വിറ്റാമിൻ B2ന്റെ എന്താണ്? താ കഴിഞ്ഞാൽ റാ പഠിക്കണം. അപ്പൊ റൈബോഫ്ലേവിൻ, റൈബോഫ്ലേവിൻ. വിറ്റാമിൻ B3 തിരിച്ചിട്ട നിയാസിൻ, നിയാസിൻ. 3 ഇങ്ങനെ ഇട്ട 3 ഇത് നിയാസിൻ. ഓക്കെ, നിയാസിൻ കണക്ട് ചെയ്യുക. B4 ഇല്ല. പിന്നെ ഏതാണ്? B5 ആണുള്ളത്. B5ഉം സിമ്പിൾ ആണ്.
അഞ്ച് വെച്ച് ഏതെങ്കിലും പാട്ട് ഓർമ്മ വരുന്നുണ്ടോ? എന്താണ്? കുഞ്ചിയമ്മക്ക് 5 മക്കളാണ്. കേട്ടില്ലേ? മഞ്ചാടിയിലേ ഉള്ളതല്ലേ? മഞ്ചാടിയില്ല, കുഞ്ചിയമ്മക്ക് 5 മക്കളാണ്. അപ്പൊ ആ പാച്ച് കണക്ട് ചെയ്യുക. കുഞ്ചിയമ്മക്ക് എന്താണ്? 5 മക്കളാണ്. കുഞ്ചിയമ്മക്ക് 5 മക്കളാണ്. കുഞ്ചിയമ്മക്ക് എന്ത് ചെയ്യണം? ഈ 5 മക്കൾക്കും പാന്റ് വാങ്ങിക്കൊടുക്കണം. അപ്പോ 5 മക്കൾക്കും പാന്റ് വാങ്ങിക്കൊടുക്കണം. ഓക്കെ, പാൻറ്റോതെനിക് ആസിഡ്. പാൻറ്റോതെനിക് ആസിഡ്. ഓക്കെ, 5 മക്കൾക്കും പാന്റ് വാങ്ങി കൊടുക്കണം. 4 മാത്രം പാന്റ് വാങ്ങി കൊടുത്തിട്ട് ഒന്നിനെ തുണിയിലാണ്ട് വിടാൻ പറ്റില്ലല്ലോ. ഇല്ല. അപ്പൊ 5 മക്കൾക്കും പാന്റ് വാങ്ങി കൊടുക്കണം. എന്നാലേക്ക് കുഞ്ചിയമ്മക്ക് ഓൾറെഡി 5 മക്കളുണ്ട്. 5 മക്കൾക്കും എന്ത് ചെയ്യണം? പാന്റ് വാങ്ങി കൊടുക്കണം. അപ്പൊ പാൻറ്റോതെനിക് ആസിഡ്. ക്ലിയർ അല്ലേ? 5 മക്കൾക്കും പാന്റ് വാങ്ങി കൊടുക്കണം. പാൻറ്റോതെനിക് ആസിഡ്. ക്ലിയർ ആണല്ലോ? ഇനി വിറ്റാമിൻ B6. ആറാമത്തെ ആലോചിക്കുക. ആറാമത്തെ പീരീഡ് ആലോചിക്കുക. ആറാമത്തെ പീരീഡ് ആയിക്കഴിഞ്ഞാൽ നമുക്കൊക്കെ എന്ത് ചെയ്യും? ഉറക്കം വരും. ആറാമത്തെ പീരീഡ് ആയിക്കഴിഞ്ഞാൽ ഓക്കെ, ആറാമത്തെ പീരീഡ് ആയാലാണ് നമുക്ക് ഉറക്കം വരിക. കാരണം എന്താണ്? നമുക്ക് ലഞ്ച് ബ്രേക്ക് ഒക്കെ കഴിഞ്ഞ് ഒരു പീരീഡും കൂടെ കഴിഞ്ഞിട്ടാണ് ആറാമത്തെ പീരീഡ്. 4 പീരീഡ് കഴിഞ്ഞാലല്ലേ ലഞ്ച് ബ്രേക്ക് വരുന്നത്? അല്ലേ? 4 ആണെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പൊ 4 പീരീഡ് കഴിഞ്ഞിട്ട് ലഞ്ച് ബ്രേക്ക് വരികയാണ്. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഒരു പീരീഡും കൂടെ കഴിഞ്ഞാൽ ആറാമത്തെ പീരീഡ് ആയി കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഉറക്കം വരും. ഓക്കെ, അപ്പൊ ആറാമത്തെ പീരീഡ് ആയി കഴിഞ്ഞാൽ ആറാമത്തെ പീരീഡ് ഓക്കെ, പീരീഡോക്സിൻ. ആറാമത്തെ പീരീഡ് ആയി കഴിഞ്ഞാൽ പീരീഡോക്സിൻ കണക്ട് ചെയ്യുക. ആറാമത്തെ പീരീഡോക്സിൻ. ഉറക്കം വരുന്നു പറഞ്ഞ എന്തിനാ? ഈ വിറ്റാമിൻ B6 അപര്യാപ്തത മൂലമാണ് ഉറക്കമില്ലായ്മ, ഉത്കണ്ഠ എന്നിവ വരുന്നത്. ഓക്കെ, അപ്പൊ അതും കിട്ടി. ഇനി വിറ്റാമിൻ B7 ആണ് ബയോട്ടിൻ. ഓക്കെ, ബയോട്ടിൻ. ഇതുവരെ ക്ലിയർ അല്ലേ? ഈ വിറ്റാമിൻ B6 വരെ ക്ലിയർ അല്ലേ? ഇനി ഇതുവരെ പറഞ്ഞു തന്നിട്ട് അടുത്തേക്ക് കിടക്കാം. ആദ്യം നമ്മൾ പഠിച്ചു കണ്ണിലെ ഒരു ഭാഗമാണ് റെറ്റിന. ഈ വിറ്റാമിൻ എയുടെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ്? സിറോഫ്താൽമിയ, നിശാന്തത, 2 രോഗങ്ങൾ. നമ്മൾ വിറ്റാമിൻ B, അതായത് തയാമിൻ, രാസനാമം തയാമിൻ. വിറ്റാമിൻ ബിയുടെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗം എന്താണ്? ബെറിബെറി. ഓക്കെ, ബെറിബെറി. വിറ്റാമിൻ ബിയുടെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗമാണ് ബെറിബെറി. എന്താണ്? ബെറിബെറി. വിറ്റാമിൻ ബിയുടെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗം ബെറിബെറി. ഇവിടെ വിറ്റാമിൻ B2 നമുക്ക് പ്രധാനമായിട്ടും പഠിക്കാനുള്ള എന്താ അറിയോ? സൂര്യപ്രകാശത്തിൽ നശിച്ചു പോകുന്ന വിറ്റാമിൻ ആണ് വിറ്റാമിൻ B2. ഇമ്പോർട്ടന്റ് ആണ്. സൂര്യപ്രകാശത്തിൽ നശിച്ചു പോകുന്ന വിറ്റാമിൻ. ഒന്ന് ആലോചിച്ച് നോക്ക്. വിറ്റാമിൻ B2 എന്താ അറിയോ? അതായത് വായ്പുണ്ണിന് അല്ലെ? വിറ്റാമിൻ B2 അപര്യാപ്തത മൂലമാണ് വായ്പുണ്ണൊക്കെ ഉണ്ടാവുന്നത്. പാലിന് ഇളം മഞ്ഞ നിറം നൽകുന്ന വിറ്റാമിൻ ആണ്. പാലിന് ഇളം മഞ്ഞ നിറം നൽകുന്നത് വിറ്റാമിൻ B2 ആണ്. ഈ പാലിന് അങ്ങനെ കൊണ്ട് വെയിലത്ത് വെച്ചാൽ ഈ ഇളം മഞ്ഞ നിറമൊക്കെ പോകും. ഓക്കെ, അപ്പോൾ വിറ്റാമിൻ B2 അതായത് സൂര്യപ്രകാശത്തിൽ നശിച്ചു പോകുന്ന ഒരു വിറ്റാമിനാണ് വിറ്റാമിൻ B2. സൂര്യപ്രകാശത്തിൽ നശിച്ചു പോകുന്നത്. സൂര്യപ്രകാശത്തിൽ നിന്ന് ലഭിക്കുന്നത് ഏതാന്ന് വെച്ചാൽ വിറ്റാമിൻ D ആണ്. ഓക്കെ, D ആണ് സൂര്യപ്രകാശത്തിൽ നിന്ന് ലഭിക്കുന്നത്. നശിച്ചു പോകുന്നത് വിറ്റാമിൻ B2 ആണ്. ഇനി വിറ്റാമിൻ B3 നിയാസിൻ. ഇതാണ് പ്രധാനമായിട്ടും ഇവിടെ പഠിക്കാനുള്ളത്. ഇതിന്റെ രാസനാമം തന്നെയാണ്. പിന്നെ അത് രോഗം ഇപ്പൊ ജസ്റ്റ് ഓർത്ത് വെച്ചാൽ മതി. ഇത്ര പെല്ലഗ്ര. ഓക്കെ, പെല്ലഗ്ര രോഗം ജസ്റ്റ് ഒന്ന് ഓർത്തു വെക്കട്ടോ. ജസ്റ്റ് ഓർത്തു വെക്കുക. പെല്ലഗ്ര. അങ്ങനെ ആലോചിച്ചാൽ മതി. വിറ്റാമിൻ B3 ആണ്. അപ്പൊ 3 അക്ഷരം. പെല്ലഗ്ര. ആന്റി പെല്ലഗ്ര എന്നറിയപ്പെടുന്ന വിറ്റാമിൻ ആണ് വിറ്റാമിൻ B3. ഓക്കെ, അപ്പൊ അതുവരെ ക്ലിയർ അല്ലേ? വിറ്റാമിൻ B അങ്ങനട്ട തയാമിൻ. B2 ഏതാണ്? റൈബോഫ്ലേവിൻ. B3 നിയാസിൻ. B4 ഇല്ലാന്ന് ഞാൻ പറഞ്ഞു. 5 എന്താണ്? കുഞ്ചിയമ്മക്ക് 5 മക്കളാണ്. 5 ആൾക്കും പാന്റ് വാങ്ങി കൊടുക്കണം. അപ്പൊ പാൻറ്റോതെനിക് ആസിഡ് അല്ലേ? ആറാമത്തെ പീരീഡ് ആയി കഴിഞ്ഞാൽ എനിക്ക് ഉറക്കം വരും. അപ്പൊ ആറാമത്തെ പീരീഡോക്സിൻ ആറാമത്തെ പീരീഡ് ആണെന്ന് ഓർത്തു വെക്കുക. പീരീഡോക്സിൻ. ഉറക്കം വരും, ഉറക്കമില്ലായ്മ, ഉത്കണ്ഠ. പിന്നെ 5ാമത്തതിന്റെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗമാണ് പരസ്തേഷ്യ. അതും ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചാൽ മതി. പരസ്തേഷ്യ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഞാൻ പിന്നെയും പറഞ്ഞു തരും കേട്ടോ. ഓക്കെ, അപ്പൊ ഇവിടെ എന്താണ്? നിശാന്തത ഏത് വിറ്റാമിന്റെ അപര്യാപ്തത മൂലമാണ്? സിറോഫ്താൽമിയ ഏത് വിറ്റാമിന്റെ അപര്യാപ്തത മൂലമാണ്? രണ്ടും വിറ്റാമിൻ എയുടെ. കണ്ണിന് ആവശ്യമായ വിറ്റാമിൻ ഏതാണ്? വിറ്റാമിൻ എ ആണ്. ഓക്കെ, പാലിന് ഇളം മഞ്ഞ നിറം നൽകുന്ന വിറ്റാമിൻ ഏതാണ്? വിറ്റാമിൻ B2 ആണ്. സൂര്യപ്രകാശത്തിൽ ഇമ്പോർട്ടന്റ് ആണ്. ഇതവിടെ മാർക്ക് ചെയ്തോ, ഇമ്പോർട്ടന്റ് ആണ്. സൂര്യപ്രകാശത്തിൽ നശിച്ചു പോകുന്ന വിറ്റാമിൻ ആണ് വിറ്റാമിൻ B2. ഓക്കെ, അപ്പൊ വിറ്റാമിൻ B6 വരാനുള്ള പെർഫെക്റ്റ് ആയില്ലേ? ക്ലിയർ അല്ലേ? സെറ്റ് അല്ലേ? ഓക്കെ, കഴിഞ്ഞിട്ട് ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്ത് തരാം. ഇനി ഇതും കൂടെ ഒന്ന് തീർത്ത് തരട്ടെ. ഇനി വിറ്റാമിൻ B7 ബയോട്ടിൻ. ഓക്കെ, ഇത് കണക്ട് ചെയ്യാൻ ഒരു കാര്യം പറഞ്ഞുതരാം. ഈ 7 എന്നുള്ള ഈ ലെറ്റർ കാണുമ്പോൾ ഒരാളെ നമുക്ക് എപ്പോഴും ഓർമ്മ വരില്ല. ആരാണ്? CR7 ആണ്. CR7. ഓക്കെ, CR7. അപ്പൊ 7 വെച്ച് കണക്ട് ചെയ്യുക.
CR7 ആണ് ഇൻസ്റ്റാഗ്രാമിൽ ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സ് ഉള്ള മനുഷ്യൻ അല്ലേ? ഇൻസ്റ്റാഗ്രാമിൽ ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സ് ഉള്ള ആർക്കാണ്? CR7 ആണ്. ഈ ഇൻസ്റ്റാഗ്രാമിലല്ലേ നമ്മൾ ബയോ ഒക്കെ ഇടുക? ഓക്കെ, ഇൻസ്റ്റാഗ്രാമിലാണ് നമുക്ക് ബയോ ഒക്കെ വേണ്ടത്. അപ്പോൾ CR7ന്റെ ബയോ ആലോചിച്ചാൽ മതി കേട്ടോ. CR7 എന്ന് കണ്ടാൽ വേഗം CR7 ഇൻസ്റ്റാ എന്നൊക്കെ കണക്ട് ചെയ്യുക. അവിടെ എന്ത് വരും? ബയോ വരും. ഓക്കെ, ബയോട്ടിനാണ്. ബയോട്ടിനെ നമുക്ക് ബയോ വെച്ച് ഇപ്പോൾ കണക്ട് ചെയ്യാൻ തൽക്കാലം പറ്റുള്ളൂ. അപ്പൊ ബയോ വെച്ചിൽ കണക്ഷൻ കിട്ടുമോ? അപ്പൊ 7 കണ്ട ആരെ ആലോചിക്കണം? CR7 ആലോചിക്കണം അല്ലേ? ക്രിസ്ത്യാനോ റൊണാൾഡോനെ ആലോചിക്കണം. അദ്ദേഹമാണ് ഇൻസ്റ്റാഗ്രാമിൽ ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സ് ഉള്ള വ്യക്തി. ആരാന്ന് വെച്ചാൽ ആരാണ്? ക്രിസ്ത്യാനോ റൊണാൾഡോ ആണ്. ക്രിസ്ത്യാനോ റൊണാൾഡോ. ഓക്കെ, 7 ക്രിസ്ത്യാനോ റൊണാൾഡോ ബയോ. ഓക്കെ, ബയോ കിട്ടിയല്ലോ. ഇനി 8 ഇല്ല, 4 ഇല്ല, 8 ഇല്ല. പിന്നെ 9 എന്താണ്? ഫോളിക് ആസിഡ്. ഈ 9 ഒരു പ്രത്യേകത ഉണ്ട്. 9 ഈ സാധനത്തിനെ ഇങ്ങനെ ഇട്ടാലാണ് ഇത് കണ്ടോ ഈ 9 അല്ലേ? ഇതവിടെ ഒരു 9 ഉണ്ട്. അപ്പൊ അത് വെച്ചിട്ടൊക്കെ കണക്ട് ചെയ്താൽ മതി. F കണക്ട് ചെയ്യുക, കണക്ട് ചെയ്യുക കേട്ടോ. ഫോളിക് ആസിഡ് ആണ്. ഫോളിക് ആസിഡ്. ഇനി അതല്ല, ഈ 9നെ F വെച്ചിട്ടും കണക്ട് ചെയ്യാൻ പറ്റും. Fനെ പക്ഷെ തിരിച്ചിടണം, ഇങ്ങനെ ഇടണം, അപ്പോഴും 9 ആയി. ഓക്കെ, അപ്പൊ അങ്ങനെ എങ്ങനെയെങ്കിലും കണക്ട് ചെയ്ത് വെക്കുക. വിറ്റാമിൻ B9 മാത്രം ഒന്ന് പഠിച്ചു വെച്ചോ. ഫോളിക് ആസിഡ്. ബാക്കിയൊക്കെ കിട്ടിയില്ലേ? B6 വരെ പെർഫെക്റ്റ് ആണ്. 7 എന്താണ്? CR7ന്റെ ബയോ. CR7 എന്ന് കണ്ടാൽ തന്നെ എന്താലോചിക്കണം? ഞാൻ പറഞ്ഞത് അപ്പോൾ മനസ്സിൽ വരും കേട്ടോ. ആ സമയത്ത് നിങ്ങൾക്ക് കിട്ടും. CR7 വെച്ചിട്ട് എന്തോ കണക്ട് ചെയ്ത് വരും. അപ്പൊ നിങ്ങൾ ഇങ്ങനെ എന്ത് നോക്കും? ഓപ്ഷൻസ് നോക്കുമ്പോൾ ബയോ അതിൽ കിടക്കുന്നുണ്ടാവും. അപ്പോൾ CR7 വെച്ചിട്ട് ബയോ, ഇൻസ്റ്റാഗ്രാം ബയോ കണക്ട് ചെയ്യാൻ പറ്റും. പിന്നെ വിറ്റാമിൻ B9, ഫോളിക് ആസിഡ്. ഈ കണ്ടു കഴിഞ്ഞാൽ ഇവിടെ 9 പോലെ തോന്നും. ഓക്കെ, അപ്പൊ ഫോളിക് ആസിഡ്. ഇതൊക്കെ നിങ്ങൾക്ക് ഓപ്ഷൻ കണ്ടെന്നാലും കിട്ടും. ഓക്കെ, നിങ്ങൾ കാണാതെ എഴുതേണ്ട കാര്യമൊന്നുമല്ലോ. ഓപ്ഷൻ കണ്ടാൽ നിങ്ങൾക്ക് കിട്ടും. ഇനി വിറ്റാമിൻ B12, സയനോകോബാലമിൻ ആണ് വിറ്റാമിൻ B12. സയനോകോബാലമിൻ അതും ജസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കുക. വിറ്റാമിൻ B12 സയനോകോബാലമിൻ. ഇത് ഞാൻ റിപ്പീറ്റ് ചെയ്ത് സെറ്റ് ആക്കി തരാം. ബാക്കിയൊക്കെ ക്ലിയർ അല്ലേ? 9ഉം 12ഉം ഞാൻ റിപ്പീറ്റ് ചെയ്തിട്ട് തന്നെ സെറ്റ് ആക്കി തരാം. അത് ചിലപ്പോൾ കൂടി ചിലപ്പോൾ പിന്നെ ആലോചിക്കാൻ കിട്ടില്ല. അപ്പൊ ഇതൊക്കെ ഞാൻ ഇപ്പൊ റിപ്പീറ്റ് ചെയ്ത് സെറ്റ് ആക്കി തരാം. ബാക്കിയൊക്കെ പെർഫെക്റ്റ് അല്ലേ? സെറ്റ് അല്ലേ? ഇനി അടുത്തത് വിറ്റാമിൻ സി. ഓക്കെ, വിറ്റാമിൻ സി ഇങ്ങനെ ആക്കി തന്നെ ഞാൻ പറഞ്ഞുതരാം. ഡിസൈൻ ചെയ്തതല്ല, വേറൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണ്. ഇത് കണ്ടോ, ഞാൻ ഒരു സ്വകാര്യം പറയട്ടെ. ഇത് കാന്താണ് കേട്ടോ. ഇത് മാഗ്നറ്റ് ആണേ. നിങ്ങൾക്ക് അങ്ങനെ തോന്നിയില്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ വിചാരിക്കണം. ഇത് മാഗ്നറ്റ് ആണ്. അപ്പോൾ ഇതിങ്ങനെ എന്ത് ചെയ്യാണ്? മാഗ്നറ്റ് എന്ത് ചെയ്യും? അബ്സോർബ് ചെയ്തെടുക്കും. ഓക്കെ, അത് വെച്ച് കണക്ട് ചെയ്യുക. അസ്കോർബിക് ആസിഡ് എവിടെ? അസ്കോർബിക് ആസിഡ് കിട്ടുമല്ലോ. അപ്പൊ മാഗ്നറ്റ് സി അബ്സോർബ് ചെയ്യുക. അസ്കോർബിക് ആസിഡ് ആണ് വിറ്റാമിൻ സിയുടെ രാസനാമം. അസ്കോർബിക് ആസിഡ്. ഇനി വിറ്റാമിൻ ഡി നമുക്കൊക്കെ അറിയാം. ഈ വിറ്റാമിൻ ഡി എന്തിനാണ്? എല്ലിനും പല്ലിനൊക്കെ ആവശ്യമായ വിറ്റാമിൻ ആണ്. ഈ എല്ലിനും പല്ലിനൊക്കെ എന്ത് വേണം? കാൽസ്യം വേണം. എല്ലിന് എന്ത് വേണം? കാൽസ്യം വേണം. കാൽസിഫെറോൾ. വിറ്റാമിൻ ഡി എന്തിനാണ്? എല്ലിനും പല്ലിനും ആവശ്യമായതാണ്. കണ്ണിന് ആവശ്യമായതാണ് എ. അപ്പൊ കണ്ണിലെ ഒരു ഭാഗമാണ് റെറ്റിന. അതുപോലെ തന്നെ എല്ലിനും പല്ലിനും ആവശ്യമായതാണ് കാൽസ്യവും വിറ്റാമിൻ ഡിയും. രണ്ടിനെയും കണക്ട് ചെയ്യുക. കാൽസിഫെറോൾ. അപ്പൊ വിറ്റാമിൻ ഡിയും കിട്ടിയല്ലോ. വിറ്റാമിൻ ഡി, കാൽസിഫെറോൾ. ഇതിന്റെ പോയിന്റ്സ് ഞാൻ അത് കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം. ആദ്യം നമുക്ക് ഈ രാസനാമങ്ങളൊന്ന് സെറ്റ് ആക്കിയിട്ട് പോവാം. ഓക്കെ, അപ്പൊ വിറ്റാമിൻ സി എന്താണ്? സി ഇങ്ങനെ അബ്സോർബ്, ഇങ്ങനെ വലിച്ചെടുക്കുക. ഓക്കെ, അബ്സോർബ്. അസ്കോർബിക് ആസിഡ്. ഡി എന്താണ്? കാൽസ്യം അല്ലെ? എല്ലിന് ആവശ്യമായതാണ് കാൽസ്യം. വിറ്റാമിൻ ഡിയും എല്ലിന് ആവശ്യമായതാണ്. അപ്പൊ കാൽസിഫെറോൾ. ഇനി വിറ്റാമിൻ ഇയുടെ രാസനാമം ഇതെന്താ വായിക്കുക? ഇ ടോ. ഇങ്ങനെ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ എഡോ എന്ന് വായിക്കൂലേ? എഡോ എന്ന് കണക്ട് ചെയ്യുക കേട്ടോ. ഈനെ കണ്ട എഡോ എന്ന് കണക്ട് ചെയ്യുക. ഇതെന്താണ്? ഇ ഫോർ ടോക്കോഫെറോൺ. അതിന്റെ ആണ്. അതിന്റെ ടോക്കോഫെറോൺ. അപ്പോ ഈ എഡോ എന്ന് ആലോചിക്കുക. ടോക്കോഫെറോൺ. അപ്പൊ വിറ്റാമിൻ ഇ കണ്ട ഈനെ അപ്പൊ തന്നെ കണക്ട് ചെയ്യണം. എഡോ എന്ന് കണക്ട് ചെയ്യാൻ നമുക്ക് ഇങ്ങനെ ഓപ്ഷൻ നോക്കിക്കഴിഞ്ഞാൽ ഏതൊക്കെയാ തമ്മിൽ എഡോ എന്നുള്ള ഒരു കണക്ഷൻ വരും. അപ്പൊ ടോക്കോഫെറോൺ. ഏതാണ്? ടോക്കോഫെറോൺ. ഇനി ലാസ്റ്റത്തെ വിറ്റാമിൻ കെ കണ്ടു കഴിഞ്ഞാൽ എന്താ ആലോചിക്കണം? KFC എന്താണ്? K ഫോർ വിറ്റാമിൻ കെ. എഫ് എന്താണ്? എഫ് ഫില്ലോക്യുനോൺ. ഫില്ലോക്യുനോൺ. ക്ലിയർ അല്ലേ? സെറ്റ് അല്ലേ? ഫില്ലോക്യുനോൺ ആണ് FC. FC എന്താണ്? ഫില്ലോക്യുനോൺ. FC ഒന്നുകൂടെ പറ. ഫില്ലോക്യുനോൺ. KFC K എന്താണ്? ഫില്ലോക്യുനോൺ. ഓക്കെ, ഇനി ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്തട്ടെ. വിറ്റാമിൻ B7 കണ്ട ആരാലോചിക്കണം? CR7ന്റെ ബയോട്ടിൻ. പിന്നെ 8 ഇല്ലാന്ന് ഞാൻ പറഞ്ഞു. പിന്നെ ഉള്ളത് 9 ആണ്. 9 എന്താണ്? ഫോളിക് ആസിഡ്. കിട്ടുമല്ലോ. 9 ഇങ്ങനെ ഇട്ടാ ഇത് 9 ഇതിനെ എങ്ങനെ ഇടാൻ പറ്റും? ഓക്കെ, ഇങ്ങനെ ഇട്ടാ ഫോളിക് ആസിഡ്.
അപ്പൊ അത് വെച്ചിട്ടൊക്കെ ഒന്ന് കണക്ട് ചെയ്യാം. ഓക്കെ, നമുക്ക് ഓപ്ഷൻ കണ്ടാൽ കിട്ടും. അവിടെ ഒരു 9 ഉള്ള പോലെ തോന്നാം. ഇത് കണ്ടോ, ഇവിടെ ഒരു 9 ഇല്ലേ? അപ്പോൾ 9 വെച്ച് കണക്ട് ചെയ്യുക. ഫോളിക് ആസിഡ്, വിറ്റാമിൻ B12, സയനോകോബാലമിൻ, വിറ്റാമിൻ B12, സയനോകോബാലമിൻ, വിറ്റാമിൻ B12, സയനോകോബാലമിൻ. പിന്നെ വിറ്റാമിൻ സി എന്താണ്? അബ്സോർബ് അല്ലെ? അസ്കോർബിക് ആസിഡ് ആണ്. അബ്സോർബ് വെച്ച് കണക്ട് ചെയ്യുക. അസ്കോർബിക് ആസിഡ് ആണ്. വിറ്റാമിൻ ഡി എന്താണ്? ഡി എന്തിനാവശ്യമായതാണ്? എല്ലിനാവശ്യമായതാണ്. കാൽസ്യം. അപ്പൊ കാൽസിഫെറോൾ. പിന്നെ ഈ എന്നാലോചിക്കുക, എഡോ എന്താണ്? ഈ ടോക്കോഫെറോൾ. പിന്നെ കെ ഫോർ KFC, ഫില്ലോക്യുനോൺ. അതുവരെ കറക്റ്റ് അല്ലേ? സെറ്റ് അല്ലേ? ഇനി ഈ വിറ്റാമിന്റെ ഒക്കെ പോയിന്റ്സ് നമ്മൾ പറഞ്ഞില്ലല്ലോ. വിറ്റാമിൻ B7 ബയോട്ടിൻ ജസ്റ്റ് അറിഞ്ഞു വെച്ചാൽ മതി. വിറ്റാമിൻ B7. ഇനി 7 വെച്ചിട്ടൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഇത് കണ്ടോ, ഇത് നിങ്ങൾക്ക് അതുപോലെ തോന്നുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇത് മുടിയാണ് കേട്ടോ. ഇതുണ്ട് ഒരാളുടെ ഫേസ് ഇവിടെ ഉണ്ട്. ഓക്കെ, ഇതപ്പോ മുടിയാണ്. ഓക്കെ, ഈ 7 വെച്ചിട്ട് ഒരു മുടി കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ? 7 വെച്ചിട്ട് മുടി കൊഴിച്ചിലിന് കാരണമായ വിറ്റാമിനാണ് വിറ്റാമിൻ B7. മുടി കൊഴിച്ചിലിന് കാരണമായ വിറ്റാമിൻ B7. ഏത് വിറ്റാമിന്റെ അപര്യാപ്തത മൂലമാണ് മുടി കൊഴിച്ചിൽ ഉണ്ടാവുന്നതെന്ന് ചോദിച്ചാൽ വിറ്റാമിൻ B7. അതുകൊണ്ട് തന്നെ H വിറ്റാമിൻ എന്നറിയപ്പെടുന്നത്, H4 എന്താണ്? ഹെയർ. ഓക്കെ, H വിറ്റാമിൻ എന്നറിയപ്പെടുന്നത് വിറ്റാമിൻ B7 ആണ്. അപ്പൊ അത് ജസ്റ്റ് കണക്ട് ചെയ്ത് വെക്കാം. അപ്പൊ വിറ്റാമിൻ സി രോഗപ്രതിരോധത്തിന് ആവശ്യമായ വിറ്റാമിൻ ആണ്. വിറ്റാമിൻ സിയുടെ രാസനാമം അസ്കോർബിക് ആസിഡ്. അബ്സോർബ് ചെയ്തെടുക്കുക നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അസ്കോർബിക് ആസിഡ്. ഓക്കെ, രോഗപ്രതിരോധത്തിന് ആവശ്യമായ വിറ്റാമിൻ. ഇവിടെ വേറെ ഒന്ന് പഠിക്കാണ്ട്, ഈ വിറ്റാമിൻ സി ആണ് ചൂടാക്കുന്നതിലൂടെ നഷ്ടമാകുന്ന വിറ്റാമിൻ ആണ്. നമ്മൾ നേരത്തെ പഠിച്ചു സൂര്യപ്രകാശത്തിലൂടെ നഷ്ടമാകുന്ന വിറ്റാമിൻ ഏത് നമ്മളോട് ചോദ്യം വന്നപ്പോൾ വിറ്റാമിൻ B2 ആണ് വന്നത്. B2. ഓക്കെ, സൂര്യപ്രകാശത്തിലൂടെ നഷ്ടമാകുന്ന വിറ്റാമിൻ ആണ് വിറ്റാമിൻ B2. ചൂടാക്കുന്നതിലൂടെയും മൂത്രത്തിലൂടെയും നഷ്ടമാകുന്നതാണ് വിറ്റാമിൻ സി. ചൂടാക്കുന്നതിലൂടെയും മൂത്രത്തിലൂടെയും. ആലോചിച്ച് നോക്കുക, സി. അപ്പൊ അതിന്റെ സൗണ്ട് കണക്ട് ചെയ്യുക അല്ലേ? കുക്കറിന്ന് ഇങ്ങനെ ചൂടാക്കുമ്പോൾ എന്താ എന്നൊരു വിസിൽ വരും. അപ്പൊ അത് വെച്ച് കണക്ട് ചെയ്താൽ ചൂടാക്കുന്നതിലൂടെയും മൂത്രത്തിലൂടെയും നഷ്ടമാകുന്ന വിറ്റാമിൻ ആണ് വിറ്റാമിൻ സി. പിന്നെ നമ്മൾ ഇത് രണ്ടും B9 എന്താണ്? മെഗലോബ്ലാസ്റ്റിക് അനീമിയ. അതിന്റെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗമാണ് മെഗലോബ്ലാസ്റ്റിക് അനീമിയ. B12 പെർനീഷ്യസ് അനീമിയ. അത് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് വെക്കുക. ഓക്കെ, പിന്നെ വിറ്റാമിൻ സി ഒക്കെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇമ്പോർട്ടന്റ് ആയത് മാത്രം ഇപ്പൊ പെട്ടെന്ന് പറഞ്ഞു പോവാ. വിറ്റാമിൻ സിയുടെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗം ചോദ്യം സ്കെർവി. അത് പറഞ്ഞിട്ടില്ല അല്ലെ? സ്കർവി രോഗപ്രതിരോധത്തിന് ആവശ്യമായതാണെന്ന് നമ്മൾ പറഞ്ഞു. എന്നാൽ വിറ്റാമിൻ സിയുടെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗം ഏതെന്ന് ചോദ്യം വരാറുണ്ട്. ഏതാണ്? സ്കർവി. ഈ സ്കർവിയാണ് നാവികരുടെ പ്ലേഗ് എന്നറിയപ്പെടുന്ന രോഗമാണ് സ്കർവി. നാവികരുടെ പ്ലേഗ് ആണ് സ്കർവി. അപ്പൊ രോഗപ്രതിരോധത്തിന് ആവശ്യമായ വിറ്റാമിൻ ഏതാണ്? വിറ്റാമിൻ സി ആണ്. എന്തിൽ നിന്നൊക്കെ ലഭിക്കും? ഓറഞ്ച് അല്ലെ? നമുക്കറിയാം, നമ്മളൊരു രോഗിനെ കാണാൻ പോകുമ്പോൾ എപ്പോഴും നമ്മൾ ഓറഞ്ചും ആപ്പിളൊക്കെ കൊണ്ടുപോകും. അപ്പൊ എന്തിൽ നിന്നൊക്കെ ലഭിക്കുകയാണ്? അപ്പൊ ഓറഞ്ച് എന്തിന് കൊണ്ടുപോകുന്നതെന്ന് ആലോചിക്ക്. രോഗപ്രതിരോധം ലഭിക്കാൻ. അവർക്ക് രോഗപ്രതിരോധം ലഭിക്കാൻ വേണ്ടിയിട്ടാണ് ഓറഞ്ച് ഒക്കെ കൊണ്ടുപോകുന്നത്. ഓറഞ്ച്, നാരങ്ങ, നെല്ലിക്ക ഇവയിൽ നിന്നൊക്കെയാണ് എന്ത് ലഭിക്കുന്നത്? ഇവയിൽ നിന്നൊക്കെ രോഗപ്രതിരോധം, അതായത് വിറ്റാമിൻ സി ലഭിക്കും. അപ്പൊ രോഗപ്രതിരോധം ഉണ്ടാവും. രോഗപ്രതിരോധത്തിന് ആവശ്യമായ വിറ്റാമിൻ ആണ് വിറ്റാമിൻ സി. ഇനി വിറ്റാമിൻ ഡി, ഇത് ഇമ്പോർട്ടന്റ് ആണ്. സൂര്യപ്രകാശത്തിൽ നിന്ന് ലഭിക്കുന്നത്. ഓക്കെ, സൺലൈറ്റ്. സൂര്യപ്രകാശത്തിൽ നിന്നും ലഭിക്കുന്ന വിറ്റാമിൻ ആണ് വിറ്റാമിൻ ഡി. സൂര്യപ്രകാശത്തിൽ നശിച്ചു പോകുന്നത് വിറ്റാമിൻ B2 ആണ്. സൂര്യപ്രകാശത്തിൽ നിന്നും ലഭിക്കുന്ന വിറ്റാമിൻ ആണ് വിറ്റാമിൻ ഡി. ഓക്കെ, വിറ്റാമിൻ ഡി. എല്ലിനും പല്ലിനും ആവശ്യമായ വിറ്റാമിൻ ഏതെന്നൊക്കെ ചോദ്യം വരും. വിറ്റാമിൻ ഡി ആണ്. ഓക്കെ, കണ്ണിന് ആവശ്യമായത് ഏതാന്ന് ചോദിച്ചാൽ വിറ്റാമിൻ എ ആണ്. സൂര്യപ്രകാശത്തിൽ നിന്നും ലഭിക്കുന്ന വിറ്റാമിൻ ഏതാന്ന് ചോദിച്ചാൽ ഏതാണ്? വിറ്റാമിൻ ഡി ആണ്. വിറ്റാമിൻ ഡി ആണ് സൂര്യപ്രകാശത്തിൽ നിന്നും ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ സൺഷൈൻ വിറ്റാമിൻ എന്നും സ്റ്റിറോയിഡ് വിറ്റാമിൻ എന്നും അറിയപ്പെടുന്നു. സൺഷൈൻ വിറ്റാമിൻ എന്നും സ്റ്റിറോയിഡ് വിറ്റാമിൻ എന്നും അറിയപ്പെടുന്ന ഏതാണ്? വിറ്റാമിൻ ഡി ആണ്. സൺഷൈൻ വിറ്റാമിൻ എന്നും സ്റ്റിറോയിഡ് വിറ്റാമിൻ എന്നും അറിയപ്പെടുന്ന ഏതാണ്? വിറ്റാമിൻ ഡി ആണ്. ഓക്കെ, അപ്പൊ എന്തൊക്കെ പഠിച്ചു? ഇനി വിറ്റാമിൻ ഡിയുടെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗമാണ് റിക്കറ്റ്സ്. അഥവാ കണ അല്ലെങ്കിൽ ഒസ്റ്റീഷ്യസ് മലേഷ്യ. അതും വിറ്റാമിൻ ഡിയുടെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗമാണ്. ഓക്കെ, അപ്പൊ അതും ക്ലിയർ ആയല്ലോ. റിക്കറ്റ്സ് കണ എന്തായാലും പഠിച്ചു വെക്കുക. റിക്കറ്റ്സ് ഏത് വിറ്റാമിന്റെ അപര്യാപ്തത മൂലമാണ്? വിറ്റാമിൻ ഡിയുടെ അപര്യാപ്തത മൂലം. ഇനി ബ്യൂട്ടി വിറ്റാമിൻ എന്നറിയപ്പെടുന്ന വിറ്റാമിൻ ആണ് വിറ്റാമിൻ ഇ. ബ്യൂട്ടി വിറ്റാമിൻ അല്ലെ? വന്ധ്യതക്ക് കാരണമായ വിറ്റാമിൻ ആണ് വിറ്റാമിൻ ഇ. ഓക്കെ, അപ്പൊ അതും പഠിച്ചു വെക്കുക. ബ്യൂട്ടി വിറ്റാമിൻ എന്നറിയപ്പെടുന്ന വിറ്റാമിൻ ഏതാന്ന് ചോദിച്ചാൽ വിറ്റാമിൻ ഇ ആണ്. ബ്യൂട്ടി വിറ്റാമിൻ എന്നറിയപ്പെടുന്നത് വിറ്റാമിൻ ഇ ആണ്. ഇനി രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന വിറ്റാമിൻ ആണ് വിറ്റാമിൻ കെ. K4 കട്ട പിടിക്കുക.
കട്ട പിടിക്കൽ കിട്ടുമല്ലോ. കെ ഫോർ കട്ട പിടിക്കൽ, സിമ്പിൾ ആയിട്ട് കിട്ടുമല്ലോ. കെ ഫോർ കട്ട പിടിക്കൽ, കെ ഫോർ കട്ട പിടിക്കൽ. അപ്പൊ രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന വിറ്റാമിനാണ് വിറ്റാമിൻ കെ. പിന്നെ സൂര്യപ്രകാശത്തിൽ നിന്നും ലഭിക്കുന്നത് പഠിക്കണം കേട്ടോ. സൂര്യപ്രകാശത്തിൽ നിന്നും ലഭിക്കുന്ന വിറ്റാമിനാണ് വിറ്റാമിൻ ഡി. സൂര്യപ്രകാശത്തിൽ നശിച്ചു പോകുന്ന, ഇപ്പോൾ ഞാൻ ഇതിൽ പറഞ്ഞ പോയിന്റ്സ് ഒക്കെ ഒന്നുകൂടെ പറഞ്ഞുതരാം. അതിനുശേഷം നമുക്ക് വേഗം രാസനാമങ്ങളും കൂടെ പറഞ്ഞിട്ടൊന്ന് നിർത്താം. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങൾ പഠിച്ച് നമുക്ക് നിർത്താം. ഇനി പോയിന്റ്സ് എന്തൊക്കെ പറഞ്ഞു? വിറ്റാമിൻ എ കണ്ണിന് ആവശ്യമായ വിറ്റാമിൻ ആണെന്ന് നമ്മൾ പറഞ്ഞു. കണ്ണിലെ ഒരു ഭാഗമാണ് റെറ്റിന. അതുകൊണ്ട് തന്നെ വിറ്റാമിൻ എയുടെ രാസനാമം റെറ്റിനോൾ എന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ അത് ക്ലിയർ അല്ലേ? പെർഫെക്റ്റ് അല്ലേ? കണ്ണിലെ ഒരു ഭാഗമാണ് റെറ്റിന, പഠിച്ചു വെക്കുക കേട്ടോ. ഓക്കെ, പിന്നെ അതിന്റെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗം നിശാന്തത, പിന്നെ ഏതാണ്? സിറോഫ്താൽമിയ. രണ്ടെണ്ണം, സിറോഫ്താൽമിയ, നിശാന്തത. എന്നിൽ നിന്നൊക്കെയാണ് വിറ്റാമിൻ എ ലഭിക്കുന്നത്? ക്യാരറ്റ്, ഇലകറി, പാല്, മുട്ട, ഗോൾഡൻ റൈസ് ഇവയിൽ നിന്നൊക്കെ ലഭിക്കുന്നു നമ്മൾ പഠിച്ചു. പിന്നെ വിറ്റാമിൻ ബി, തയാമിൻ, അതിന്റെ അപര്യാപ്തത മൂലം ബി എന്ന് പറഞ്ഞാൽ തന്നെ നമ്മൾ ബ എന്നല്ല ആലോചിക്കുക. ബ ഫോർ ബെറി ബെറി. ഓക്കെ, ബി ബെറി, ബി ബ ബെറി. വിറ്റാമിൻ ബി ടു എന്താണ്? സൂര്യപ്രകാശത്തിൽ നശിച്ചു പോകുക. അതെന്തായാലും പഠിച്ചു വെച്ചോ, വിറ്റാമിൻ ബി ടു. അപ്പൊ താ കഴിഞ്ഞാൽ നമ്മൾ ഏത് പഠിക്കും? റാ പഠിക്കും. അപ്പൊ വിറ്റാമിൻ ബി ടുവിന്റെ രാസനാമം റൈബോഫ്ലേവിൻ. വിറ്റാമിൻ ബി ടുവിന്റെ രാസനാമം റൈബോഫ്ലേവിൻ. വിറ്റാമിൻ ബി ത്രീ എന്താണ്? നിയാസിൻ. വിറ്റാമിൻ ബി ത്രീ നിയാസിൻ. പെല്ലഗ്ര അല്ലെ? പെല്ലഗ്ര, ആന്റി പെല്ലഗ്ര എന്നറിയപ്പെടുന്ന വിറ്റാമിൻ ആണ് വിറ്റാമിൻ ബി ത്രീ. അപ്പൊ പെല്ലഗ്ര അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗമാണ് പെല്ലഗ്ര, ആന്റി പെല്ലഗ്ര. പെല്ലഗ്ര കണക്ട് ചെയ്തല്ലോ. ബി ഫോർ ഇല്ല നമ്മൾ പറഞ്ഞു. പിന്നെ ബി ഫൈവ് ആണ്. കുഞ്ചിയമ്മക്ക് 5 മക്കളാണ് അല്ലെ? 5 മക്കൾ, 5 ആൾക്കും എന്ത് വാങ്ങണം? പാൻറ് വാങ്ങി കൊടുക്കണം. അപ്പൊ പാൻഡോതെനിക് ആസിഡ്. ഓക്കെ, പിന്നെ അതിന്റെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗമാണ് പരസ്തേഷ്യ. പിന്നെ വിറ്റാമിൻ ബി സിക്സ് 6ാമത്തെ പീരീഡ് ആയി കഴിഞ്ഞാൽ, 6ാമത്തെ പീരീഡ്, അതെന്തിനാ പറഞ്ഞു? പീരീഡോക്സിൻ. പീരീഡ് ആയി കഴിഞ്ഞാൽ ഉറക്കം വരും. ഉറക്കമില്ലായ്മയും ഉത്കണ്ഠയും ഏത് വിറ്റാമിന്റെ അപര്യാപ്തത മൂലമാണ്? വിറ്റാമിൻ ബി സിക്സിന്റെ ആണ്. പിന്നെ വിറ്റാമിൻ ബി സെവൻ നമ്മൾ കണക്ട് ചെയ്തു. ഇത് കണ്ടോ, അതങ്ങനെ മുടി വെച്ച് കണക്ട് ചെയ്താൽ എന്താണ്? ബി സെവൻ മുടികൊഴിച്ചിലിന് കാരണമായ വിറ്റാമിൻ ആണ് വിറ്റാമിൻ ബി സെവൻ. അതുകൊണ്ട് തന്നെ ഹെയർ എച്ച് വിറ്റാമിൻ എന്നറിയപ്പെടുന്നു. അങ്ങനെ കണക്ട് ചെയ്യാട്ടോ, എച്ച് വിറ്റാമിൻ എന്നറിയപ്പെടുന്നു. അപ്പൊ വിറ്റാമിൻ ബി സെവന്റെ രാസനാമം CR7ന്റെ ബയോട്ടിൻ. ഇൻസ്റ്റാഗ്രാമിൽ ബയോട്ടിൻ. ഇൻസ്റ്റാഗ്രാമിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ്. ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാത്തവരൊക്കെ ഫോളോ ചെയ്യാട്ടോ. ഓക്കെ, ഇൻസ്റ്റാഗ്രാമിൽ ID പറഞ്ഞുതരാം. അൻഫാസ് അഹമ്മദ് കണക്ട് ചെയ്യുക. ANFAS ആയിട്ട് അടിച്ചാൽ ചിലപ്പോൾ വരും. ഓക്കെ, അപ്പോൾ അത് കണക്ട് ചെയ്യല്ല, അത് ഫോളോ ചെയ്യാത്തവരൊക്കെ ഫോളോ ചെയ്യുക. പിന്നെ അല്ലെങ്കിൽ നമ്മുടെ പേജിന്റെ, അതായത് മിസ്റ്റർ എജുകാട്ടൻ്റെ ഇൻസ്റ്റാഗ്രാം ഉണ്ട്, അതും ഫോളോ ചെയ്യാത്തവരാണെങ്കിൽ ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്തവരാണെങ്കിൽ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക. ഇതിൻ്റെയൊക്കെ ലിങ്ക് നമ്മൾ കമന്റ് ബോക്സിലല്ല ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അതിൽ കയറിയിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒക്കത്തിൻ്റെ ലിങ്ക് കിട്ടും. അപ്പോൾ ജോയിൻ ചെയ്യാത്തവരും ഫോളോ ചെയ്യാത്തവരും ഒക്കെ ചെയ്യുക. ജോയിൻ ചെയ്യാത്തവർ നിങ്ങൾക്ക് ഈ നോട്ട്സ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ എന്തായാലും ടെലിഗ്രാമിൽ ഫോളോ ചെയ്യുക കേട്ടോ. ഓക്കെ, മറക്കരുത്. അപ്പോൾ നമ്മൾ എന്താ പറഞ്ഞുകൊണ്ടിരുന്നത്? ഇൻസ്റ്റാഗ്രാമിൽ ബയോട്ടിൻ. ഓക്കെ, 7 ബയോട്ടിൻ. 7 വെച്ചിട്ട് എന്താണ്? മുടി കൊഴിച്ചിലിന് കാരണമായ വിറ്റാമിനാണ് വിറ്റാമിൻ ബി 7. 8 ഇല്ല നമ്മൾ പറഞ്ഞു. 9 ഫോളിക് ആസിഡ്. 12 എന്താണ്? സൈനോകൊബാലമിൻ. പിന്നെ നമ്മൾ സി പഠിച്ചു, അസ്കോർബിയ. അപ്പൊ അസ്കോർബിക് ആസിഡ്. പിന്നെ രോഗപ്രതിരോധത്തിന് ആവശ്യമായ വിറ്റാമിൻ ആണ് വിറ്റാമിൻ സിയുടെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗമാണ് സ്കർവി. ഏതാണ്? സ്കർവി. അതാണ് നാവികരുടെ പ്ലേഗ്. ഇത് ചോദ്യം വന്നിട്ടുണ്ട് കേട്ടോ. നാവികരുടെ പ്ലേഗ് എന്നറിയപ്പെടുന്ന രോഗം ഏതാണെന്ന് വെച്ചാൽ ഏതാണ്? സ്കർവി. നാവികരുടെ പ്ലേഗ് ഏതാണ്? സ്കർവി. ഞാൻ ലാസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയത് ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്താൽ പഠിപ്പിച്ചിട്ട് വിടാം. ഓക്കെ, അപ്പൊ അതും കിട്ടി. വിറ്റാമിൻ ഡി എന്താണ്? സൂര്യപ്രകാശത്തിൽ നിന്നും ലഭിക്കുന്നത് വിറ്റാമിൻ ഡി ആണ്. സൂര്യപ്രകാശത്തിൽ നിന്നും ലഭിക്കുന്ന വിറ്റാമിൻ ആണ് വിറ്റാമിൻ ഡി. അതിന്റെ അപര്യാപ്തത മൂലമാണ് റിക്കറ്റ്സ് അഥവാ കണ അല്ലെങ്കിൽ ഒസ്റ്റീഷ്യസ് മലേഷ്യ ഈ രോഗമൊക്കെ ഉണ്ടാവുന്നത്. പിന്നെ എന്താണ്? ബ്യൂട്ടി വിറ്റാമിൻ. എന്താണ്? ബ്യൂട്ടി വിറ്റാമിൻ. പിന്നെ ഇതിന്റെ എങ്ങനെ കണക്ട് ചെയ്യുക? എഡോ എന്ന് കണക്ട് ചെയ്യുക. എഡോ, ടോക്കോഫെറോൺ. ഡി എങ്ങനെ കണക്ട് ചെയ്യുക? ഡി എന്താണ്? എല്ലിനാവശ്യമായതാണ് കാൽസ്യം. അപ്പൊ കാൽസിഫെറോൺ. ഇ ഫോർ എഡോ, ടോക്കോഫെറോൺ. കെ എന്താണ്? KFC വെച്ചിട്ട് എന്ത് കണക്ട് ചെയ്യുക? KFC ഫില്ലോക്യുനോൺ. വിറ്റാമിൻ കെ ഫില്ലോക്യുനോൺ. ഓക്കെ, അപ്പൊ ഇത്ര കാര്യങ്ങൾ ക്ലിയർ അല്ലേ? ഇനി പ്രധാനപ്പെട്ടത് ഒന്നുകൂടെ പറഞ്ഞുതരാം. ഒന്ന് ആലോചിച്ച് നോക്ക്. സൂര്യപ്രകാശത്തിൽ നശിച്ചു പോകുന്ന വിറ്റാമിൻ ഏതാണ്? നശിച്ചു പോകുന്നത് വിറ്റാമിൻ B2 ആണ്. ചൂടാക്കുന്നതിലൂടെയും മൂത്രത്തിലൂടെയും നഷ്ടമാകുന്നത് ഏതാണ്? വിറ്റാമിൻ C ആണ്. അപ്പൊ ചൂടാക്കുന്നത് കുക്കറിന്റെ വിസിലാലോചിക്കുക, എന്നുള്ള സൗണ്ട് ആലോചിക്കുക, C. അപ്പൊ അത് വെച്ചിട്ട് കണക്ട് ചെയ്യാം കേട്ടോ. പിന്നെ
സൂര്യപ്രകാശത്തിൽ നശിച്ചു പോകുന്ന വിറ്റാമിൻ നമ്മൾ പഠിച്ചു. സൂര്യപ്രകാശത്തിൽ നശിച്ചു പോകുന്ന സൂര്യപ്രകാശത്തിൽ നിന്നും ലഭിക്കുന്ന വിറ്റാമിൻ ഏതാണ്? വിറ്റാമിൻ ഡി ആണ്. പിന്നെ രക്തം കട്ട പിടിക്കാൻ, എന്തൊക്കെയാണ് റിപ്പീറ്റ് ചെയ്ത് വരുന്ന ചോദ്യങ്ങൾ. രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന വിറ്റാമിൻ കെ ഫോർ കട്ട പിടിക്കൽ. പിന്നെ രോഗപ്രതിരോധത്തിന് ആവശ്യമായ വിറ്റാമിൻ ഏതാണ്? രോഗപ്രതിരോധത്തിന് വിറ്റാമിൻ സി ആണ്. പിന്നെ ഏത് വിറ്റാമിന്റെ അപര്യാപ്തത മൂലമാണ് ബെറി രോഗം ഉണ്ടാവുന്നത്? എപ്പോഴും ചോദ്യം വരും. ബെറി വിറ്റാമിൻ ബിയുടെ അപര്യാപ്തത മൂലമാണ്. പിന്നെ ഓരോന്നിന്റെ രാസനാമൊക്കെ എന്തായാലും പെർഫെക്റ്റ് ആയിട്ടുണ്ടാവും, പഠിച്ചിട്ടുണ്ടാവും. സെറ്റ് അല്ലേ? ഓക്കെ, അപ്പോൾ അത്ര കാര്യങ്ങളൊക്കെ എന്തായാലും അറിഞ്ഞു വെക്കുക. ഓരോന്നിന്റെയും അപര്യാപ്തത രോഗങ്ങൾ കുറച്ചൊക്കെ നമ്മൾ പഠിച്ചു അല്ലേ? അപ്പോൾ അതൊക്കെ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. പെല്ലഗ്ര, വിറ്റാമിൻ B3 ആണ് പെല്ലഗ്ര, ആന്റി പെല്ലഗ്ര എന്നറിയപ്പെടുന്ന. അപ്പോൾ അതൊക്കെ കണക്ട് ചെയ്ത് വെക്കുക. പിന്നെ വിറ്റാമിൻ സിയുടെ അപര്യാപ്തത മൂലമാണ് സ്കർവി, അതും പഠിച്ചു വെക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് പഠിച്ച ഇത്രയും കാര്യങ്ങൾ പെർഫെക്റ്റ് അല്ലേ? ഇവിടെ നിന്ന് തന്നെ നിങ്ങൾക്ക് ഏകദേശം ഒക്കെ പഠിച്ചു പോകാൻ പറ്റില്ലേ? നിങ്ങൾക്ക് ഈ ക്ലാസ് നല്ല രീതിയിൽ ഉപകരിച്ചിട്ടുണ്ടാവും ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഉപകരിച്ചെങ്കിൽ, നിങ്ങൾക്ക് ഈ ക്ലാസ് നല്ല രീതിയിൽ ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും എന്നെ അറിയിക്കാൻ മറക്കരുത്. കമന്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. ടെലിഗ്രാം ചാനലൊക്കെ ജോയിൻ ചെയ്യാത്തവരാണെങ്കിൽ ജോയിൻ ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ, നമ്മുടെ അക്കൗണ്ട്, അതായത് ചാനലിൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഫോളോ ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഫോളോ ചെയ്യുക. ഇനി പേഴ്സണൽ അക്കൗണ്ട് ഫോളോ ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിലും ഫോളോ ചെയ്യുക. എന്തായാലും നല്ല രീതിയിൽ തന്നെ പഠിച്ച് മുന്നോട്ട് പോവുക. ഇനി എന്തായാലും തുടങ്ങി, ഇപ്പോൾ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തതുകൊണ്ടാണ് എൻ്റെ ക്ലാസ് നിങ്ങളുടെ കണ്ണുപെട്ടത്. എന്തായാലും പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഒരു കാരണവശാലും എന്തൊക്കെ നിങ്ങളുടെ മുമ്പിൽ തടസ്സങ്ങൾ വന്നാലും ഒരിക്കലും നിർത്തരുത്. നല്ല രീതിയിൽ തന്നെ പഠിച്ച് മുന്നോട്ട് പോവുക. മുമ്പിൽ വരുന്ന തടസ്സങ്ങളൊക്കെ മാറ്റിയിട്ട് മുന്നോട്ട് പഠിച്ച് തന്നെ പോവുക. എല്ലാ ദിവസവും 1 മിനിറ്റെങ്കിലും പഠിക്കണം. അതായത് അതിൻ്റെ അർത്ഥം എല്ലാ ദിവസവും 1 മിനിറ്റ് പഠിച്ചാൽ മതി എന്ന് സാറ് പറഞ്ഞത് മറ്റേ അങ്ങനെ പഠിക്കരുത്. എന്താണ്? എല്ലാ ദിവസവും എന്തൊക്കെ തടസ്സങ്ങൾ വന്നാലും എവിടെയെങ്കിലും പോവുകയാണെങ്കിലും 1 മിനിറ്റെങ്കിലും എടുത്ത് ഫോൺ നോക്കിയിട്ടായാലും ഒന്നെങ്കിലും പഠിച്ചിട്ടുണ്ടാവണം. അത് കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യാനാണ്. അല്ലാതെ ദിവസവും നിങ്ങൾ 1 മിനിറ്റ് പഠിച്ചാൽ മതി എന്നല്ല ഞാൻ പറഞ്ഞത്. അപ്പോൾ എങ്ങനെയെങ്കിലും 1 മിനിറ്റെങ്കിലും അറ്റ്ലീസ്റ്റ് നിങ്ങൾ പഠിക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടാവണം. ഒരു ദിവസം പോലും ഇനി നിങ്ങൾ എക്സാം വരെ നിങ്ങൾ ഒരിക്കലും ഇതിലൊരു തടസ്സവും നിർത്തരുത്. പഠനം നിർത്തരുത്. നല്ല അടിപൊളിയായിട്ട് തന്നെ മാർക്ക് സ്കോർ ചെയ്യണം. നല്ല നിങ്ങൾ തന്നെ ഞെട്ടണം. നിങ്ങളുടെ മാർക്ക് കണ്ടിട്ട് നിങ്ങൾ തന്നെ ഞെട്ടിപ്പോണം. അത്രയും മാർക്ക് നിങ്ങൾ സ്കോർ ചെയ്യണം. നല്ലൊരു റാങ്കിലേക്ക് നിങ്ങൾക്ക് എത്താൻ സാധിക്കണം. നിങ്ങളുടെ ഫോട്ടോ അങ്ങനെ ഫ്ലെക്സിലേക്ക് അടിച്ചു വരണം. പിന്നെ നമ്മുടെ ചാനലിലൊക്കെ നമുക്ക് ഇടാം. നമ്മുടെ വാട്സ്ആപ്പ് ബാച്ചിലൊക്കെ ഉള്ളവരാണെങ്കിൽ അവരൊക്കെ നല്ല രീതിയിൽ പഠിച്ചു പോകുന്നുണ്ട്. തരുന്ന കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ പഠിച്ചു പോകുന്നുണ്ടാവും. അപ്പോൾ വാട്സ്ആപ്പ് ബാച്ചിലൊക്കെ ജോയിൻ ചെയ്യാത്തവരാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. ക്ലാസ് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ, ഇതുപോലുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ, പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രം, അതായത് കൺസിസ്റ്റൻസി കീപ്പ് ചെയ്ത് പഠിക്കാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ പഠിച്ചു പോകാൻ വേണ്ടിയിട്ട് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ വേണമെങ്കിൽ ജോയിൻ ചെയ്യുക. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഞാൻ അവിടെ പഠിപ്പിച്ചു തരും. അപ്പോൾ നല്ല രീതിയിൽ തന്നെ പഠിച്ച് മുന്നോട്ട് പോവുക. ഇപ്പോഴും പറയുന്നു, ഒരു കാരണവശാലും നിർത്തരുത്. എന്തൊക്കെ നിങ്ങളുടെ മുമ്പിൽ തടസ്സങ്ങൾ വന്നാലും എല്ലാ ദിവസവും എന്തായാലും ഇനി എവിടെയെങ്കിലും പോയി കാണാം. ഇപ്പോൾ മൈസൂർ വരെ നിങ്ങൾ ട്രിപ്പ് പോയാലും അവിടെ ഇരുന്നിട്ടായാലും 1 മിനിറ്റെങ്കിലും നിങ്ങൾ ഒരു ദിവസം പഠിച്ചിട്ടുണ്ടാവണം. അതായത് എല്ലാ ദിവസവും നിങ്ങൾ എന്തായാലും പഠിച്ചിരിക്കണം. ഒരു ദിവസം നിങ്ങളിത് ബ്രേക്ക് ചെയ്യരുത്. ഇങ്ങനെ കൊണ്ടുപോയി ഇങ്ങനെ പടുത്തുയർത്തിക്കൊണ്ടിരിക്കണം. അതായത് ഇതിനെങ്ങനെ മേലേക്ക് കയറ്റിക്കൊണ്ടിരിക്കണം. ഓരോ ദിവസവും 1 മാർക്ക് വെച്ചിട്ടെങ്കിലും നിങ്ങൾക്ക് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കണം. അപ്പോൾ ദിവസവും 5-8 മാർക്ക് ഇങ്ങനെ കൂടി പോട്ടെ. ഏതൊരു എക്സാം കണ്ടാലും സില്ലി ആയിട്ട് നിങ്ങൾക്ക്, ഏതൊരു ചോദ്യം കണ്ടാലും സില്ലി ആയിട്ട് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റണം. അതിന് നിങ്ങൾ എല്ലാ ദിവസവും കുറച്ച് സമയമെങ്കിലും ഇരുന്ന് പഠിക്കണം. മാത്സ് ഒക്കെ ആണെങ്കിൽ നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്യാം. ആകെ അതിൽ GK, കറണ്ട് അഫയർ, മാത്സ് ഇതൊക്കെ അല്ലേ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ളൂ. അപ്പോൾ മാത്സ് ഒക്കെ നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്താൽ തന്നെ നല്ല രീതിയിൽ മാർക്ക് നിങ്ങൾക്ക് ചേഞ്ച് വരുത്താൻ പറ്റും. ഓക്കെ, നല്ല രീതിയിൽ റാങ്കിൽ നിങ്ങൾക്ക് മാറ്റം വരുത്താൻ പറ്റും. റാങ്കിൽ മുന്നോട്ട് നിങ്ങൾക്ക് എത്താൻ പറ്റണമെങ്കിൽ നല്ല രീതിയിൽ മാത്സ് ഒക്കെ എപ്പോഴും വർക്കൗട്ട് ചെയ്ത് തന്നെ പഠിക്കുക. വായിച്ചിട്ടോ അല്ലെങ്കിൽ കണ്ടിട്ടോ പഠിക്കരുത്. ബാക്കി സബ്ജക്റ്റുകൾ പോലെയല്ല. എൻ്റെ ക്ലാസ്സുകളൊക്കെ ഞാൻ എപ്പോഴും പറയും, കേട്ട് പഠിച്ചാൽ മതി, നിങ്ങൾക്ക് പഠിയെന്നൊക്കെ ഞാൻ കോൺഫിഡൻസോട് കൂടി പറയും. കാരണം എനിക്ക് ആ കോൺഫിഡൻസ് ഉണ്ട്. ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു തരും. പക്ഷേ മാത്സ് അങ്ങനെയല്ല. മാത്സ് നിങ്ങൾ ആരുടെ ക്ലാസ് കണ്ടിട്ടായാലും, ഏത് ക്ലാസ് കണ്ടിട്ടായാലും നിങ്ങൾ റിപ്പീറ്റ് ചെയ്യല്ല, നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് പഠിക്കണം. ഒരു തവണ വർക്കൗട്ട് ചെയ്ത് മനസ്സിലായി, അല്ലെങ്കിൽ രണ്ടാമത്തെ തവണയും വർക്കൗട്ട് ചെയ്യുക. അങ്ങനെ വർക്കൗട്ട് ചെയ്ത് തന്നെ പഠിച്ച് മുന്നോട്ട് പോകണം. അപ്പോൾ ഞാൻ ഇപ്പോഴും പറയുന്നു, പഠനം സ്റ്റോപ്പ് ചെയ്ത് എന്തായാലും നിങ്ങൾ തുടങ്ങി. ഇനി എന്തായാലും റാങ്ക് ലിസ്റ്റിൽ നിങ്ങൾ ഉണ്ടാവണം. നല്ലൊരു റാങ്ക് തന്നെ നിങ്ങൾക്ക് നേടാൻ സാധിക്കട്ടെ. ആലോചിച്ച് നോക്കും, ഞാൻ എന്തായാലും റാങ്ക് ലിസ്റ്റിൽ വരും. എൻ്റെ ഫോട്ടോ അങ്ങനെ ഫ്ലെക്സിലൊക്കെ വരും അല്ലേ? ഫ്ലെക്സിലൊക്കെ ഫോട്ടോ വരും. അതുപോലെ തന്നെ പോസ്റ്ററുകളൊക്കെ ഇറക്കും. നിങ്ങളുടെ ഫോട്ടോ വെച്ചിട്ട് പോസ്റ്ററൊക്കെ ഉണ്ടാവും. അത് നിങ്ങളുടെ കുടുംബത്തിലുള്ള ഒരുപാട് ആളുകൾ നിങ്ങളുടെ ഫോട്ടോ സ്റ്റാറ്റസ് ഇടും. നിങ്ങളുടെ ഒരുപാട് ഫ്രണ്ട്സ് നിങ്ങളുടെ ഫോട്ടോ സ്റ്റാറ്റസ് ഇടും. കൺഗ്രാജുലേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട്, ഹാർഡ് വർക്ക് ആണെന്നൊക്കെ പറഞ്ഞിട്ട് സ്റ്റാറ്റസ് ഇടും. അതിന് നിങ്ങൾ എന്ത് ചെയ്യണം? ഹാർഡ് വർക്ക് ചെയ്യണം. അപ്പോൾ നന്നായിട്ട് തന്നെ ഹാർഡ് വർക്ക് ചെയ്യുക. കിട്ടുന്ന സമയമൊക്കെ നല്ല രീതിയിൽ മാറ്റി വെച്ച് പഠിക്കുക. നല്ല രീതിയിൽ തന്നെ യൂട്ടിലൈസ് ചെയ്യുക. ഓരോ ചെറിയ സമയവും മൈന്യൂട്ട് ആയിട്ടുള്ള ഓരോ സെക്കൻഡും നിങ്ങൾ നല്ല രീതിയിൽ തന്നെ യൂട്ടിലൈസ് ചെയ്യാൻ നിങ്ങളെ കൊണ്ട് പറ്റണം. അപ്പോൾ ഓരോ മാർക്കായിട്ട് ഓരോ സെക്കൻഡിലാണെങ്കിലും കൂട്ടി കൊണ്ടുപോവുക. ഈ എക്സാമിൽ തന്നെ എന്തായാലും ക്രാക്ക് ചെയ്യണം. അത്രയും ഒഴിവുകളുള്ള ഒരു എക്സാമാണ്. അപ്പോൾ ഇതിൽ തന്നെ എന്തായാലും നിങ്ങൾ റാങ്ക് ലിസ്റ്റിൽ വരണം. റാങ്ക് ലിസ്റ്റിൽ നിങ്ങൾ വരും. നിങ്ങൾക്കൊരു വിശ്വാസമല്ലേ? എനിക്കും ഒരു വിശ്വാസമുണ്ട് നിങ്ങളിൽ. അപ്പോൾ നല്ല രീതിയിൽ തന്നെ ഇതുപോലെ തന്നെ ഇപ്പോൾ പഠിക്കാനുള്ള ഒരു മൈൻഡ് ഉണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ എൻ്റെ ക്ലാസ് കണ്ടത്. അപ്പോൾ ഈ മൈൻഡോട് കൂടി തന്നെ എങ്ങനെ തന്നെ മുന്നോട്ട് പോവുക. എന്തായാലും നിങ്ങൾ റാങ്ക് ലിസ്റ്റിൽ ഉണ്ടാവും. അപ്പോൾ നന്നായി തന്നെ പഠിച്ച് മുന്നോട്ട് പോവുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങൾക്ക് ഈ ക്ലാസ് ഇന്ന് എടുത്ത ക്ലാസ് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ, നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ, നിങ്ങൾക്ക് നന്നായി പഠിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായം പറഞ്ഞാൽ എനിക്ക് അറിയാൻ പറ്റുള്ളൂ നിങ്ങൾക്ക് എങ്ങനെയൊക്കെ ഈ ക്ലാസ് പ്രയോജനപ്പെടുന്നുണ്ടെന്ന് എനിക്കറിയണമെങ്കിൽ നിങ്ങളത് എന്നോട് പറയണം. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ ഇതുപോലുള്ള മറ്റൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇനിയും ക്ലാസ്സുകൾ എന്തായാലും തുടരും. ഇനി ഇതിൻ്റെ ക്ലാസ്സുകൾ ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ
ന്യൂ എസ് സി ആർ ടിയുടെ ഹോട്ട് ടോപ്പിക്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് കാണാത്തവരാണെങ്കിൽ അതും കണ്ടു തീർക്കുക. ന്യൂ എസ് സി ആർ ടി ആണ്. ഇനി ചോദ്യങ്ങളൊക്കെ അവിടുന്ന് എന്തായാലും പ്രതീക്ഷിച്ച് പോകണം. അപ്പോൾ കാണാത്തവരാണെങ്കിൽ തീർച്ചയായും കാണുക. അപ്പോൾ മറ്റൊരു ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.